അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ മിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽ ഫലാ ഹാദിയ ലഹു ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا ينهاكم الله عن الذين لم يقاتلوكم في الدين ولم يخرجكم من دياركم أن تبروهم وتقسطوا إليهم إن الله يحب المقسطين. സമാദന്യരായ ഉസ്താദ് ഉമർ ദർസി, പ്രിയങ്കരനായ ഇസ്തിഖാമയുടെ സംസ്ഥാന ജനറൽ കൺവീനർ MT അബൂബക്കർ ദാരിമി ഉസ്താദ്, പ്രിയങ്കരനായ അലവി ദാരിമി ഉസ്താദ്, ഉമർ ഫൈസി മുടിക്കോട്, നൗഫൽ അൻവരി, മറ്റു വേദിയിലും സദസ്സിലുമായിട്ടുള്ള പണ്ഡിത മഹത്തുക്കളെ, രക്ഷിതാക്കളെ, കർമ്മോത്സകരായ വിദ്യാർത്ഥി യുവജന സുഹൃത്തുക്കളെ, ഈ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ ശ്രോതാക്കളെ, ആമങ്ങളൊന്നും നീട്ടിപ്പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വിഷയങ്ങളെക്കുറിച്ചൊക്കെ ഇവിടെ മുൻകഴിഞ്ഞ പോയ പ്രഭാഷകന്മാർ വളരെ ഭംഗിയായ രീതിയിൽ തന്നെ അവതരിപ്പിക്കുകയുണ്ടായി. അല്പം ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ അധികരിച്ചുകൊണ്ട് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കാം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എൻ്റെ ശബ്ദങ്ങൾ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഇതര സംഘടനയിൽ പെട്ടുപോയവരോടൊക്കെ സ്നേഹത്തോടെ ഉണർത്താനുള്ളത്, ഈ സംരംഭത്തെ നിങ്ങൾ നല്ലൊരു മനസ്സോടുകൂടെ കാണുകയും നല്ലൊരു മനസ്സോടുകൂടെ വിലയിരുത്തുകയും ചെയ്യണമെന്നാണ്. പ്രത്യേകിച്ച് എടവണ്ണയിൽ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, ഇവിടെ ഇതര സംഘടനയിൽ പെട്ടുപോയ പ്രിയപ്പെട്ട സഹോദരന്മാർ അവർക്ക് സത്യം ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. അവരാക്ഷേപിക്കലോ അവരെ കുറ്റപ്പെടുത്തലോ അവരെ കളിയാക്കലോ പരിഹസിക്കലോ ഒന്നുമല്ല ഇസ്തിഖാമ ഇങ്ങനൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചതിന്റെ ലക്ഷ്യം. തികച്ചും സദുദ്ദേശത്തോടുകൂടെ മാത്രമാണ് നാം ഇങ്ങനൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ഓൺലൈൻ വഴിയായിക്കൊണ്ട് കണ്ടിരിക്കുന്ന ആളുകളോടും നമുക്ക് പറയാനുള്ളത്, ഇത് ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ ആക്ഷേപിക്കാനോ കുറ്റപ്പെടുത്താനോ അവരെ പ്രതിക്കൂട്ടിൽ ചേർക്കാനോ വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട പ്രോഗ്രാമല്ല. മറിച്ച് ചില സത്യങ്ങൾ തുറന്നു പറയാൻ അനിവാര്യമായതുകൊണ്ട് അത് മാത്രം പറയാനാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചത്. ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇന്ന് സലഫി പ്രസ്ഥാനം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ നമുക്കറിയാം. ഇന്ന് സലഫി പ്രസ്ഥാനത്തിൽ ആളുകൾ, പാവങ്ങളായ ഒട്ടേറെ ആളുകൾ
ആ പ്രസ്ഥാനത്തിന്റെ പേര് പോലും പറയാൻ മടിക്കുന്ന ഒരു സാഹചര്യമാണ്. പല ആളുകളും നമ്മൾ പരിചയപ്പെടുമ്പോ അതിന്റെ ആളുകളൊക്കെ നമ്മളോട് തന്നെ പറയാറുണ്ട്, എനിക്കിപ്പോ അങ്ങനെ ഒരു പ്രസ്ഥാനം തൊട്ട് ബന്ധമില്ല, ഞാൻ അങ്ങനൊന്നുമില്ല, എനിക്ക് ചില വിഷയങ്ങളിൽ നിങ്ങളോട് ചില വിയോജിപ്പുണ്ടെന്നല്ലാതെ ഞാൻ അങ്ങനെ സലഫിയും സെൽഫിയൊന്നുമല്ല, എനിക്ക് അങ്ങനെ പ്രസ്ഥാനത്തോട് ബന്ധമൊന്നുമില്ല. കാരണം സലഫി എന്ന് പറയാൻ പോലും പേടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ പ്രസ്ഥാനം എത്തിപ്പെട്ടിരിക്കുകയാണ്. ഇതിന്റെ പിന്നിൽ ചില രഹസ്യങ്ങളുണ്ടെന്നുള്ള കാര്യം നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ദൂരെ നിന്നുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഇതര പ്രസ്ഥാനത്തിൽ പെട്ടുപോയ സഹോദരന്മാരോട് പറയാനുള്ളത്, നിങ്ങൾ നല്ലൊരു മനസ്സോടുകൂടെ ഇത് കേൾക്കുക, നല്ലൊരു മനസ്സോടെ കേൾക്കുക. എന്നിട്ട് നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ഒന്നുകൂടി ആലോചിക്കുക, ഒന്നുകൂടി ചിന്തിക്കുക. സത്യമാണെന്ന് ബോധ്യപ്പെടുന്ന പക്ഷം ഈ സത്യത്തിന്റെ കൂടെ നിൽക്കാനുള്ള സന്മനസ് കാണിക്കണമെന്ന് സ്നേഹത്തോടൊപ്പം ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇതൊന്നും ഒരു സംഘടനാ പ്രശ്നം പറയുകയല്ല, ഒരു വിഭാഗീയത പറയുകയല്ല, നാട്ടിൽ ഭിന്നിപ്പിന് വേണ്ടി പറയുകയല്ല. മറിച്ച് നാട്ടിലെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ, ഭിന്നിപ്പുകൾ അവസാനിപ്പിക്കാൻ, ഐക്യത്തോടെ ജീവിക്കാൻ, നമ്മുടെ നാട്ടിൽ ഇന്നലകളിൽ ഉണ്ടായിരുന്ന സൗഹാർദ്ദം നിലനിർത്താൻ വേണ്ടിയാണ് ഇസ്തിഖാമ ഇങ്ങനെ കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇതുപോലുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ലോകത്തേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് IS എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് ഞാൻ അതിലേക്ക് വരാം. അതിന്റെ മുമ്പ് നമ്മൾ ഈ സലഫിസത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലോകത്ത് ആദ്യമായി കടന്നു വന്ന പ്രസ്ഥാനം, അവാന്തര വിഭാഗമായി മുസ്ലിമീങ്ങൾക്കിടയിൽ പ്രശ്നമായി കടന്നു വന്ന പ്രസ്ഥാനം ഖവാരിജിയാക്കളാണ്. ചരിത്രം പഠിക്കുന്ന ഏതൊരാൾക്കും അക്കാര്യം അറിയാം. ബഹുമാന്യനായ MT അബൂബക്കർ ദാരിമി അതിനെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഖവാരിജിയാക്കൾ ഇന്ന് എല്ലാവരും എതിർക്കുന്ന പ്രസ്ഥാനമാണ്. ഖവാരിജിയാക്കളുടെ സ്വഭാവത്തെക്കുറിച്ച് സലഫി പ്രസ്ഥാനം എഴുതിയ പുസ്തകങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ അതിൽ കാണാൻ കഴിയും. ലോക മുസ്ലിമീങ്ങൾക്കിടയിൽ പ്രശ്നമായി കൊണ്ട് കടന്നു വന്ന ഒരു വിഭാഗമാണ് ഖവാരിജിയാക്കൾ. എന്നാൽ ഖവാരിജിയാക്കളുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ അവരിലുണ്ടായ എല്ലാ സ്വഭാവങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് പിൽക്കാലത്ത് കടന്നു വന്ന വഹാബി പ്രസ്ഥാനം. ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. ഇത് വഹാബി പ്രസ്ഥാനത്തിനോടുള്ള അല്ലെങ്കിൽ അതിലുള്ള ഏതെങ്കിലും വ്യക്തികളോടുള്ള വൈരാഗ്യം കൊണ്ട് പറയുകയല്ല, സത്യം സത്യമായി പറയുക എന്ന സദുദ്ദേശത്തോടുകൂടെ മാത്രമാണ് ഇക്കാര്യം നമ്മൾ പറയുന്നത്. ഖവാരിജിയാക്കൾ ഉണ്ടായ എല്ലാ സ്വഭാവങ്ങളും ഉൾക്കൊള്ളുന്നവരാണ് വഹാബി പ്രസ്ഥാനം എന്ന് പറയുന്നത്. മഹത്തുക്കളായ പണ്ഡിതന്മാർ അക്കാര്യം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഖവാരിജിയാക്കളെ കുറിച്ച് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദ് സാവി റഹ്മഹുല്ലാഹ് തന്റെ തഫ്സീർ സാവിയിൽ വളരെ വ്യക്തമായി കൊണ്ട് പറയുകയാണ്, ഖവാരിജിയാക്കളെ സ്വഭാവം പറഞ്ഞപ്പോ, ഖവാരിജിയാക്കളെ വിശേഷണം പറഞ്ഞപ്പോ ആ വിശേഷണങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു വിഭാഗമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വഹാബി പ്രസ്ഥാനമെന്ന് ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദ് സാവി റഹ്മഹുല്ലാഹ് തന്റെ തഫ്സീർ സാവിയിൽ രേഖപ്പെടുത്താൻ കാണാൻ സാധിക്കും. ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദ് സാവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ആ പറഞ്ഞൊരു വാക്ക് തന്നെ പ്രത്യേകം എടുത്തു പറയാൻ കഴിയും. ഖവാരിജിയാക്കളെ കുറിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു, ഈ ഹാദിഹിൽ ആയത്ത് നസലത് ഫിൽ ഖവാരിജി അല്ലദീന യുഹരിഫൂന തഅബീറൽ കിതാബി വസ്സുന്ന വയസ്തഹില്ലൂന ബിദാലിക ദിമാഅൽ മുസ്ലിമീൻ വഅംവാലഹും കമാ ഹും ഷാഅദുൻ അൽആൻ ഫീ നളാഇരിഹിം വഹും ഫിർഖത്തുൻ ബിഅർളിൽ ഇജാസ് യുഖാലു ലഹുമുൽ വഹാബിയ്യ. ഖവാരിജിയാക്കളെ സ്വഭാവം പറഞ്ഞിട്ട്, ഖവാരിജിയാക്കളെ വിശേഷണം പറഞ്ഞു കൊണ്ടുവന്നിട്ട് ഇമാം മുഹമ്മദ് സാവി റഹ്മഹുല്ലാഹ്, ഇമാം മുഹമ്മദ് സാവി എന്ന് പറയുമ്പോ സമസ്തയുടെ മുൻ പ്രസിഡന്റ് അല്ല, സമസ്തയുടെ ജനറൽ സെക്രട്ടറി അല്ല, സമസ്തയുടെ മെമ്പറുമല്ല, സമസ്ത ഉണ്ടാകുന്ന എത്രയോ മുമ്പ് വഫാത്തായി പോയ ഇമാം മുഹമ്മദ് സാവി റഹ്മഹുല്ലാഹ് തഫ്സീർ സാവിയിൽ പറയുന്നു, ഖവാരിജിയാക്കൾ അതേ സ്വഭാവമുള്ളൊരു ടീം ഇന്ന് നമ്മുടെ നാട്ടിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. എന്താ അവരുടെ പേര്? ഇമാം മുഹമ്മദ് സാവി റളിയല്ലാഹു അൻഹു അവരെ പേര് പോലും പറയുന്നു, യുഖാലു ലഹുമുൽ വഹാബിയ, അവരെ പേര് വഹാബികൾ എന്നാണ്. എന്താണ് ഖവാരിജിയാക്കളുടെ സ്വഭാവങ്ങൾ? ഖവാരിജിയാക്കളുടെ പ്രധാനമായിട്ടുള്ള സ്വഭാവം എന്താ? ഒന്ന്, തക്ഫീറുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളെ കാഫിറാക്കുക. മുസ്ലിമീങ്ങളെ കാഫിറാക്കുക എന്നുള്ള പണിയാണ് ഖവാരിജിയാക്കൾ ചെയ്ത ആദ്യത്തെ പണി. മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ ഖവാരിജിയാക്കൾ ആരൊക്കെയാണ് കാഫിറാക്കിയത്? സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കാഫിറാക്കി. ആരെയാണ് കാഫിറാക്കുന്നത്? അമീറുൽ മുഅ്മിനീൻ അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഖവാരിജിയാക്കൾ പറഞ്ഞു, അലി റളിയല്ലാഹു അൻഹു കാഫിറാണ്. മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞു, മുആവിയ റളിയല്ലാഹു അൻഹു കാഫിറാണ്. കാഫിറാണെന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ പണി അവരെന്താ സ്വീകരിച്ചത്? കാഫിറാക്കി കഴിഞ്ഞാൽ പിന്നെ കൊല്ലാൻ പറ്റുള്ളൂ എന്ന നിലക്ക് ആദ്യം കാഫിറാക്കി, എന്നിട്ട് പറഞ്ഞു ഇവരെ കൊന്നുകളയണം. അങ്ങനെ ഒട്ടേറെ സഹാബികളെ കൊല്ലാൻ ഇവർ ശ്രമം നടത്തി. മഹാനായ അബ്ദുല്ലാഹ് അൽ ഹബ്ബാബ് റളിയല്ലാഹു അൻഹു
വലിയ സഹാബിയാണ്. ആ മഹാനായ ഒരു സഹാബിയെ ഖവാരിജിയാക്കൾ ക്രൂരമായി കൊന്നുകളഞ്ഞു. അബ്ദുല്ലാഹിൽ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോ ഖവാരിജിയാക്കൾ ചോദിച്ചു, മാ റഅയുക ഫീ അലി ഇബ്നു അബീ ത്വാലിബ്. അബ്ദുല്ലാഹിൽ ഖബ്ബാബിനോട് ചോദിച്ചു, അലി റളിയല്ലാഹുവിനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? മഹാനായ അബ്ദുല്ലാഹിൽ ഖബ്ബാബ് റളിയല്ലാഹു പറഞ്ഞു, അലി റളിയല്ലാഹു വലിയ മഹാനല്ലേ, റസൂലുള്ളാഹിന്റെ സഹാബിയല്ലേ, പുണ്യനബിയുടെ പുതിയാപ്പിളയല്ലേ, മരുമകനല്ലേ. ഇങ്ങനെ അലി റളിയല്ലാഹുവിനെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞപ്പോ ഖവാരിജിയാക്കൾ ചെയ്ത പണി എന്താ? മഹാനായ അബ്ദുല്ലാഹിൽ ഖബ്ബാബ് റളിയല്ലാഹുവിനെ ക്രൂരമായി കൊത്തിക്കൊലപ്പെടുത്തുകയാണ്. അബ്ദുല്ലാഹിൽ ഖബ്ബാബ് റളിയല്ലാഹു മാത്രമല്ല, തന്റെ കൂടെ ഗർഭിണിയായ തന്റെ ഭാര്യ ഉണ്ടായിരുന്നു. ആ ഭാര്യയെ പോലും വെറുതെ വിട്ടില്ല. ഇന്ന് IS ചെയ്യുന്നത് പോലെ, ISന് ചെയ്യുന്നത് പോലെ പാവങ്ങളായ സ്ത്രീകളെയും കുട്ടികളെയും ക്രൂരമായി കൊന്നുകളയുന്ന ഈ കൊടും ക്രൂരതയാണ് ഇന്ന് IS നിർവഹിക്കുന്നെങ്കിൽ അതേ രീതിയാണ് അന്ന് ഖവാരിജിയാക്കൾ ചെയ്തത്. അബ്ദുല്ലാഹിൽ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഗർഭിണിയാണ്. ആ ഗർഭിണിയായ ഭാര്യയെയും ക്രൂരമായി കൊന്നുകളഞ്ഞു. പിന്നീട് അലി റളിയല്ലാഹു അനുവദിച്ചു, മുആവിയ റളിയല്ലാഹു അനുവദിക്കാൻ ശ്രമം നടത്തി, അബ്ദുല്ലാഹിൽ അംർ ഇബ്നു അസ് റളിയല്ലാഹു കൊല്ലാൻ ശ്രമം നടത്തി, ഒട്ടേറെ സഹാബികളെ, ഒട്ടേറെ മഹാത്മാക്കളെ കൊല്ലാൻ ഖവാരിജിയാക്കൾ പ്ലാൻ ഇട്ടു. അവരെ സമ്പത്ത് കൊള്ളയടിച്ചു. ഈ പറയുന്ന സ്വഭാവങ്ങളൊക്കെ ഒന്ന് മുസ്ലിമീങ്ങളെ കാഫറാക്കുക, അതുവഴി മുസ്ലിമീങ്ങളെ കൊല്ലൽ അനുവദനീയമാക്കുക, അതോടൊപ്പം മുസ്ലിമീങ്ങളെ സമ്പത്ത് കൊള്ളയടിക്കുക. ഈ പണിയൊക്കെ പിന്നീട് ഏറ്റെടുത്തതാരാ? വഹാബി പ്രസ്ഥാനമാണ്. നമ്മൾ ആരോപിക്കുകയല്ല, നമ്മൾ വെറുതെ പറഞ്ഞു പോകുകയല്ല. മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, ഖവാരിജിയാക്കളുടെ രീതിയാണ് പിൽക്കാലത്ത് വന്ന വഹാബി പ്രസ്ഥാനം സ്വീകരിച്ചത്. മുസ്ലിമീങ്ങളെ കുറിച്ച് അവർ പറഞ്ഞു കാഫറാണ്, മുസ്ലിമീങ്ങളെ കുറിച്ച് പറഞ്ഞു പച്ചയായി കാഫറാണ്. വഹാബി പ്രസ്ഥാനത്തിന്റെ ഇന്നലകൾ കഴിഞ്ഞുപോയ പുസ്തകങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ അത് വളരെ വ്യക്തമായി തന്നെ കാണാൻ കഴിയും. മുഹമ്മദ് അബ്ദുൽ വഹാബിനെ കുറിച്ച് പറയുന്ന പുസ്തകങ്ങളിൽ, അദ്ദേഹത്തിന്റെ വാദങ്ങൾ പറയുന്ന ഗ്രന്ഥങ്ങളിലൊക്കെ ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി കാണാൻ കഴിയും. ഞാനതിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നീട് അവർ ചെയ്ത പണി എന്താ? ഒട്ടേറെ മുസ്ലിമീങ്ങളെ കൊന്നുകളയുക. മക്കയിലും പരിശുദ്ധമായ മദീനയിലും സൗദിയിലും അതോടൊപ്പം തന്നെ ഗർഭയിലുമൊക്കെ ഒട്ടേറെ പാവങ്ങളായ ആളുകളെ ക്രൂരമായി കൊന്നുകളഞ്ഞു. ആരെ? വഹാബി പ്രസ്ഥാനം. ഇതൊക്കെ നമ്മൾ വെറുതെ ആരോപിക്കുകയല്ല. ഇവരെ കുറിച്ച് എഴുതിയ പുസ്തകത്തിൽ ഇവർ തന്നെ മഹത്വമായിട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പ്രൊഫസർ മുഹമ്മദ് കുട്ടശ്ശേരി എഴുതിയ പുസ്തകം, ആ പുസ്തകം വലിയ കനമുള്ള പുസ്തകമാണ്, 1000ഓളം പേജുള്ള പുസ്തകമാണ്. ആ പുസ്തകത്തിൽ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ മഹത്വം പറയുന്ന സ്ഥലത്ത് അദ്ദേഹത്തിന്റെ മഹത്വം പറഞ്ഞ എന്തൊക്കെയാണ്? അദ്ദേഹം ഒട്ടേറെ മക്ബറകൾ തകർത്ത് കളഞ്ഞു. മഹാനായ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സഹോദരൻ സയ്യിദ് ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പരിശുദ്ധമായ ഖബറിന്റെ മുകളിലുള്ള കുബ്ബ, ആ കുബ്ബ തച്ച് തകർത്ത് മുഹമ്മദ് അബ്ദുൽ വഹാബ്. ഇത് നമ്മൾ പറയല്ല, അവരാ പുസ്തകത്തിൽ അവർ മദ്ഹായിട്ട് പറയാണ്. മുഹമ്മദ് അബ്ദുൽ വഹാബിനെ കുറിച്ച് എഴുതിയ പുസ്തകത്തിൽ ഇത് വലിയ പുണ്യമായിക്കൊണ്ട് മുഹമ്മദ് അബ്ദുൽ വഹാബ് ചെയ്ത വലിയ സേവനമായിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട്. എന്താ സേവനം? മഹാന്മാരുടെ മക്ബറകൾ തകർത്ത് കളഞ്ഞു. ഞാനിപ്പോ ഇന്ന് വരുമ്പോ കോഴിക്കോട് വെച്ചുകൊണ്ട് വിചിന്തന മാസിക എനിക്ക് കിട്ടി. ഇന്ന് വരുമ്പോ കാസർഗോഡ് നിന്ന് വരുന്ന വഴിക്ക് കോഴിക്കോട് നിന്ന് കിട്ടിയതാണ് ഈ വിചിന്തന മാസിക. ഈ വിചിന്തന മാസികയിൽ ISനെ അവർ തള്ളിപ്പറയുമ്പോൾ വിചിന്തന വാരിക ISനെ തള്ളിപ്പറഞ്ഞപ്പോൾ പ്രധാനമായിട്ട് പറഞ്ഞ കാര്യം എന്താ അറിയോ? IS സ്മാരകങ്ങളൊക്കെ തകർത്ത് കളയാണ്. ചരിത്ര സ്മാരകങ്ങളൊക്കെ തകർക്കുന്നവരാണ് IS. അതുകൊണ്ട് മാത്രമല്ല, ISനെ ചില ആളുകൾ സലഫിയുമായിട്ട് കൂട്ടിച്ചേർക്കാനുള്ള കാരണം IS ചില മക്ബറുകൾ തകർത്തു എന്നുള്ളത് ശരി തന്നെയാണ്. അതൊന്നും ശരിയല്ല. ആര്? വിചിന്തനം മാസികയിൽ, വിചിന്തനം മാസികയുള്ളത് അല്ലെ, വിചിന്തനം വാരികയാണല്ലോ, ശരിയാ. ഇവരെ ഈ KNMന്റെ ഔദ്യോഗിക പക്ഷത്തിന്റെയാണ് വിചിന്തനം വാരികയിൽ. ഇന്ന് എനിക്ക് വരുമ്പോ കിട്ടിയതാ. ISന്റെ ഗുണമായിട്ട് അവർ പരിചയപ്പെടുത്തിയത്, IS ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനമായി പരിചയപ്പെടുത്തിയത് പൂർവികരൊക്കെ നിലനിർത്തിപ്പോന്ന ചരിത്ര സ്മാരകങ്ങൾ തകർത്ത് കളയുന്നവരാണ് IS. എന്നാ കേട്ടോളൂ, ആ പണി തുടങ്ങി വെച്ചതാരാ? ആ പണി തുടങ്ങി വെച്ചതാരാ? നമ്മൾ വെറുതെ പറയല്ല. ഇത് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ മൗലൂദ് മാത്രം പറയുന്ന, മദ്ഹ് മാത്രം പറയുന്ന പുസ്തകമാണ്. പുസ്തകത്തിന്റെ പേര് തന്നെ മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മഹുല്ലാ. അവരെ എഴുതിയാണ്, നമുക്ക് താല്പര്യമില്ല. ജീവിതവും ദർശനവും. ഈ പുസ്തകത്തിൽ നോക്കൂ നിങ്ങൾ, അൽ ജുബൈലിയിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു സഹോദരൻ സെയ്ദ് ഇബ്നുൽ ഖത്താബിന്റെ ശവകുടീരമുണ്ടായിരുന്നു. എന്താ പുസ്തകത്തിൽ പറഞ്ഞ ശൈലി? മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു സഹോദരൻ സെയ്ദ് ഇബ്നുൽ ഖത്താബിന്റെ ശവകുടീരമുണ്ടായിരുന്നു.
നമ്മളെ കൂട്ടത്തിൽ ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്ന സലഫി സഹോദരൻ ചോദിക്കട്ടെ, നിങ്ങളെ കൂട്ടുന്ന ഒരാൾ മരണപ്പെട്ടാൽ, ഏതെങ്കിലും മൗലവി മരണപ്പെട്ടാൽ ആ മൗലവിന്റെ ശവം എടുക്കാനായി വാക്കിന്റെ ഗൗരവം നോക്കും നിങ്ങൾ. ആ ഒരു മഹാന്റെ മക്ബറെ കുറിച്ച് പറഞ്ഞ ശവകുടീരം നിങ്ങൾ തകർത്തോളൂ. നിങ്ങൾ ശൈലിയൊക്കെ നമുക്ക് പോട്ടെ, പറഞ്ഞ വാക്ക് നോക്ക് നിങ്ങൾ. ഒരു മൗലവി മരണപ്പെട്ടാലേ ആ മൗലവിയുടെ മയ്യത്തെപ്പെടുക്കാനും ചോദിക്കുള്ളൂ, ശവം എപ്പോഴും എടുക്കാനും ചോദിക്കൂ. ഒരു സാധാരണ ഒരു മൗലവിയുടെ പോട്ടെ, മൗലവിയാവണ്ട, ഈ കൂട്ടത്തിൽപ്പെട്ടൊരു സലഫി പ്രവർത്തകൻ മരണപ്പെട്ടാൽ ശവം എന്ന് വിളിച്ചാൽ ആ കുടുംബത്തിന്റെ വേദന എത്രയായിരിക്കും? എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വല്ലാതെ ചില കാര്യങ്ങളൊക്കെ വല്ലാതെ അനാദരവ് കാണിച്ചിട്ടുണ്ട്. നിങ്ങളെ കുറ്റമായിട്ട് ഞങ്ങൾ പറയല്ല, നിങ്ങൾ പെട്ടുപോയ പ്രസ്ഥാനത്തിന്റെ ഭാഗത്തെയാണ് പറയുന്നത്. നിങ്ങളത് മനസ്സിൽ ചിന്തിക്കണം. നിങ്ങൾ ആക്ഷേപിക്കാൻ വേണ്ടി പറയുകയല്ല, നിങ്ങളെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുകയല്ല. നിങ്ങൾക്കൊരു വിചിന്തനത്തിന്റെ ഒരു അവസരം തരികയാണ്. വിചിന്തനത്തിന് അവസരം തരാനായി വിചിന്തന മാസിക വായിക്കാനുള്ള അവസരമല്ല, അത് വായിച്ചിട്ട് ഒരു പുനർചിന്തനത്തിന് അവസരം തരികയാണ്. നിങ്ങൾക്ക് തന്നെ അറിയാലോ ഈ പ്രസ്ഥാനത്തിന്റെ ഗതികെടുപ്പ് എന്താണ്. ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്നേക്കാൾ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ. ഞങ്ങളെക്കാൾ ഈ പ്രസ്ഥാനത്തിന്റെ അവസ്ഥ നിങ്ങൾ അറിയുന്നവരല്ലേ. എന്തിനാണ് അറിഞ്ഞിട്ട് ഇനിയും അതിൽ നിൽക്കുന്നത്? ഒന്ന് മാറി ചിന്തിച്ചുകൂടെ? ഒന്ന് വഴിമാറി ചിന്തിച്ചുകൂടെ? നോക്കൂ നിങ്ങൾ, സെയ്ദ് ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഖബറിനെ കുറിച്ച് പറഞ്ഞത് ഒരു ശവകുടീരമുണ്ടായിരുന്നവിടെ. ആരാ സെയ്ദ് ബിൻ ഖത്താബ്? കേട്ടോളൂ. മുസൈലിമത്തിനെതിരായി മുസ്ലിമീങ്ങൾ നടത്തിയ യുദ്ധത്തിൽ ഷഹീദായ സ്വഹാബിയാണ് സെയ്ദ് റളിയല്ലാഹു അൻഹു. ആരാ സെയ്ദ് റളിയല്ലാഹു അൻഹു? അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത മഹാനാണ്, സ്വഹാബിയാണ് സെയ്ദ് ബിൻ ഖത്താബ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞ വാക്കെന്താ? ലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ ബൽ അഹ്യാ. അല്ലാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായ ആളുകളെ കുറിച്ച് മരിച്ചു എന്ന് വിചാരിക്കാൻ പോലും പാടില്ല. ആ മഹാനെ കുറിച്ച് പറഞ്ഞ ശവം, ആ മഹാനെ കുറിച്ച് പറഞ്ഞ വാക്ക് ശവം. ആ മഹാന്റെ മക്ബറെ കുറിച്ച് പറഞ്ഞ വാക്ക് ശവകുടീരം. വേദന ഇല്ലേ നമുക്കിതിൽ? എന്റെ ശബ്ദം കേൾക്കുന്ന സലഫി സഹോദര, ഇതൊക്കെ കുറച്ച് അധികപ്പറ്റായില്ലേ? ഞങ്ങൾ നിങ്ങളോടുള്ള ദേഷ്യം തീർക്കാനല്ല ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ശൈലി വേറെയാണ്. അത് ഞങ്ങൾ ചെയ്യാറില്ല, അത് വേറെ ടീമിന് ഞങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളതായ ഒരു മാന്യതയുണ്ട്. കാരണം ഞങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ കീഴിലാണ്. ഒരു അടിത്തറയുള്ള പ്രസ്ഥാനമാണ്. ചിലർക്ക് മേൽക്കൂരി അടിത്തറ ഒന്നും നോക്കാല്ല, എന്തും പറയാം. ഈ പൊട്ടൊക്കെ ആകാശം, ഈ പൊട്ടൊക്കെ ഭൂമിയാണ്. ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾക്ക് ചിലതൊക്കെ നോക്കിയിട്ട് പറയാനുണ്ട്. ഇതിന്റെ ഗൗരവം ആലോചിച്ച് നോക്കുക. സെയ്ദ് റളിയല്ലാഹുവിനെ കുറിച്ചാണ് ശവം എന്ന് ഉപയോഗിച്ചത്. വിശുദ്ധ ഖുർആൻ മരിച്ചു എന്ന് പോലും വിചാരിക്കരുത് എന്ന് പറഞ്ഞ ഷഹീദിനെ കുറിച്ച് പറയുന്നു ശവം. ആ ശവകുടീരം തകർത്തുവാരെ കേട്ടോളൂ. ജനങ്ങൾ ജനങ്ങൾ ആ ഖബറിനെ ആരാധിക്കാൻ തുടങ്ങിയിരുന്നു. അപ്പോ മക്ബറിൽ പോക്കും സഹായം തേടലും അത് സമസ്തക്കാർ തുടങ്ങിയൊന്നുമല്ല. മനസ്സിലായല്ലോ? ആരാധന ഇവര് പേരിട്ടത് അവിടെ ഇരിക്കട്ടെ. അപ്പൊ പണ്ടന്നെ പണിന്റെ ഉറപ്പായില്ലേ? സഹാബികളുടെ പരിശുദ്ധമായ മക്ബറിനിടയ്ക്ക് ആളുകൾ പോയിരുന്നു. ഇനി കേട്ടോളൂ, അവിടെ പോയി രക്ഷക്കായി പ്രാർത്ഥിക്കുകയും അനുഗ്രഹം തേടുകയും ചെയ്തിരുന്നു. അവിടെ വെച്ചവർ മൃഗങ്ങളെ അറുത്ത് ബലി കൊടുത്തിരുന്നു. അപ്പൊ ഇതൊക്കെ നിങ്ങൾ എന്തിനാ കേരളത്തിലെ ഖബർ പൂജക്കാര് സമസ്തക്കാർ തുടങ്ങിയ ഇക്കാലം വരെ പറഞ്ഞത്? നാട് നിങ്ങൾ പ്രസംഗിച്ചെന്താ? ഈ സമസ്തക്കാരെ പണിയാണ് ഇതൊക്കെ എന്നല്ലേ പ്രസംഗിച്ചത്. എന്നാൽ നിങ്ങളെ പുസ്തകത്തിൽ പറയുന്നു, അന്ന് തന്നെ ഖബറുകൾ മഹാന്മാരെ മക്ബറുടെ സമീപത്ത് പോകാറുണ്ട്, ദുആ ചെയ്യാറുണ്ട്, സഹായം തേടാറുണ്ട്, നേർച്ചയാക്കാറുണ്ട്, അറുക്കപ്പെടാറുണ്ട്. എന്നിട്ടോ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് തന്റെ അധികാരം ഉപയോഗിച്ച് ആ ഖബർ പൊളിച്ചു മാറ്റി. നിങ്ങൾ പറയും മമ്പറത്തെ തങ്ങളെ ഖബറല്ല ഈ പറയണത്. പിന്നെ ആരെ ഖബറാ? നിങ്ങളൊന്ന് പറയും, ആരെ ഖബറാ? മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ സഹോദരൻ, സ്വഹാബിയായ ഷഹീദായ സെയ്ദ് ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ. എന്നിട്ട് ഇന്നത്തെ വിചിന്തനം പറയുന്നു അതൊക്കെ ISR പണിയാണ്. ആരാ തുടങ്ങി വെച്ചത്? നിങ്ങൾ പറയൂ. IS-നാരാ പ്രചോദനം കൊടുത്തത്? ആരാ IS-ന് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ പ്രേരിപ്പിച്ചതാരാ? എന്റെ പ്രിയപ്പെട്ട സലഫിക്കാരാ, എന്തൊക്കെയോ ചില എന്താ ഞാൻ പറയാ, ഞാൻ നേരിട്ട് പറയുന്നില്ല, എന്തൊക്കെയോ ഇതിന്റെ പിന്നിൽ നടക്കുന്നുള്ളത് ശരിയല്ലേ? കേട്ടോളൂ,
600 പട്ടാളക്കാരുമായിട്ടാണ് അദ്ദേഹം അവിടെ എത്തിയത്. 600 പട്ടാളക്കാർ. എന്തിന്? ഒരു സഹാബിയുടെ പരിശുദ്ധമായ ഖബർ തകർക്കാൻ 600 പട്ടാളക്കാർ. ഇപ്പോൾ IS എന്താ ചെയ്യുന്നത്? ബഹുമാനപ്പെട്ട റിഫാഷയുടെ ഖബർ തകർക്കാൻ പോയി, ഇമാം നബവി റളിയല്ലാഹു ഖബർ തകർക്കാൻ പോയി. ഞാൻ പറയല്ല, വിചിന്തനത്തിൽ പറയുന്നു, മഹാന്മാരുടെ ഖബർ തകർക്കാൻ പോയി. മുഹമ്മദ് അബ്ദുൽ വഹാബ് പോയത് എന്തിനാ? ഒരു സഹാബിയുടെ പരിശുദ്ധമായ ഖബർ തകർക്കാൻ. കൂടെ അമീറിനെയും കൂട്ടി. ജുബൈലിലെ ജനങ്ങൾ തങ്ങൾക്കെതിരെ ആയുധമെടുക്കും അദ്ദേഹം ഭയപ്പെട്ടിരുന്നു. ഷെയ്ഖ് തന്നെയാണ് മഴുവെടുത്ത് വെട്ടി ഖബർ പൊളിച്ച് നീക്കിയത്. ഷെയ്ഖ് ഈമാനിന്റെ ഊക്കുകൊണ്ട് മൂപ്പറിന്റെ മഴുവെടുത്തു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ദേഷ്യം കൊണ്ട് അബൂജഹലിന്റെ ഭാര്യ സ്വന്തം കൈകൊണ്ട് പോയിട്ട് വറക് വെട്ടി മുള്ളു വെട്ടി പുണ്യ നബി നടക്കുന്ന വഴിയിടാറുണ്ടത്രേ. ഉമ്മു ജമീലക്ക് വേണി ആൾക്കാരെ കൊടുത്ത ആൾക്കാരെ ഏൽപ്പിച്ച് ചെയ്യും. പക്ഷെ ദേഷ്യം കൊണ്ട് മുഹമ്മദ് അബ്ദുൽ വഹാബ് അതേ ദേഷ്യം കൊണ്ട് ഒരു സഹാബിയുടെ ഖബർ തകർക്കാൻ വേണ്ടി 600 പട്ടാളക്കാരൊപ്പം ഉണ്ടായിട്ടും അവരോട് പറഞ്ഞു, നിങ്ങൾ മാറി നിൽക്കൂ, ഞാൻ ചെയ്യട്ടെ, ഭാവിയിൽ ഐഎസ്കാർക്ക് ഒരു പ്രചോദനമാവട്ടെ. ഇത് ഞങ്ങളെ പുസ്തകത്തിലല്ല, ഇത് ഇസയുടെ പ്രസിദ്ധീകരണമല്ല, ഇത് നിങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നതാണ്. എത്ര ഗൗരവമാണ് നിങ്ങൾ ആലോചിക്കുന്നത്. അപ്പൊ ഈ പണി തുടങ്ങി വെച്ചത് ഖവാരിജിയാക്കൾ പിന്നീട് ഏറ്റെടുത്തു. മുഹമ്മദ് അബ്ദുൽ വഹാബ് കഴിഞ്ഞില്ല. ഇദ്ദേഹം ചെയ്ത സേവനങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ. വെറും സെയ്ദ് ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഖബർ മാത്രമല്ല, ഇനി നോക്കൂ നിങ്ങൾ, മഹദിയായ ബീബി ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഖബറിന്റെ മുകളിലുണ്ടായിരുന്ന കുബ്ബയും ഇവർ തച്ച് തകർത്തു. ഇത് ഇവരുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഞാൻ ഈ പുസ്തകം പറഞ്ഞല്ലോ, ഇത് വലിയ പുസ്തകമാണ്, ഇത്ര കട്ടിന്റെ പുസ്തകം. കാസർകോട്ട് നിന്ന് കണക്ക് ഏറ്റി പോരാൻ നല്ല പ്രയാസമാണ്. ഒക്കെ മൊബൈലിൽ കയറ്റി കൊടുക്കുന്നതാണ്. അതൊക്കെ ഇവിടെ ഏറ്റി നടക്കുക വലിയ പുണ്യമുള്ള കാര്യമൊന്നുമല്ലോ ഈ സാധനം ഏറ്റല്ലേ. ഖുർആനൊക്കെ നമുക്കൊരു കൂലി ഉണ്ടായിരിക്കാം, ഈ പുസ്തകം കെട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. അപ്പൊ ഞാൻ എന്റെ ഉദ്ധരണികൾ വായിക്കാം. മക്ക മദീന പള്ളികൾക്ക് സമീപം ഉയർത്തപ്പെട്ടിരുന്ന കബറിടങ്ങൾ നിരപ്പാക്കി. ചില ആളുകളൊക്കെ ഇപ്പൊ ചോദിക്കാറുണ്ട്, മക്കത്തും മദീനത്തും പോയി വന്ന ചോദിക്കാറുണ്ട്, എന്താ അവിടെ നമുക്ക് ഖബർ കെട്ടിപ്പൊന്തിച്ച് കാണാമല്ലോ. അതൊക്കെ ഇവരത് നിരപ്പാക്കി പിന്നെങ്ങനെ കാണാം? ഇതവരെ പുസ്തകത്തിലാണ് പറയുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഖബറുകളൊക്കെ തച്ച് നിരപ്പാക്കി. കഴിഞ്ഞില്ല. സയ്യിദത്തുനാ കേട്ടോളൂ നിങ്ങൾ, ബീവി ഖദീജ ബീവിയുടെ ഖബറിന്റെ മുകളിലുണ്ടായിരുന്ന കുബ്ബ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച സ്ഥലത്തെ കുബ്ബ. വിചിന്തനം എഴുതുന്നു, ചരിത്ര സ്മാരകങ്ങളായി കാണപ്പെടേണ്ട സ്മാരകങ്ങളൊക്കെ IS തകർത്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ലോകത്തേറ്റവും വലിയ നേതാവ് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച സ്ഥലമല്ലേ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്മരിക്കപ്പെട്ടിരുന്ന സ്ഥലം? അവിടെ ഉണ്ടായിരുന്ന കുബ്ബത തകർത്തു കളഞ്ഞു. മാത്രമല്ല, സഹാബി വര്യന്മാരുടെ പേരിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങൾ ആദരം അർപ്പിക്കുന്ന സ്മാരകങ്ങൾ എല്ലാം തട്ടി നിരപ്പാക്കി. മുഹമ്മദ് അബ്ദുൽ വഹാബ് ചെയ്ത സേവനം പറയാ, പുണ്യം പറയാ. എന്ത് പുണ്യനബിയുടെ പ്രിയപ്പെട്ട ഭാര്യ ബീവി ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഖബറിന്റെ മുകളിൽ ഉണ്ടായിരുന്ന കുബ്ബ തച്ച് നിരപ്പാക്കി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച സ്ഥലമാണെന്ന് ഭാവിയിൽ വരുന്ന ആളുകൾക്ക് സ്മാരകമായിട്ട് കാണപ്പെടുന്ന ആ കുബ്ബ തച്ച് നിരപ്പാക്കി. കഴിഞ്ഞില്ല. മക്കത്തും മദീനത്തുണ്ടായിരുന്ന സമ്പത്തൊക്കെ കൊള്ളയടിച്ചു. അവിടെ ഉണ്ടായിരുന്ന മദീനത്ത് പരിശുദ്ധമായ റോളയിൽ ആളുകൾ കൊണ്ടുവന്ന് നേർച്ചയിട്ടിരുന്നു. സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടായിരുന്നു, ഒക്കെ കൊള്ളയടിച്ചു. ആര്? മുഹമ്മദ് അബ്ദുൽ വഹാബ്. ഇന്ന് IS ചെയ്യണ പണി എന്താ? നിങ്ങൾ ആലോചിച്ച് നോക്കുന്നത്. അപ്പോ ഖവാരിജിയാക്കളെ തനി പകർപ്പായിക്കൊണ്ടാണ് മുഹമ്മദ് അബ്ദുൽ വഹാബ് കടന്നു വരുന്നത്. ഇനി മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ തനി പകർപ്പായിട്ടാണ് കേരള വഹാബിസം കടന്നു വരുന്നത്. എന്താ കേരള വഹാബിസത്തിന്റെ പ്രത്യേകത? ഖവാരിജിയാക്കൾക്ക് പറഞ്ഞ അതേ ഗുണങ്ങളൊക്കെ ഇവർക്കുണ്ട്. ഖവാരിജിയാക്കൾക്ക് നമ്മൾ പറഞ്ഞ എന്തൊക്കെ ഗുണ? മുസ്ലിമീങ്ങളെ കാഫറാക്കുക, അത് ഇവർ ചെയ്തില്ലേ? കേരള വഹാബികൾ മുസ്ലിമീങ്ങളെ കാഫറാക്കിയില്ലേ? ഞാൻ വായിക്കാം, ഉദ്ധരണികൾ വായിക്കാം, ക്ലിപ്പുകൾ കേൾപ്പിക്കാം. കേരള മുസ്ലിമീങ്ങളെ കാഫറാക്കിയില്ലേ? ഇതെന്താ സാധനം? EK ഹസൻ മുസ്ലിയാർക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സമുന്നതനായ നേതാവ് പ്രസിഡന്റായിരുന്ന ജനാബ് K ഉമർ മൗലവി എഴുതിയ കത്ത. എന്താ എഴുതിയത്? EK ഹസൻ മുസ്ലിയാർ അസ്ലിം തസ്ലം. ഹസൻ മൗലവി നിങ്ങൾ മുസ്ലിം ആകണം. അതിന്റെ അർത്ഥം നിങ്ങളിപ്പോ മുസ്ലിം അല്ല, കാഫറാണ്. മുസ്ലിമായ തസ്ലമിക്ക് രക്ഷപ്പെടാം. സ്വർഗം നിറകൊക്കെ മുമ്പ് കയ്യിലാണല്ലോ.
അസമൂല്യർ നിങ്ങൾ മുസ്ലിമല്ല, കാഫറാണ്, മുസ്ലിമായ രക്ഷപ്പെടാം. ഈ കത്തെഴുതിയപ്പോൾ അന്ന് കേരളത്തിൽ വൻ വിവാദം സൃഷ്ടിച്ചു. ഒരു പ്രസ്ഥാനത്തിന്റെ സമുന്നതനായ നേതാവിനെ കുറിച്ച് പച്ചയായി കാഫർ എന്ന രീതിയിൽ കത്തെഴുതിനെ കുറിച്ച് മുജാഹിദുകൾക്കിടയിൽ തന്നെ വലിയ പ്രശ്നമുണ്ടായപ്പോ ചില ആളുകൾ ഉമർ മൗലവി കത്തെഴുതി, ഏതായാലും അസമൂല്യരെ കുറിച്ച് കാഫർ എന്ന് പറഞ്ഞാൽ ശരിയല്ല. അപ്പൊ ഇയാൾ എന്താ മറുപടി അറിയോ? അസമൂല്യർ കാഫറാണ്, കാഫറാണോ എന്ന് സംശയിച്ചവനും കാഫറാണ്. എങ്ങനെയുണ്ട് പരിപാടി? അസമൂല്യർ മാത്രമല്ല കാഫർ, അസമൂല്യർ കാഫറാണോ എന്ന് സംശയിച്ചവനും കാഫറാണ്. ഇനി കേട്ടോളൂ, മുഹിദ്ദീൻ ഷേഖയെ രക്ഷിക്കണേ എന്ന് തേടുന്നതിൽ കുഫ്രിയത്തിന്റെ 4 കാരണങ്ങളുണ്ട്. ഒരു വട്ടം തേടിയാൽ 4 വട്ടം കാഫറാകും. മുഹിദ്ദീൻ ഷേഖയെ ഒരൊറ്റ വട്ടം വിളിച്ച 4 വട്ടം കാഫർ. നമ്മൾ കുത്തുബിയത്തിൽ എത്ര വട്ടം വിളിക്കും? 1000 വട്ടം. 1000 × 4 4000 വട്ടം കാഫർ. ഒരു കുത്തുബിയത്ത് കഴിഞ്ഞ് ഇറങ്ങുമ്പോക്ക് 4000 കാഫർ. ഉമർ ദർസയ്ക്ക് 10 കുത്തുബിയത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ 40,000 കാഫറാട്ടം അവിടെ ഇരിക്കുന്നത്. നിങ്ങൾ ആലോചിക്കുക, നമ്മളൊക്കെ എത്ര കാഫറ? എന്റെ പ്രിയപ്പെട്ട സലഫി സഹോദര, ഇതൊക്കെ നിങ്ങൾ എഴുതി വെച്ചതല്ലേ? കഴിഞ്ഞോ? കഴിഞ്ഞില്ല. ഇനി കാഫറാക്കി എന്ന് മാത്രമല്ല, നോക്കൂ നിങ്ങൾ, മുഹിദ്ദീൻ ഷേഖയെ രക്ഷിക്കണേ എന്ന് തേടിയവൻ കാഫറാകുന്നു, അങ്ങനെ തേടാൻ ഉപദേശിക്കുന്നവനും കാഫറാകുന്നു. ബഹുമാനപ്പെട്ട MT അവിടെ ഇസ്തിഹാസ കുഴപ്പമില്ല പ്രസംഗിച്ചിട്ടുണ്ടാവും, കാഫറായി. 1-ാം നമ്പർ കാഫറായിട്ട് അവിടെ ഇരിക്കുന്നത്. അതിന് വിരോധമല്ലെന്ന് പറഞ്ഞവനും കാഫറാ. എവിടൊന്നും വേണ്ട, ഇസ്തിഹാസ കുഴപ്പമില്ല, കാഫറായി. പിന്നെയോ, ആ വാദം ഉറപ്പിക്കാൻ വേണ്ടി ഖുർആൻ ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്തു കൊടുത്തവൻ 1000 വട്ടം കാഫറാണ്. ഒരൊട്ടൊന്നുമല്ല. ഇത് വല്ലാത്തൊരു മാജിക്കാണ്. മുതുകാടിനോട് ഇത് കഴിഞ്ഞോളുന്നില്ല. ഒരു മനുഷ്യൻ ഒറ്റടിക്ക് 1000 വട്ടാകി. ഇസ്തിഹാസക്ക് തെളിവുദ്ധരിച്ചു കഴിഞ്ഞാൽ 1000 വട്ടം കാഫറാണ്. ഇനി കഴിഞ്ഞോ? കഴിഞ്ഞില്ല. എത്ര സ്ഥലത്ത് അവർ കാഫറാക്കിയത്? നമ്മളെ കുറിച്ച് പച്ചയായി പറഞ്ഞല്ലേ കാഫറാണ്? പ്രസംഗിച്ചില്ലേ മുശ്രിക്കാൻ? എത്ര സ്ഥലത്ത് പ്രസംഗിച്ചു, എത്ര സ്ഥലത്തൊക്കെ പ്രസംഗിച്ചു. മാത്രല്ല, ഇനി മക്ബറയിലേക്ക് പോകുന്നതിനെ കുറിച്ച് അൽമനാർ എഴുതിയ ലേഖനം നോക്കൂ നിങ്ങൾ. ഖബറുകൾക്ക് നേർച്ച നേരുന്നതിൽ ഫലമുണ്ടെന്നും പ്രതിഫലമുണ്ടെന്നും വിശ്വസിക്കുന്നവൻ വിഡ്ഢിയും വഴിപിഴച്ചവനുമാകുന്നു. മമ്പറത്തേക്ക് പോയ വല്ല കാര്യമുണ്ടെന്ന് വിശ്വസിക്കുന്നവൻ വിഡ്ഢിയാണ്, വഴിപിഴച്ചവനാണ്. അള്ളാഹുവിന്റെ അടുക്കിലേക്ക് ആവശ്യപൂരണത്തിന് തന്മൂലം വഴി തുറക്കുമെന്നും വിഷമങ്ങളെ നീക്കുമെന്നും സുഖസൗകര്യങ്ങൾക്ക് വഴി തുറക്കുമെന്നും ആയുസ്സിനെ സംരക്ഷിക്കുമെന്നും വിശ്വസിക്കുന്നവൻ അവിശ്വാസിയും മുശ്രിക്കുമായിരിക്കും. മക്ബറയിൽ പോയാല് കുറക്കെ നേട്ടുണ്ട്, കാര്യണ്ട് എന്ന് വിശ്വസിച്ചവൻ മുശ്രിക്കാണ്, കാഫറാണ്. ഇനി കേട്ടോളൂ, അവനെ കൊല്ലൽ നിർബന്ധമാണ്. അൽമനാർ. പിന്നെ എന്താ പേര് നമ്മൾ കൊല്ലാത്തത്? കേരളത്തിൽ നടക്കാത്തോണ്ട് പച്ചയായി എഴുതി വെച്ചില്ലേ ഇതൊക്കെ? എന്റെ പ്രിയപ്പെട്ട സലഫി സഹോദര, ഇതൊക്കെ നിങ്ങൾ ഒരു കാലത്ത് എഴുതി വെച്ചല്ലേ? 1981 ഒക്ടോബർ, എനിക്കൊന്ന് 1 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. 1981 പുസ്തകമാണ് ഈ പറയുന്നത്. ഇതിന്റെയൊക്കെ ഞങ്ങൾക്ക് ഒറിജിനൽ കോപ്പികളുണ്ട്, നിഷേധിക്കാൻ കഴിയില്ല. എന്താണ് ഈ പറഞ്ഞ വാക്കിന്റെ ഗൗരവം? മഹാന്മാരെ മക്ബറയിൽ പോയി ഫലമുണ്ടെന്ന് വിശ്വസിക്കുന്ന അവിശ്വാസിയാണ്, കാഫറാൻ, അവനെ കൊല്ലൽ നിർബന്ധമാണ്. അമ്പറത്ത് നടക്കുന്ന നേർച്ചയുടെ കൊടിയേറ്റ് നിർത്തുന്ന പാണക്കാട് സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങൾ കാഫറാണ്, കൊല്ലൽ നിർബന്ധമാണ്. ഇതല്ലേ പറഞ്ഞർത്ഥം? ഇതന്നല്ലേ IS പറയണത്? നിങ്ങൾ തുടങ്ങി കൊടുത്തില്ലേ? നിങ്ങളൊക്കെ അതാണെന്നല്ല ഞങ്ങൾ പറയണത്, നിങ്ങൾ തുടങ്ങി കാണിച്ചു കൊടുത്തില്ലേ? ശരിയായില്ലല്ലോ. ഇനി എത്ര സ്ഥലത്ത് പച്ചയായി പ്രസംഗിച്ചു. അതിന് ഇവർ ചെയ്യുന്ന പണി എന്താ? വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്യാൻ. നമ്മൾ കാഫറാണ്, നമ്മൾ നരകത്തിലാണെന്ന് പറയാൻ ഇവർ ചെയ്യുന്ന പണി എന്താ? ആയത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്യാം. ആ പണി തുടങ്ങി വെച്ചതാരാ? അതും ഹവാരിജിയാക്കളാ. ഹവാരിജിയാക്കളെ കുറിച്ച് പറഞ്ഞപ്പോ സഹീഹുൽ ബുഖാരിയിൽ പറഞ്ഞല്ലേ, ഹവാരിജിയാക്കളെ സ്വഭാവം എന്താ? അവർ ചില ആയത്തുകൾ തേടിപ്പിടിക്കുന്നു. ഇങ്ങനത്തെ ആയത്തുകളാണ് കാഫിരീങ്ങളെ കുറിച്ചിറങ്ങിയ ആയത്തുകൾ അവർ കണ്ടെത്തുന്നു. കാഫിരീങ്ങളെ കുറിച്ചിറങ്ങിയ ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളെ കാഫറാക്കുന്നു. ആ പണിയിൽ ഇവരും ചെയ്ത് നോക്കൂ നിങ്ങൾ. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രൗഢോജ്വല പ്രഭാഷകൻ മുജാഹിദ് ബാലുശ്ശേരി, അദ്ദേഹം പറയുന്നു, നമ്മളൊക്കെ നരകത്തിന്റെ അടിത്തട്ടില. ആര്? സമസ്തക്കാരൊക്കെ. നമ്മളൊക്കെ, നമ്മളെ വാപ്പി ഉമ്മി വല്യപ്പ എല്ലാവരും കാഫറ, ഒക്കെ നരകത്തിലേക്കാ. എന്നിട്ട് അയാൾ പറയാ, സംഘമായിട്ടാ നരകത്തേക്ക് പോണ്. തെളിവെന്താ? വിശുദ്ധ ഖുർആനിലെ ആയത്ത്. നമ്മളൊക്കെ നരകത്തേക്ക് പോകുന്ന ഖുർആനിലുണ്ട്. കേട്ടോളൂ. കേട്ടോ, ഇത് ഇസ്ലാഹി പ്രസ്ഥാന.
ഇത് അളിയനും അമ്മായിയും ഒന്നും പരിഗണിക്കുന്ന പ്രസ്ഥാനമല്ലത്. ഇവിടെ ബാപ്പയും എളാപ്പയും ഒന്നുമില്ല. ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ അങ്ങനെ ബാപ്പയും ഉമ്മയും അളിയാമ്മയും ഒന്നുമില്ല. ഇവിടെ ഒക്കെ കണക്കാ. ഞാൻ ഒന്നുകൂടി മുമ്പ് പറയുന്നുണ്ട്, ഇന്നലെ വരെ ഞങ്ങൾ തോളിൽ കൈയിട്ടടന്ന സുല്ലമി, ഇടവണ്ണക്കാരൻ സുല്ലമി ഉണ്ടല്ലോ, അബ്ദുസലാം സുല്ലമി, അയാളെ കുറിച്ചാ പറയണത്. അയാൾ ഞങ്ങൾ ഇന്നലെ വരെ ഞങ്ങൾ തോളിൽ കൈയിട്ടടന്ന അയാളും കണക്ക കാഫറ. കേട്ടോളൂ. തോളിൽ കൈവച്ച സെലഫിയും നിലവരെ തോളിൽ കൈവച്ച സുല്ലമിയൊന്നും ഇവിടെ പ്രശ്നമല്ല. ഇവിടെ സ്വർഗ പ്രശ്നം. ഇവര് 4-5 ആൾക്കാർക്ക് സ്വർഗം, ബാക്കിയൊക്കെ നരകത്തേക്ക്. പറയണ്ടേ? മുജാഹിദുകൾക്ക് ഇത് തിരിയുന്നുണ്ടെന്നുള്ള എനിക്ക് കുറച്ച് പ്രയാസമുണ്ട്. ഉറപ്പല്ലേ മുജാഹിദിന് തന്നെ ഈ വിഷയം തിരിയോന്നുള്ള കാര്യത്തിൽ കുറച്ച് സംശയമുണ്ട്. കാരണം എന്താ, ഇന്നലെ വരെ കൊണ്ടുനടന്ന സുല്ലമിയെ കുറിച്ച് പറയുന്നു, അയാള് ശരിയല്ല. അബ്ദുറഹ്മാൻ സലഫിയെ കുറിച്ച് പറയുന്നു, അയാള് ശരിയല്ല. ഒക്കെ നരകത്തേക്കാ പോണത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അയാൾക്ക് കേരളത്തിൽ പറഞ്ഞ് മതിയാകാഞ്ഞിട്ട് പറയാണ് ലോക മുസ്ലിമീങ്ങളെ കാര്യം ഗുരുതരാണ്. കേട്ടോളൂ. എന്നറിയോ ചെങ്ങൈമാരെ, ഗൗരവമാണ് കേട്ടോ. ലോക മുസ്ലിം ജനതയുടെ അവസ്ഥ ഗൗരവമാണ് കേട്ടോ, തമാശയല്ല. ഒരു കാര്യത്തിലാ ആരെ കാര്യം പറയണത്? ലോക മുസ്ലിമീങ്ങളെ കാര്യം. എടവണ്ണയിലെ മുസ്ലിമീങ്ങളെ കുറിച്ചല്ല, മലപ്പുറം ജില്ലയിലെ മുസ്ലിമീങ്ങളെ കുറിച്ചല്ല, കേരളത്തിലെ മുസ്ലിമീങ്ങളെ കുറിച്ചല്ല, ലോക മുസ്ലിമീങ്ങളെ കാര്യം ഗൗരവമാണ്. എന്താ പ്രശ്നം? അദ്ദേഹം പറയുന്നു, ലോക മുസ്ലിമീങ്ങളൊക്കെ സംഘമായിട്ട്, ഒറ്റക്കല്ല ജമാഅത്തായിട്ട് നരകത്തേക്ക് പോകുകയാണ്. കേട്ടോളൂ. സംഘങ്ങളായിട്ട് ആ നരകത്തിലേക്ക് പോണത്. സുബ്ഹാനല്ലാഹ്. ലോക മുസ്ലിമീങ്ങളെ സംഘമായിട്ട് ജമാഅത്തായിട്ട് നരകത്തേക്ക് പോകുക. അതിന് തെളിവ് കേട്ടുള്ളൂ. രസം അതെന്റെ വിഷയം. എന്താ തെളിവ്? ലോക മുസ്ലിമീങ്ങൾ നരകത്തിലേക്ക് പോകുന്നു. അതിന് ആയത്തുണ്ടത്രേ. എന്താ ആയത്ത് കേട്ടോളൂ. എന്താ ആയത്ത്? വസീകല്ലദീന കഫറൂ ഇലാ ജഹന്നമ സുമറാ. ആ വാക്ക് ശരിക്കും ശ്രദ്ധിക്കും നിങ്ങൾ. വസീകല്ലദീന കഫറൂ, ആരെ കുറിച്ച് പറഞ്ഞ ആയത്താണ്? കഫറ കഫറ കഫറൂ വസീകല്ലദീന കഫറൂ, കാഫിരീങ്ങളായ ആളുകളെ വലിച്ചു കൊണ്ടുവരപ്പെടുന്നു ഇലാ ജഹന്നമ, നരകത്തിലേക്ക്. അല്ലാഹു ആരെ കുറിച്ചാ പറയുന്നത്? കാഫിരീങ്ങളെ കുറിച്ച്. മൗലവി ആരെ കുറിച്ചാ ഉദ്ധരിക്കുന്നത്? ലോക മുസ്ലിമീങ്ങളെ കുറിച്ച്. ലോക മുസ്ലിമീങ്ങളെ കുറിച്ച് അങ്ങനെ ഖുർആൻ ആയത്തുണ്ടെങ്കിൽ എങ്ങനെയാണ് അല്ലാഹു പറയേണ്ടത്? വസീകല്ലദീന അസ്ലമൂ, മുസ്ലിമീങ്ങളായ ആളുകളെ വലിച്ചു കൊണ്ടുവരപ്പെടുന്നു ഇലാ ജഹന്നമ സുമറാ. അങ്ങനല്ലേ ഖുർആൻ ഉണ്ടാണ്ടത്? ഇയാൾ ഓതി ആയത്തെന്താ? വസീകല്ലദീന കഫറൂ. ഇയാൾ എന്തിനാ പറയണത്? ലോക മുസ്ലിമീങ്ങൾ നരകത്തിലേക്ക് പോകുന്നു. തെളിവെന്താ? വസീകല്ലദീന കഫറൂ. എന്റെ പ്രിയപ്പെട്ട സലഫി സഹോദര, ഇത് ശരിയാണോ? നിങ്ങൾ പറയും. ഞങ്ങൾ വേറെ ഒന്നും കാണണ്ട. ഇപ്പൊ അത് എസ്കസ്വരല്ലേ, സമസ്തക്കാരല്ലേ, നമ്മളെ കുറ്റല്ലേ പറഞ്ഞു എന്ത് ചിന്തിക്കണ്ട. അദ്ദേഹം പറഞ്ഞത് മാത്രം ചിന്തിക്കും. ഇത് ശരിയാണോ? ഇത് ശരിയാണോ? നമ്മൾ പറയും. ഇത് ഖവാരിജിയാക്കൾ ശരിയല്ലേ? ഇത് ഖവാരിജിയാക്കൾ തുടങ്ങി വെച്ച പണിയല്ലേ? നിങ്ങളും അറിയാതെ ഏറ്റെടുത്തില്ലേ? തെറ്റ് സംഭവിച്ചിട്ടില്ലേ? ഒന്ന് മനസ്സിരുന്നു നിങ്ങൾ ഒന്ന് കിടക്കുമ്പോൾ ഒന്ന് ആലോചിക്കും. നിങ്ങൾ ഇപ്പൊ തന്നെ ഇയാൾ പറഞ്ഞായിരിക്കും, ഇയാൾ നമ്മളോട് പറഞ്ഞു ഇപ്പൊ തന്നെ സലഫിയാകണമെന്ന്. അന്നൊന്നും നമ്മൾ പറയണില്ല. നിങ്ങൾ ഇപ്പൊ തന്നെ സുന്നിയാകണമെന്ന് പറയണില്ല. നിങ്ങളൊന്നൊന്ന് കിടക്കുമ്പോൾ ആലോചിക്കും, കുറച്ചൊക്കെ നമ്മുടെ പറ്റിയില്ലേ? കുറച്ചൊന്നല്ല, നന്നായിട്ട് പറ്റിയില്ലേ? ആദ്യം കുറച്ചാലോചിച്ചാൽ മതി. പിന്നെ അതാണ് ബോധ്യപ്പെടുമ്പോൾ അടുത്തേക്ക് കിടന്നാൽ മതി. ശരിയല്ലേ ഞങ്ങൾ ഈ പറയണത്? നിങ്ങൾ ഇതിനെ കുറിച്ച് എന്ത് മറുപടി പറയണമെന്ന് ആലോചിക്കണ്ട. ഈ പറയുന്നത് ശരിയല്ലേ? എന്താ അദ്ദേഹം പറഞ്ഞ വാക്ക് നോക്കും നിങ്ങൾ. ലോക മുസ്ലിമീങ്ങൾ സംഘമായി നരകത്തിലേക്ക് പോകും. ഒന്നുകൂടി ആ ഭാഗം മാത്രം കേൾപ്പിക്കായത്തും. സംഘങ്ങളായിട്ട് നടക്കൂ എന്ന് പറഞ്ഞ് നരകത്തിലേക്ക് തള്ളി നീക്കി കൊണ്ടുപോകുന്ന 19 കാവൽക്കാരായ ആ നരകാഗ്നിയിലേക്കുള്ള പോക്കാണ്. ആര്? ലോക മുസ്ലിമീങ്ങൾ. ലോക മുസ്ലിങ്ങൾ സംഘമായി നരകത്തിലേക്ക് പോവാ. ഇയാൾ പച്ചയായിട്ട് വേറെ പ്രസിദ്ധുണ്ട് സന്നികളെ കുറിച്ച്. മുശ്രിക്ക് എന്ന വാക്കിന് ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാ ക്ലിപ്പിടാൻ സമയമല്ലല്ലോ, വേറെ കുറച്ച് ഇടേണ്ടതുണ്ട്. ഇപ്പത്തെ പുതിയ വിഷയം കുറച്ച് ഇടാനുണ്ട്. നമ്മളെ കുറിച്ച് മുശ്രിക്ക് എന്ന വാക്കിന് ഉപയോഗിച്ചിട്ടുണ്ട്. ഇല്ലേ? ഉണ്ടല്ലോ, എത്ര സ്ഥലത്ത് ഉപയോഗിച്ചു. ശരിയായില്ലല്ലോ ഇതൊന്നും ശരിയായ പോക്കായിരുന്നില്ല. അപ്പോൾ ഖവാരിജിയാക്കൾ അതേ പകർപ്പായി വഹാബിസം ലോകത്ത് കടന്നു വന്നു. അതേ പേര് തന്നെ കേരളത്തിലേക്ക് കടന്നു വന്ന പ്രസ്ഥാനം, അവരും അതേ പണി തന്നെ സ്വീകരിച്ചു. ഇനി ഇവർ ചെയ്ത പണി മറ്റെന്താ? നല്ലതിനോടൊക്കെ ഇവർ അനാദരവ് കാണിച്ചു. അല്ലെ?
നല്ലതിനോടൊക്കെ അനാദരവ് കാണിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ ബിയുടെ ഖബറിന്റെ മുകളിലെ കുബ്ബ തകർത്ത് കളഞ്ഞു, അനാദരവ് കാണിച്ചു. എന്നാലോ ഈ ബാലുശ്ശേരിക്കാരൻ പറഞ്ഞ കേട്ടോളൂ നിങ്ങൾ, കഅബനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്ക്, പരിശുദ്ധമായ മക്കയെ കുറിച്ച് പറയുന്ന വാക്ക്, കഅബ ആലയത്തിലേക്ക് ചില ആളുകൾ ഹജ്ജിന് പോയി കഴിഞ്ഞാൽ ആ കില്ലം നിങ്ങൾ തൊട്ട് നിൽക്കാറുണ്ട് അല്ലേ? നിങ്ങൾ ഹജ്ജിന് പോയി അറിയില്ലേ? ആ പരിശുദ്ധമായ മുൽതസിമിന്റെ അവിടെ കെട്ടിപ്പൊടിഞ്ഞ് നിൽക്കാറുണ്ട്. ഇതിനെക്കുറിച്ച് അയാൾ പറഞ്ഞ വാക്കെന്താ? അദ്ദേഹം പറഞ്ഞ ശൈലികൾ എന്താ? വളരെ മോശമായിട്ടുള്ള ശൈലികൾ. ഇതൊന്നും ഒരു പണ്ഡിതന്മാരെ നാവിന് വരാൻ പറ്റുന്നതായിരുന്നു. ഒരു മതസംഘടനയുടെ നേതൃനിരയിൽ നിൽക്കുന്ന ആളുകളുടെ നാവിൽ വരാൻ പറ്റുന്നതായിരുന്നു. അദ്ദേഹം പറഞ്ഞ വാക്ക് നോക്ക് നിങ്ങൾ. ലോകത്ത് 2 രാജ്യങ്ങൾ, ഷിർക്കിന് വേണ്ടി മാത്രം ജീവിക്കുന്ന 2 രാജ്യങ്ങൾ. ആ 2 രാജ്യങ്ങളിൽ ഒന്ന് ഇറാനാണ്, ഒന്ന് പാകിസ്ഥാനാണ്. ഷിർക്കിന് വേണ്ടി മാത്രം ജീവിക്കുന്ന 2 രാജ്യങ്ങൾ, ഒന്ന് ഇറാൻ, ഒന്ന് പാകിസ്ഥാൻ. പറയട്ടെ. സൗദിയിൽ മണ്ണ് തീർന്നുകൊടുക്കുകയാണ്. പ്രത്യേകിച്ച് ജബലുർ റഹ്മയിലൊക്കെ ഉള്ള തായ്വരയിൽ മണ്ണില്ലാണ്ടായി പാകിസ്ഥാനിൽ തിന്നിട്ട്. വെറുതെ തിന്നുക, വെസ്റ്റിട്ട് തിന്നുക അല്ല, ഇബാദത്താകുന്ന മണ്ണ് തീറ്റി. കണ്ടിട്ടുണ്ടോ? പരിശുദ്ധ ഹറമില് തവാഫ് ചെയ്യേണ്ടതിന് പകരം പല്ലി അട്ടത്ത് പറ്റി പിടിച്ച മാതിരി അവിടെ പറ്റി പിടിച്ച് കിടക്കുക. ഇവനൊക്കെ വലിച്ചിട്ട് അറബികളെ കൈ മുറിഞ്ഞു പോവുകയാണ്, അതിന് കെട്ടിപ്പിടിക്കണേ. എന്താണ് അവിടത്തെ സവിശേഷം? അവിടെ ഇറാഖുഹയെ ചെന്നിട്ട് ഒരു പാകിസ്ഥാൻ എന്ത് കല്ലിന്, ഞാൻ വിചാരിച്ചു മൂപ്പരെ കല്യാണം കഴിഞ്ഞാണ് പാറയായിട്ട്. എന്തിനാണ് ഈ പറയണതൊക്കെ? കഅബ ഷരീഫുമായി കെട്ടിപ്പിടിച്ചതിനെ കുറിച്ച് പറഞ്ഞ വാക്കെന്താണ്? പല്ലി അട്ടത്ത് അള്ളി പിടിച്ചു നിൽക്കുന്നത് പോലെ. ഇതൊക്കെ ശരിയാണോ? ഇങ്ങനൊക്കെ പറയാൻ പാടുണ്ടോ? പരിശുദ്ധമായ കഅബാലയത്തെ കുറിച്ചായി പറഞ്ഞത്, മക്ബറയെ കുറിച്ചല്ലേ പറയുന്നത്. പരിശുദ്ധമായ കഅബാലയം. ഹജ്ജിന് പോയതൊരു മുസ്ലിമൻ ആ കഅബാലയത്തിന്റെ അടുക്കൽ എത്തുമ്പോൾ മനസ്സ് പൊട്ടിപ്പോകാറില്ലേ? എന്റെ പ്രിയപ്പെട്ട സലഫി സഹോദര, നിങ്ങളെ നാവിലൂടെ കഴിഞ്ഞ കാലങ്ങളിൽ വന്നുപോയ വാക്കുകളാണിതൊക്കെ. ഇനി കഴിഞ്ഞില്ല. ഇവിടെ ഇടവണ്ണക്കാർ പണിയൊപ്പിച്ചിട്ടുണ്ട്. എന്താ? വിഗ്രഹധ്വംസനം. എന്ത് വിഗ്രഹധ്വംസനം? വിഗ്രഹധ്വംസം എന്ന് പറഞ്ഞാൽ ഏതൊരു ക്ഷേത്രത്തിലുള്ള വിഗ്രഹം എടുത്ത് വലിച്ചെറിയലല്ല ഇവർ ചെയ്ത പണി. ഇവരെന്താ ചെയ്തത്? ഇവരെ സുവനീറിൽ പറയുന്നു, മലപ്പുറം ജില്ലാ സമ്മേളന സുവനീറിൽ പറയുന്നു വിഗ്രഹധ്വംസനം അഥവാ ജാറം പൊളി. എന്തിനെ കുറിച്ചാ പറയണ അറിയോ? എന്തിനെ കുറിച്ചാ? എടവണ്ണ അലവി മൗലയുടെ നേതൃത്വത്തിൽ, അഥവാ ഇപ്പോൾ ഇവിടെ ജീവിച്ചിരിക്കുന്ന അബ്ദുസ്സലാസുല്ലമ്മയുടെ ഉപ്പയായ അലവി മൗലയുടെ നേതൃത്വത്തിൽ ഇവരുടെ പള്ളിയിൽ നിന്ന് ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട് പോയി. എന്തിന്റെ? ഇവിടെ ഉണ്ടായിരുന്ന ഒരു മക്ബറ തകർക്കാൻ വേണ്ടി. എന്നിട്ട് അവർ പറയുന്നു അള്ളാൻ റസൂല് മക്കം ഫത്ഹായതിനു ശേഷമാണ് മക്കയിലെ ബിംബങ്ങളൊക്കെ തകർത്ത് കളഞ്ഞത്. ഞങ്ങൾ എടവണ്ണ ഫത്ഹാകണതിന് മുമ്പ് തന്നെ ഖബർ പൊളിച്ചു മാറ്റി. ഖവാരിജിയാക്കൾ ചെയ്ത പണി, മുഹമ്മദ് അബ്ദുൽ വഹാബ് ചെയ്ത പണി ഖബർ തകർക്കൽ. ഇന്ന് IS ചെയ്യുന്ന പണി ഖബർ തകർക്കൽ. ഇവരിവിടെ ചെയ്ത പണിയും ഖബർ തകർക്കൽ. ഇതൊക്കെ തമ്മിൽ എന്തൊക്കെയോ അല്ലേ? നിങ്ങൾ ആലോചിച്ചു. എന്റെ പ്രിയപ്പെട്ട സലഫി സഹോദരന്മാരെ, ചിന്തിക്കൂ. നിഷേധിക്കാൻ കഴിയില്ല. കാരണം നിങ്ങളുടെ പുസ്തകം തിരിച്ചുകൊണ്ടാ ഞങ്ങൾ ഈ കാര്യങ്ങൾ പറയുന്നത്. നിഷേധിക്കാൻ കഴിയോ? എവിടേക്കാണ് ഈ പ്രസ്ഥാനത്ത് ഇവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്? എന്നിട്ടിപ്പോ കുറച്ചാളുകൾ ഇപ്പൊ അവിടെ നിന്നൊക്കെ വിട്ടു. കുറച്ചാളുകൾ ഇപ്പോ ഇവിടുത്തെ ദീനൊന്നും ശരിയല്ല, ഒന്നും ശരിയല്ല, ഇവിടുത്തെ ദീനൊന്നും ശരിയല്ല. ആരുടെ? നമ്മളത് മാത്രമല്ല. അതല്ലേ രസം. നമ്മുടെ ദീൻ മാത്രമാണെങ്കിൽ ഞങ്ങൾ ചിന്തിക്കായിരുന്നു സമസ്തക്കാർ ശരിയില്ലായിരുന്നു. ഓക്കെ, പിന്നെ ആര് ശരിയല്ല? സമസ്തക്കാർ മാത്രമല്ല, മുജാഹിദും ശരിയല്ല. ആരാ പറയുന്നത്? നമ്മളല്ല പറയുന്നത്. ഇവര് പ്രസിദ്ധീകരണത്തിൽ തന്നെ പറയാണ് മുജാഹിദ് പ്രസ്ഥാനവും ശരിയല്ല. ഏത് മുജാഹിദ്? ഇവിടുത്തെ ഒരൊറ്റ മുജാഹിദും. നമ്മൾ പറയല്ല. ഇസ്ലാഹ് മാസികയിൽ പറയുന്നു ഇവിടുത്തെ എല്ലാ മുജാഹിദും പയച്ചു. സുന്നികൾ ഏതായാലും പയച്ചു. നമ്മൾ പിന്നെ പയച്ചാണല്ലോ. ഇവരെ കാഴ്ചപ്രകാരം മുമ്പേ പയച്ചു പോയല്ലോ. പിന്നെ ആകെ ഉണ്ടായിരുന്ന സ്വർഗത്തിലേക്ക് പോകാനായിട്ട് ആകെ ഉണ്ടായിരുന്നത് ആരാ? നമ്മളെന്തായാലും നരകത്തിന്റെ അടിത്തട്ടിലായി സമസ്തക്കാരൊക്കെ. കാരണം ഖുർആൻ അല്ലാഹു പറഞ്ഞെന്താ? വസീഖല്ലദീന കഫറു, സമസ്തക്കാരൊക്കെ നരകത്തേക്ക് പോയിന്ന. അവിടെ നമ്മൾ പോയി. പിന്നെ സ്വർഗത്തിലേക്ക് പോകാൻ ആകെ ഇവർ പരിചയപ്പെടുത്തിയത് മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ചാണ്. എന്നാൽ ആ മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് ഇവര് തന്നെ ഇസ്ലാഹ് മാസികയിൽ നോക്കും നിങ്ങൾ. അഹ്ലുസുന്നയുടെ അവകാശം തങ്ങൾക്കാണെന്ന് സ്ഥാപിക്കാൻ പാടുപെടുന്ന മറ്റൊരു കൂട്ടരുണ്ട് കേരളത്തിലെ മുജാഹിദ് സംഘടനക്കാർ. സമസ്തക്കാരെല്ലാം ശരിയല്ല, പിന്നെ സുന്നികൾ ഞങ്ങളാണ് അഹ്ലുസുന്ന. ഇപ്പൊ ഇവർ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ സുന്നികൾ. ഇപ്പൊ സലഫി വരാൻ താല്പര്യമില്ല. പണ്ട് വരെ പേരെന്തിരുന്നു? വഹാബികൾ എന്നായിരുന്നു. പിന്നെ വഹാബികൾ ലോകത്ത് മൊത്തം തീവ്രവാദികളെ അറിയപ്പെട്ട പേര് മാറ്റി. ഇവർ കേസ് കൊടുത്തു. എന്റെ കയ്യിൽ രേഖയുണ്ട്. ഞങ്ങളെ വഹാബികൾ എന്ന് വിളിക്കുന്നുണ്ട്.
കോടതി, ബഹുമാനപ്പെട്ട കോടതി വിചാരിച്ച് മറ്റുള്ളവരോട് പറയണം ഞങ്ങളെ വഹാബി എന്ന് വിളിക്കരുത്, സ്വന്തം നേതാവിന്റെ പേര് ചേർത്തി പറയാൻ പാടില്ലെന്ന് പറഞ്ഞ് കേസ് കൊടുത്ത നാണം കെട്ട ഒരു വിഭാഗം ലോക ചരിത്രത്തിലുണ്ടെങ്കിൽ അത് വഹാബി പ്രസ്ഥാനം മാത്രമാണ്. പേരൊന്ന് മാറ്റിത്തരണം, ഞങ്ങളെ പേര് വിളിക്കരുത്. പിന്നെ സലഫി ഇട്ടു, ഇപ്പൊ പറഞ്ഞു ഞങ്ങൾ സലഫി അല്ല. പിന്നെ എനിക്ക് മുജാഹിദ് ഇട്ടു, അതതിലേറെ പ്രശ്നമായി ജിഹാദ്. ഇപ്പൊ അതും ഉണ്ടാവുക. ഇപ്പൊ എല്ലായിടത്തും പറയാം ഞങ്ങളാ സുന്നി, ഞങ്ങളാ സുന്നി. അപ്പൊ ഇസ്ലാഹിയർ പറയാം ഞങ്ങൾ സുന്നിയല്ല. ഇസ്ലാഹ് ആരെ മാസികയാണ്? നമ്മുടെ മാസികയല്ല. ആരാണ് ഇതിന്റെ ചീഫ് എഡിറ്ററും ഇതിന്റെ എല്ലാം ആരാ? മുജാഹിദ് നേതാക്കന്മാരാ. ഇസ്ലാഹാണ്. സുന്നത്ത് ജമാഅത്തിന്റെ മാസികകളായ സത്യധാരയല്ല, സുന്നി അഫ്കാറല്ല, ഇത് ഇസ്ലാഹ് മാസികയാണ്. ഇതിൽ പറയുന്നു കേരളത്തിലെ സലഫികളൊന്നും ശരിയല്ല, കാരണം അവരുടെ പോക്കൊന്നും ശരിയല്ല, അവരൊന്നും യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളല്ല. ഇവര് മുഅ്തസിലിയാക്കൾ പോലെയുള്ള പൂർവ്വകാലത്ത് കഴിഞ്ഞുപോയ ബിദ്ഈ കക്ഷികളാണ് ഇവർ. ഇതൊക്കെ പണ്ടേ നമ്മളെ ഉസ്താദുമാർ പറഞ്ഞു. 926 കാലങ്ങളിൽ നമ്മൾ ഉസ്താദുമാർ പറഞ്ഞ കാര്യമാണ്. പക്ഷെ ഇവർക്ക് തിരിയാൻ 10-90 കൊല്ലം കഴിയേണ്ടി വന്നു. എന്നിട്ട് പറയുന്നു യഥാർത്ഥ ഇസ്ലാം ഉള്ളത് എവിടെയാണ്? അത് യമനിലാണ്. പടച്ച റബ്ബേ, പണ്ട് എല്ലാരും യമനിൽ ഇങ്ങോട്ട് പോരുന്നു. മമ്പറ നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്ന, ഫസൽ ബുക്കോയ തങ്ങൾ ഇങ്ങോട്ട് പോന്ന, വരക്കൽ മുല്ലക്കോയ തങ്ങൾ യമനിൽ ഇങ്ങോട്ട് പോന്ന, ഷംസുലയുടെ പാരമ്പര്യം അത് യമനിൽ ഇങ്ങോട്ട് പോന്നതാണ്. എല്ലാരും കേരളത്തിലേക്ക് വരുമ്പോൾ കുറച്ച് ആൾക്കാർ അങ്ങോട്ട് വണ്ടി കയറി. എവിടേക്ക്? യമനിലേക്ക്. എന്നിട്ട് പറഞ്ഞെന്താ അറിയോ? അവിടെയാണ് യഥാർത്ഥ ഇസ്ലാം ഉള്ളത്. ഇപ്പൊ ഞാൻ ജോലി ചെയ്യുന്ന കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂരിനടുത്ത് പടന്ന എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ നിന്നാണ് കാര്യമായിട്ട് ആളുകൾ പോയിട്ടുള്ളത്. 10-20ഓളം കുടുംബത്തെ കാണാനില്ല ഒറ്റടിക്ക്. 20ഓളം കുടുംബങ്ങളെ കാണാനില്ല. എവിടേക്കാ പോയത്? അവർ ഹിജറ പോയി. എവിടുന്ന് ഹിജറ പോയി? കേരളത്തിൽ നിന്ന്. കേരളത്തിൽ താമസിക്കാൻ പറ്റൂല പോലും. സുബ്ഹാന ജല്ല ജലാലു. അതിലൊക്കെ നല്ല വിദ്യാഭ്യാസ സമ്പന്നരുണ്ട്, നന്നായിട്ട് പഠിച്ചവർ. പീസ് ഇന്റർനാഷണൽ സ്കൂളിലെ ടീച്ചർമാരാ കൂട്ടത്തിലുണ്ട്. പെട്ടെന്നൊന്നും കൈ ഒഴിഞ്ഞു പോരാൻ, കൈകൈകില്ലെന്ന് പറയാൻ കഴിയില്ല കൂട്ടരെ. കുറച്ചൊക്കെ എന്തൊക്കെയോ സംഭവിച്ചു പോയി. ഞങ്ങൾ ആ സ്ഥാപനം തീവ്രവാദത്തിന്റെ കേന്ദ്രം ഞങ്ങൾ പറയുന്നില്ല, അങ്ങനെയുള്ള ആരോപണ ശൈലി ഞങ്ങൾ സ്വീകരിക്കാറില്ല. പക്ഷേ എന്തൊക്കെയോ ചിലത് സംഭവിച്ചു പോയി. പീസ് ഇന്റർനാഷണൽ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാരുൾപ്പെടെ 17ഓളം കുടുംബങ്ങൾ പടന്നീന്ന് പോയി. ആ കുടുംബത്തിലെ പലരും എന്റെ അടുത്ത് നേരിട്ടൊന്നു പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, ഉസ്താദേ ഞങ്ങളൊക്കെ വല്ലാത്ത പ്രയാസത്തിലാണ്. അവര് പോയ പ്രശ്നത്തിനേക്കാൾ ഉപരി അവര് പോയി, അത് പോട്ടേക്കാം. ഇപ്പൊ ഞങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ദിവസം തോറും പോലീസുകാർ കയറി വരുന്നു. ഈ പാവങ്ങളായ ഉമ്മയും വാപ്പ എന്ത് ചെയ്തു? നിങ്ങൾ ചിന്തിക്കണം. മക്കളൊക്കെ മുജാഹിദായാൽ എന്താ? ഇതൊക്കെ തന്നെ. SKSSF ആയതിന്റെ പേരിൽ ഒരു വീട്ടിലും പോലീസുകാരെ വന്നിട്ട് നിങ്ങളെ മോൻ SKSF ആണല്ലേ, നിങ്ങളെ മോനെ കുറിച്ച് ഇങ്ങനെ ചില തെറ്റിദ്ധാരണകളുണ്ട്. ഇല്ല, കേരളത്തിലൊരു വീട്ടിലും പോലീസുകാർ വന്നിട്ട് അന്വേഷിച്ചിട്ടില്ല. കാരണം അവർക്കറിയാം ഇത് സമസ്തയുടെ അച്ചടക്കമുള്ള വിദ്യാർത്ഥി സംഘടനയാണ് സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ. അവർക്കറിയാം. ഞങ്ങൾ ഈ ഇസ്തിഖാമത്ത് ഈ പരിപാടി നടത്തുന്നതിന് മുമ്പ് നിലമ്പൂർ നടത്തിയത്. നിലമ്പൂര് പ്രോഗ്രാം നടക്കുന്ന മോഡി കേരളത്തിൽ വന്ന ദിവസമാണ്. പോലീസുകാർ ഇസ്തിഖാമത്ത് പ്രോഗ്രാം ഒരു പറഞ്ഞു മാറ്റിവെക്കണം. ഇന്ന് പോലീസുകാർ ഇവിടെ ഒക്കെ കോഴിക്കോട്ടേക്ക് പോവുകയാണ്. ഇവിടെ വല്ല പ്രശ്നം ഉണ്ടായാൽ പറ്റൂല, ഞങ്ങൾക്ക് നേരിരിക്കാൻ ആളുണ്ടാവൂല. അവിടുത്തെ പ്രവർത്തകന്മാർ ബന്ധപ്പെട്ടു. ആ പോലീസുകാർക്ക് ഇസ്തിഖാമത്ത് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ, അതാ പ്രശ്നം. ആ പോലീസുകാർ പ്രവർത്തകന്മാർ പറഞ്ഞു, നമ്മൾ നേതാക്കന്മാർ വിളിച്ചു, അത് സമസ്തന്റെ വിദ്യാർത്ഥി സംഘടന SKSFന്റെ ഉപസമിതി. ആ എന്നായിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. കാരണം അവർക്കറിയാം സമസ്ത എന്ന് പറഞ്ഞാൽ SKSSF എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രശ്നമുണ്ടാക്കുന്ന പ്രസ്ഥാനമല്ല. അവരാണെങ്കിൽ നടത്തിക്കോട്ടെ, ഒരു കുഴപ്പമില്ല, ഞങ്ങൾ ആരില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം ഇവിടെ പരിപാടി നടക്കുന്നു, വല്ല പ്രശ്നമുണ്ടോ? നമ്മൾ മാന്യമായിട്ട് കാര്യങ്ങൾ തുറന്ന് പറയുന്നു, വല്ല പ്രശ്നമുണ്ടോ? എന്താണ് എന്റെ ഗൗരവങ്ങൾ ആലോചിക്കുന്നത്? 17 കുടുംബങ്ങൾ ഇവിടുന്ന് പോയി യമനിലേക്ക്. എന്നിട്ടോ ഇപ്പൊ സക്കരിയ സലാഹി എങ്ങനെ പുകഴ്ത്തി പ്രസംഗിക്ക? എന്താ ഇപ്പൊ യമനിക്ക് പോയാല്? യമനിക്ക് പോയ കുഴപ്പമുണ്ട് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ലല്ലോ. യമനിക്ക് പോയ പ്രശ്നം പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ യമനിലേക്ക് പോയതിനെ കുറിച്ച് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. എന്തിനാ യമനിലേക്ക് പോയത്? ഇവിടുത്തെ ഇസ്ലാം ശരിയല്ല, അത് ശരിയല്ല, ഇവിടുത്തെ ഒന്നും ശരിയല്ല, യമനുള്ളതാണ് ശരി എന്ന് പറഞ്ഞു പോയത് ശരിയായില്ല. എന്നിട്ടോ എന്താ അവിടെ പ്രശ്നം അറിയോ? നിങ്ങള് അവിടുത്തെ പ്രത്യേകത എന്താ അറിയോ? അവിടെ ഇവരിങ്ങനെ ആട് മേച്ച് ജീവിക്കാം. എന്താ ആട് മേക്ക? അപ്പൊ സക്കരെ സ്ഥലം ചോദിക്കണ്ട അറിയോ? എന്താ ആട് മേക്കാൻ പറ്റൂലേ? നിനക്ക് ന്യായീകരിക്കാണ്.
അപ്പൊ എന്താ പ്രശ്നം? അള്ളാഹ് റസൂല് ജീവിച്ചതുപോലെ ജീവിക്കണം എന്നാ. അള്ളാഹ് റസൂൽ ആട് മേച്ച് ജീവിച്ചു. അതുകൊണ്ടപ്പോ ഇവരെ കുറിച്ച് ഈ ആട് സലഫികൾ എന്ന് പേരിട്ടിരുന്നു. ഇവരൊക്കെ ഇവിടെ പോയിട്ട് എന്ത് ചെയ്യണം അറിയോ നിങ്ങള്? അവിടെ എത്തിയ ഉടനെ ഇവരെ കുടുംബത്തിൽ പഠിച്ച ആൾക്കാർ എന്നോട് പറഞ്ഞത്, അവിടെ എത്തിയ ഉടനെ ഒരു പാസ്പോർട്ട് കീറി വലിച്ചെറിഞ്ഞിട്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾ ഏതൊരു ചെറുപ്പക്കാർ പോയിക്കണത് സമാധാനിക്കായിരുന്നു, ഒരു കുടുംബങ്ങളാ പോയിക്കണത്. ആ പെണ്ണുങ്ങൾക്കൊക്കെ ഉമ്മമാർക്കൊന്ന് തിരിച്ചു പോരാൻ തോന്നിയാൽ അവർ കൂടി പോരാൻ പറ്റൂല. പാസ്പോർട്ട് കീറി വലിച്ചെറിഞ്ഞു കളഞ്ഞു. എന്നിട്ടോ ബാക്കിയുള്ള ആടുമേക്കലല്ലാത്ത ബാക്കിയുള്ള രീതികളൊക്കെ ബിദ്അത്താണ്. എല്ലാ ബിദ്അത്തും പിഴച്ചതാണ്. എല്ലാ പിഴച്ചതും നരകത്തിലാണ്. പണ്ട് നബിദിനെ അങ്ങനെ പറയുന്നുള്ളൂ, ഇപ്പൊ പറയണത് ഒക്കെ ബിദ്അത്താണ്. അള്ളാഹ് റസൂൽ ചെയ്യാൻ പാടില്ല. അള്ളാഹ് റസൂൽ ആട് മേച്ചിട്ടാ ജീവിച്ചത്. എന്നാ പിന്നെ നബിത്തങ്ങൾ എങ്ങനെ യാത്ര പോയത്? ഒട്ടകപ്പുറത്ത്. ഇന്ന് അവര് യമനക്ക് എങ്ങനെ പോകണം? ഒട്ടകപ്പുറത്ത് പോകണം. ഇവര് പോയതെങ്ങനെ? ഫ്ലൈറ്റില്. അതിപ്പോ അതിപ്പോ ഉണ്ടാവുള്ളൂ. അവിടെ പ്രശ്നമൊന്നുമില്ല. ഇവർക്ക് പോകണമെന്ന് ആശയം കിട്ടിയവിടുന്ന യമനാണ് ഉഷാർ കിട്ടിയവിടുന്ന. അത് കാലമുൽ ആലിമുൽ അല്ലാമ ഗൂഗിൾ. ആലിമുൽ അല്ലാമ ഗൂഗിൾ പറഞ്ഞു കൊടുത്താണ് നിങ്ങൾ യമനക്ക് പോയിക്കോളി. ഗൂഗിൾ എവിടെ? കമ്പ്യൂട്ടർ വിധേയത്തല്ലേ. ഇതൊക്കെ പൂർവ്വകാലത്ത് ഇവർ പറഞ്ഞു പഠിപ്പിച്ചതാണ്. മുഹമ്മദ് അബ്ദുൽ വഹാബ് സൗദിയിൽ വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞു ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. അന്ന് ഫോൺ എന്ന് പറഞ്ഞാൽ കമ്പി, അത് ഉപയോഗിക്കാൻ പാടില്ല. മോട്ടോർ വാഹനം ഉപയോഗിക്കാൻ പാടില്ല. എന്റെ കയ്യിൽ രേഖയുണ്ട്. പ്രൊഫസർ മുഹമ്മദ് കുട്ടശ്ശേരിയുടെ പുസ്തകം കയ്യിലുണ്ട്. ആ പുസ്തകത്തിൽ പറയുന്നു, മുഹമ്മദ് അബ്ദുൽ വഹാബ് പറഞ്ഞു മോട്ടോർ വാഹനം ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ 2 വീലറിൽ കയറിട്ടെ നമ്മൾ ചാട്ടാക്കുന്ന കാഫറായിന്ന്. പക്ഷെ എന്താണ് ഈ പറയുന്നത്? ആലോചിക്കുന്നത് എന്തൊക്കെ അവർ പഠിപ്പിച്ചു. എന്നിട്ട് ഇവർ പറഞ്ഞു ഞങ്ങളാണ് നവോത്ഥാനത്തിന്റെ നായകന്മാർ. എന്റെ പ്രിയപ്പെട്ട സലഫി സഹോദര, ഇന്നലകളിൽ നിങ്ങൾ പറഞ്ഞ വാക്കുകളൊക്കെ ഒന്ന് പരിശോധിച്ചു നോക്കൂ. മോട്ടോർ വാഹനം ഉപയോഗിക്കാൻ പാടില്ല, ടെലിഗ്രാഫ് ഉപയോഗിക്കാൻ പാടില്ല, ടെലിഗ്രാം ഉപയോഗിക്കാൻ പാടില്ല. ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിക്കലൊക്കെ ബിദ്അത്താണ്. വകുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. ബൈക്കിലാണ് കയറുമ്പോൾ ഫിന്നാർ, നരകത്ത് കത്തി. എന്നിട്ടോ ഈ ഇവര് പോയ എംഎൽ ആരവരെ ഷെയ്ഖ് കേട്ടോളൂ, ഷെയ്ഖ് മുഖ്ബിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഹിജ്റ 1356 യമനിലെ സഅദ് എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. ഷെയ്ഖ് മുഖ്ബിൽ അൽ ഹാദി അൽ വാദഇ. എന്തൊക്കെയാണ് പേര്? റബ്ബേ, കുറച്ച് വലിയ പേരാ. ഷെയ്ഖ് മുഖ്ബിൽ ബിൻ ഹാദി അൽ വാദഇ എന്ന് പറയുന്ന ആളാണ് ഇവരെ നേതാവ്. ഇയാളാണ് ഇപ്പൊ യമനില് ഈ അടുത്ത കാലം വരെ ദർസ് എടുത്തത്. ഇപ്പൊ അയാൾ മരണപ്പെട്ടു പോയി. ഇയാളെ ദർസിക്കാണ് ഇവർക്ക് പോണത്. എന്നാ ഇയാൾ ആരാ? അതും കണ്ട് കേൾക്കുക. ഇയാൾ ആരാണെന്ന് 2015 ചന്ദ്രിക ദിനപത്രം പറയട്ടെ. നമ്മൾ ആരോപിച്ചൊന്നും പറയണ്ട. 2015 ഏപ്രിൽ മാസത്തിലെ ചന്ദ്രിക ദിനപത്രത്തിൽ പറയുന്നു. ഏപ്രിൽ 9 ചന്ദ്രിക ദിനപത്രം. സത്യധാരി പറഞ്ഞത് പറയണ്ട, നമ്മൾ ആരെങ്കിലും ആരോപിച്ചു പറയണ്ട. 2015 നമ്മൾ ക്യാമ്പയിൻ ആചരിക്കുന്നതിന്റെ 1 കൊല്ലം മുമ്പാ. അല്ല, ഇതൊക്കെ സമസ്തക്കാരിങ്ങനെ കൂടിയിട്ട് യോഗം കൂടിയിട്ട് ഇവരെ കുറിച്ച് അങ്ങനെയൊക്കെ പറയാൻ തീരുമാനിച്ചൊന്നും പറയണ്ട. അങ്ങനൊന്നുമില്ല. സമസ്തക്ക് അങ്ങനെ ഏതെങ്കിലും പ്രസ്ഥാനത്തെ കൊണ്ടുപോയി തീവ്രവാദിയെ കണ്ട ആവശ്യമില്ല. സമസ്ത അങ്ങനെ എവിടെയും പറഞ്ഞിട്ടുമില്ല. ചന്ദ്രികാ ദിനപത്രം പറയട്ടെ. ചന്ദ്രികാ ദിനപത്രം മാത്രമല്ല, 2015 വിചിന്തനം മാസികയിലും പറഞ്ഞു. എന്താ പറഞ്ഞത്? ഈ ഷെയ്ഖ് മുഖ്ബിലിനെ കുറിച്ച് പറയുന്നു. അദ്ദേഹം പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമയിലെ പരിശുദ്ധമായ കഅബാലയം ഹറം ആക്രമിക്കാൻ വേണ്ടി പ്ലാനിട്ട വ്യക്തിയാണ്. എവിടെ ആക്രമിക്കാൻ? എവിടെ? കോഴിക്കോട് ഇസ്ലാമിക് സെന്റർ കഥല്ലേ പറയണത്. ചേളാരിലെ സംസ്ഥാനത്തെ കുറിച്ചല്ല പറയുന്നത്. എവിടെ? പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമ ആക്രമിക്കാൻ വേണ്ടി പ്ലാനിടുകയും അതിനു വേണ്ടി ഗൂഢമായ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്തതിന്റെ പേരിൽ അദ്ദേഹം ജയിലിലടക്കപ്പെട്ട വ്യക്തിയാണ്. ചന്ദ്രിക ദിനപത്രം പറയുന്നു. അവിടേക്ക് ആ ഇൽമോടിക്കാൻ പേര് പോണത്. എങ്ങനെ ഉണ്ടാകും ആ ഇൽമ? നിങ്ങൾ പറയും. എങ്ങനെ ഉണ്ടാകും ആ ഇൽമ? എന്താ പറഞ്ഞത്? അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം ആക്രമിക്കാൻ വേണ്ടി പ്ലാനിട്ട ഗൂഢതന്ത്രങ്ങൾ മെനഞ്ഞ ഷെയ്ഖ് മുഖ്ബിൽ എന്ന് പറയുന്ന ആള്. നമ്മളല്ല അദ്ദേഹത്തെ കുറിച്ച് അങ്ങനെ പറഞ്ഞത്. വിചിന്തന മാസിക ചന്ദ്രിക ദിനപത്രം സുപ്രഭാത ലേഖനം ചെയ്തതല്ല ഈ പറയണത്.
സത്യദാരിലോ എന്ന ലേഖനത്തെ കുറിച്ചല്ലേ പറയുന്നത്? 1 ചന്ദ്രിക ദിനപത്രം, 2 വിചിന്തനം മാസിക. ഇത് രണ്ടിലും പറയുന്നു ഇയാളെ പോക്ക് ശരിയല്ല, ഇയാള് പരിശുദ്ധമായ ഹറം ആക്രമിക്കാൻ പ്ലാനിട്ട ആളാണ്. ഖവാരിജിയാക്കൾ തുടങ്ങി വെച്ചു, മുഹമ്മദ് അബ്ദുൽ വഹാബ് ഏറ്റെടുത്തു, പിന്നീട് ഇപ്പോ ഈ ആട് സലഫികളെ നേതാവ് ഷെയ്ഖ് മുഖ്ബിലും ഏറ്റെടുത്തു. നിങ്ങൾ ആലോചിക്കേണ്ട ഗൗരവമാണ്. എന്നിട്ട് പറയാം ഇവിടെ ഉള്ളൊന്നും ശരിയല്ല, ഇവിടുത്തെ ഇസ്ലാം എന്ന് എന്തൊക്കെ പ്രസംഗിച്ചാൽ നിങ്ങൾക്ക് വേദന ഉണ്ടത് പറയാതിരിക്കാൻ പറ്റൂല. കാരണം എന്താ അറിയോ, ഇത് നമ്മൾ പറഞ്ഞിട്ടില്ല എങ്കിൽ, ഇത് സമൂഹത്തിന്റെ മുമ്പിൽ നമ്മൾ പ്രചരിപ്പിച്ചിട്ടില്ല എങ്കിൽ, നാളെ ഇവിടുത്തെ അമുസ്ലിമീങ്ങൾ പറയും ഇവരൊക്കെ ഒരു ടീമാണ്, ഇവരൊക്കെ ഇതിന്റെ ആളുകളാണ് തെറ്റിദ്ധരിക്കും. ഇപ്പൊ ഇവരെ കൂട്ടത്തിൽ വിട്ടൊരു മൗലവി പ്രസംഗിച്ച് നടക്കണം. എന്താ അറിയോ ഇയാള് പറയണത്? ഇയാൾ ഇവിടുത്തെ അമുസ്ലിമീങ്ങളോട് നമ്മൾ സ്വീകരിക്കേണ്ട രീതികളെ കുറിച്ച് പറയാം. ഈ ഷെയ്ഖ് മുഖ്ബിലി മറ്റൊക്കെ ഈ പുസ്തകങ്ങൾ നെറ്റിൽ നിന്ന് വായിച്ചൊരു വ്യക്തിയാണ് ഈ ഷംസുദ്ദീൻ പാലത്ത് എന്ന് പറയുന്നവർ കൊടുക്കുന്നത്. എന്തൊക്കെ സുബ്ഹാനല്ലാഹ് അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറയാണ് ഈ ഇന്ത്യയിൽ ജീവിക്കുന്നതിനെ കുറിച്ചും ഇന്ത്യയിലെ അമുസ്ലിമീങ്ങളോട് സ്വീകരിക്കേണ്ട നിലപാടുകളെ കുറിച്ചൊക്കെ എന്തൊക്കെയാ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അയാൾ പറയാണ്, നമ്മൾ വീട് പൂട്ടിപ്പോകുകയാണെങ്കിൽ, നമ്മൾ പൂട്ടിപ്പോകുകയാണെങ്കിൽ തൊട്ടപ്പുറത്ത് ഒരു മുസ്ലിമിന്റെ വീടുണ്ട്, ഒരു ഹിന്ദുവിന്റെ വീടുണ്ട്. എങ്കിൽ മുസ്ലിം വളരെ മോശപ്പെട്ടവനാണെങ്കിൽ പോലും നമ്മളെ വീട് പൂട്ടിപ്പോകുമ്പോ താക്കോലും മുസ്ലിമിന്റെ വീട്ടിൽ കൊടുത്താൽ മതി, ഹിന്ദുവിന്റെ വീട്ടിൽ കൊടുക്കാൻ പാടില്ല. എന്തിനാണ് ഈ വിഭാഗീയതൊക്കെ ഉണ്ടാക്കുന്നത്? എന്തിനാണ് ഇതൊക്കെ കേരളത്തിലൊന്ന് പറയുന്നത്? കേൾക്കും നിങ്ങൾ ഓരോ പറയുന്നത്. പ്രശ്നമാണല്ലോ. ഒന്നുകൂടെ സന്തോഷം പഠനേന്ന് ക്ലിപ്പിട്ടപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പഠനേന്ന് ക്ലിപ്പ് ഹിജറ പോയോ? ശരിയായിട്ട് ഞാൻ വിഷയം പറയാം. അദ്ദേഹം പറഞ്ഞൊരു വിഷയം വേണം. എന്താണ് പറഞ്ഞ വാക്കൊക്കെ? 2, അദ്ദേഹം പറയുന്നു അമുസ്ലിമീങ്ങളായ ആളുകളെ നമ്മുടെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് കൊണ്ടുനടക്കാൻ പാടില്ല. ഇതൊക്കെ എത്ര ഗൗരവമാണ്. ഇതൊക്കെ പറയുന്നതിന് മുമ്പ് സ്വന്തം പ്രസിദ്ധീകരണങ്ങളിലൊന്ന് വായിച്ചു നോക്കണ്ടേ? സ്വന്തം മാസികകളൊന്ന് വായിച്ചു നോക്കണ്ടേ? ഇന്നലകളിലൂടെ കഴിഞ്ഞുപോയ മഹാന്മാരെ, മഹാനായ മമ്പറന്നങ്ങളെ പോലെയുള്ള മഹാരഥന്മാരായ ആളുകളൊക്കെ അവരുടെ കൂടെ അവർ കൊണ്ടു നടന്ന ആരൊക്കെയായിരുന്നു? ഇന്നലെ ഇവർ കൊണ്ടു നടന്ന ആളുകൾ, മഹാന്മാരായ ആളുകളൊക്കെ കൊണ്ടുനടന്ന ആരൊക്കെയാണ്? നമ്മൾ അവരൊക്കെ ചരിത്രങ്ങളൊക്കെ പഠിക്കണ്ടേ? ഇവർ ഈ പറയുന്നതിന് മുമ്പ് അതിന്റെ ഗൗരവങ്ങളൊക്കെ മനസ്സിലാക്കണ്ടേ? മമ്പറന്നങ്ങളെ കുറിച്ചും ബഹുമാനപ്പെട്ട ടിപ്പു സുൽത്താൻ അബ്ദുല്ലാഹു മർക്കദയെ കുറിച്ചുമൊക്കെ ഇവരുടെ പ്രസിദ്ധീകരണങ്ങൾ തന്നെ വാനോളം പുകഴ്ത്തി എഴുതിയിട്ടുണ്ട്. ഷബാബ് മാസികയിൽ പറയുന്നു, മഹാനായ മമ്പറന്തങ്ങള് അന്ധവിശ്വാസങ്ങൾക്കെതിരിൽ അടരാടിയ മഹാനായിരുന്നു മഹാനായ മമ്പറന്തങ്ങൾ എന്ന് പറഞ്ഞിട്ട് മമ്പറന്തങ്ങളെ മഹത്വം പറഞ്ഞു കൊണ്ടുവന്നിട്ട് ഈ ഷബാബ് മാസികയിൽ പറയുന്നു, മമ്പറം തങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് കോന്തുനായരായിരുന്നു. ഇവർ പ്രസംഗിക്കുന്നത് എന്താണ്? ഇവരിപ്പോ പ്രസംഗിക്കുന്നത് ഷംസുദ്ദീൻ പാലത്ത് പറയണത് നമ്മുടെ അസിസ്റ്റന്റ് പി ആയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ഒരാളായിട്ട് അമുസ്ലിമീങ്ങളാക്കാൻ പാടില്ല. അത് വലിയ തെറ്റാണ്. അങ്ങനെയാണ് മമ്പറന്തങ്ങൾ തെറ്റിയത് പറഞ്ഞിട്ടില്ലേ? മമ്പറന്തങ്ങളെ കുറിച്ച് ഇവർ പറയുന്നതാ മമ്പറന്തങ്ങൾ വലിയ മഹാനാണ്, മമ്പറന്തങ്ങൾ വലിയ മഹാനാണ്. മാത്രല്ല പിന്നെ ഇവർ പറയുന്നു, ഒരു ബോർഡ് വെക്കുന്ന സമയത്ത്, ഇവിടെ ഒരു ബോർഡ് വെക്കുന്ന സമയത്ത് ഒരു അമുസ്ലിമിന്റെ ക്ഷേത്രമുണ്ടെങ്കിൽ അവിടേക്ക് ബോർഡ് വെക്കാൻ പാടില്ല. ക്ലിയർ ഉണ്ടോ? കൊടുത്തേക്കും. എന്താ നമ്മളെ പ്രശ്നമുണ്ടോ? കൊടുത്തേക്കാം. വീട് വിട്ട് ദൂരെ പോകുന്ന താക്കോൽ ഏൽപ്പിക്കേണ്ട ഒരു ഭാഗത്ത് മുസ്ലിം, ഒരു ഭാഗത്ത് അമുസ്ലിം ഉണ്ടെങ്കിൽ മുസ്ലിമിന് സ്വഭാവം മോശം, അവന്റെ വീട്ടിൽ വണ്ടി കൊടുക്കണ്ടേ? അവരുടെ വീട്ടിലാണ്ടി കണ്ട് കൊടുക്കണ്ട്. പിന്നെ ആളുകൾ വർഗീയതാന്നറിയും. ഒരു അമുസ്ലിമിന്റെ വീടും മുസ്ലിമിന്റെ വീടുണ്ടെങ്കിൽ അമുസ്ലിമിന്റെ വീട്ടിൽ കൊടുക്കാൻ പാടില്ല. എന്താണ് ഈ പറയണതൊക്കെ? നമ്മുടെ കൂടെ കൊണ്ട് നടക്കുന്ന ഒരു അമുസ്ലിം സഹോദരനാവാൻ പാടില്ല. എന്നാൽ പുണ്യ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയായിരുന്നു അല്ലല്ലോ?
നോക്കൂ നിങ്ങൾ, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അന്ന ഗുലാമൻ യഹൂദിയ കാന യലഉൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളുഅഹു. പുണ്യനബിക്ക് വേണ്ടി വളു ഉണ്ടാക്കാനുള്ള വെള്ളം കൊണ്ടുപോയി കൊടുക്കൽ ആരാണ്? ജൂതനായൊരു കുട്ടിയായിരുന്നു. ജൂതനായ കുട്ടിയാണ് പുണ്യനബിക്ക് ഉണ്ടാക്കള വെള്ളം കൊണ്ടുപോയി കൊടുക്കുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടേക്ക് പോകുമ്പോഴേക്ക് പുണ്യനബിയുടെ ചെരിപ്പ് കൊണ്ടുവന്ന് കൊടുക്കുന്നത് ആരാ? ജൂതനായൊരു കുട്ടിയാണ്. ആ കുട്ടിക്ക് രോഗമുണ്ടായപ്പോ ഫതാഹുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫദഖല അലൈഹി. ജൂതനായ കുട്ടി രോഗശയ്യയിൽ കിടക്കുമ്പോ ആ കുട്ടിയെ സന്ദർശിക്കാൻ പുണ്യനബി അതാ അങ്ങോട്ട് ചെല്ലുകയാണ്. ജൂതനായ കുട്ടിയെ സന്ദർശിക്കാൻ ഇയാളെ കാഴ്ചപ്പാടെന്താ? പോകാൻ പാടില്ലെന്നാണ്. അല്ലാഹുവിന്റെ റസൂല് ചെല്ലുകയാണ്. ചെന്നപ്പോ സുബ്ഹാനല്ലാഹ്, ഈ കുട്ടി രോഗശയ്യയിൽ കിടക്കുമ്പോ മരണത്തിനോട് മല്ലിട്ടുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. കുട്ടിയുടെ തലക്കും ഭാഗത്ത് ഉപ്പയും ഇരിപ്പുണ്ട്. കുട്ടി മരണത്തിന്റെ സമയമാണെന്ന് കണ്ടപ്പോ അള്ളാഹുവിന്റെ റസൂലുമായി അഭേദ്യമായ ബന്ധമുള്ള കുട്ടിയായതുകൊണ്ട് പുണ്യനബി ആ കുട്ടിയോട് പറഞ്ഞു, മോനെ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. മരണത്തിന്റെ സമയമല്ലേ, മരണത്തിന്റെ സമയമല്ലേ, അതുകൊണ്ട് മോനെ മുഅ്മിനായി മരിക്കാൻ നോക്കൂ. ആ സമയത്ത് കുട്ടിക്ക് വല്ലാത്ത താല്പര്യമായി. കുട്ടിയുടെ തന്നെ ഉപ്പാന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. ഉപ്പ ജൂതനാണ്, ഉപ്പ മുസ്ലിമാണ്. ഉപ്പാന്റെ സമ്മതമില്ലാതെ എങ്ങനെയാണ് മുസ്ലിം ആകുക എന്ന നിലക്ക് കുട്ടി ഉപ്പാന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ സുബ്ഹാനല്ലാഹ്, ഉപ്പ പറയുന്നു, മോനെ അബൽ ഖാസിം, നീ മുത്തുനബിക്ക് അനുസരിക്കും മോനെ. പുണ്യനബിയോടല്ലേ നിന്റെ ബന്ധമൊക്കെ, പുണ്യനബിയുടെ പ്രവർത്തനം കണ്ടവനല്ലേ നീ. അതുകൊണ്ട് മോനെ റസൂലുള്ള പറയുന്നത് കേട്ടുകൊള്ളുക. ഉടൻ തന്നെ രോഗശയ്യയിൽ കിടക്കുന്ന കുട്ടിയതാ ഫഖാലൽ ഗുലാം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്നക റസൂലുള്ളാഹ്. ആ കുട്ടി ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമാവുകയാണ്. ഇതാണ് ഇസ്ലാമിന്റെ പാരമ്പര്യം. ഇയാൾ പറയണത് എന്താ അറിയോ? ഇയാൾ പറയണത് മലപ്പുറം ജില്ലയിൽ ഒരു അമുസ്ലിമായ സഹോദരൻ ജോലിക്ക് വന്നു. ഇവിടുത്തെ കലക്ടറായി അല്ലെങ്കിൽ ഇവിടുത്തെ പോലീസായി കുറെ കാലം കഴിഞ്ഞ് റിട്ടയർഡ് ആയിട്ട് തിരിച്ചു പോവുകയാണെങ്കിൽ സാധാരണ ഇതിൽ ഇവിടെ വന്നവരൊക്കെ, പുറത്തുള്ളവരൊക്കെ ഇവിടെ നിന്ന് തിരിച്ചു പോകും പറയാറുണ്ട്, ഞങ്ങൾക്ക് ഇത്ര സ്നേഹം നൽകിയ വേറെ ജില്ലയില്ല. ഇവിടുത്തെ മുസ്ലിമീങ്ങൾക്ക് നല്ലാത്ത സ്നേഹമുള്ള എന്റെ കയ്യിലുണ്ട്. മുമ്പത്തെ ഒരു ജില്ലാ കലക്ടർ പറഞ്ഞ ക്ലിപ്പിന്റെ കയ്യിലുണ്ട്. ഒരു സ്ത്രീയാണ്. ആ സ്ത്രീ പറയുന്നുണ്ട്, കേരളത്തിന് എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം നൽകിയ ജില്ല മലപ്പുറം ജില്ലയാണ്. ശംസുദ്ദീൻ ബാലത്ത് പറയാണ്, ഇനി മുതൽ ഒരു മുസ്ലിം സഹോദരൻ മലപ്പുറം ജില്ലയിൽ വന്നിട്ട് പോണ സമയത്ത് അങ്ങനെ പറയാനുള്ള അവസരം ഉണ്ടാകരുത്. എങ്ങനെ പറയാനുള്ളത്? മലപ്പുറം ജില്ലക്കാര് നല്ല സ്വഭാവക്കാരാണ്, ഇവിടുത്തെ മുസ്ലിമീങ്ങളൊക്കെ നല്ല സൗഹാർദ്ദത്തിന്റെ ആളുകളാണ് എന്ന് പറയാനുള്ള അവസരം ഉണ്ടാവരുത്. ഇതാണോ ഇസ്ലാം? ഇതാണോ ഇസ്ലാം? ഇതൊക്കെ പഠിപ്പിക്കുമ്പോൾ സലഫി സഹോദരന്മാർ മനസ്സിലാക്കണ്ടേ, ഇത് തിരുത്തണ്ടേ. നിങ്ങൾ പറയണം, ഇത് ഞങ്ങളുടെ ബന്ധമില്ല, ഞങ്ങൾ അദ്ദേഹത്തെ പുറത്താക്കിയിരിക്കുന്നു, തുറന്നു പറയണം. പറഞ്ഞിട്ടില്ലെങ്കിൽ ഇതിന്ന് യൂട്യൂബിൽ വൈറലായി കിടക്കുന്ന ക്ലിപ്പാണ്. ആർക്കും കിട്ടും. ഇവിടുത്തെ മുസ്ലിമീങ്ങൾ ഡൗൺലോഡ് ചെയ്യുമ്പോ മുസ്ലിമീങ്ങൾ മനസ്സിലാക്കൂലേ, ആ ഇവിടുത്തെ മുസ്ലിമീങ്ങൾ ഇങ്ങനെയൊക്കെയല്ലേ പഠിപ്പിക്കുന്നത്. ഇത് നമ്മൾ തുറന്നു പറയണം. ഇത് തുറന്നു പറയണം. ഏതുപോലെ ഹിന്ദുക്കളിലുമുണ്ട് അങ്ങനെ ചില ആളുകൾ, അവർക്ക് ഹിന്ദു സമൂഹത്തെ യഥാർത്ഥ ബന്ധമൊന്നുമില്ല. ചില ടീച്ചർമാർ ഹിന്ദു സമുദായത്തിന്റെ ആ മതസൗഹാർദ്ദത്തെ തകർത്ത് കളയുന്ന ചില ടീച്ചർമാരുണ്ട്. അവർക്കെതിരെ ശക്തമായി പ്രതികരിക്കണം. ഇയാളെ ഈ പ്രസംഗത്തിനെതിരിലാണ് കാസർഗോഡ് ജില്ലയിലെ ഷുക്കൂർ എന്ന് പറയുന്ന ഒരു വക്കീൽ കേസ് കൊടുത്തു. ഇദ്ദേഹത്തിനെതിരെ വലിയ കുറ്റം ചുമത്തിരിക്കുക ഗവൺമെന്റ്. ആ കുറ്റം ചുമത്താൻ മാത്രമേ കേസുണ്ടോ എന്ന് എനിക്കൊന്നും അറിയില്ല, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷേ അതേ വക്കീൽ തന്നെ ആ ടീച്ചർക്കെതിരെ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ സർക്കാരുടെ ഇരട്ടത്താപ്പ് കാണിക്കരുത്. സർക്കാർ ഈ വിഷയത്തിൽ ഇരട്ടത്താപ്പ് കാണിക്കരുത്, ഇരട്ട നീതി കാണിക്കരുത്. ഇയാൾക്കെതിരെ കേസെടുത്തപ്പോൾ അതേ വർഗീയ വിഷം ചീറ്റിയ ആ ടീച്ചർക്കെതിരിലും അതേ കേസെടുക്കാൻ തയ്യാറാകണം. അത് നമ്മളെ കാഴ്ചപ്പാട്. നമ്മൾ രണ്ടിനെയും ഒരുപോലെ എതിർക്കണം. മുസ്ലിം സമുദായത്തിനിടയിൽ കടന്നു വരുന്ന തീവ്രവാദത്തെയും ഹിന്ദു സമുദായത്തിനിടയിൽ കടന്നു വരുന്ന വർഗീയതയും രണ്ടിനെയും ഒരുപോലെ എതിർക്കണം. ഇവിടുത്തെ ഇന്നലകളിലെ സൗഹാർദ്ദം നിലനിൽക്കണം. ഇന്നലകളിലെ സൗഹാർദ്ദം. ഇവിടെ കൊണ്ടും കൊടുത്തും ജീവിച്ചിരുന്ന ഒരു നല്ലൊരു പാരമ്പര്യം കേരളീയ സമൂഹത്തിനുണ്ട്. അത് നഷ്ടപ്പെടുത്താൻ പാടില്ല. കേരളത്തിൽ മമ്പറന്നങ്ങളെ കുറിച്ച് പറയുമ്പോൾ കോന്തു നായർ ഓർക്കാതിരിക്കാൻ കഴിയില്ല.
സാമൂതിരിയെ കുറിച്ച് പറയുമ്പോ കുഞ്ഞാലി മരക്കാരെ ഓർക്കാതിരിക്കാൻ കഴിയില്ല. ടിപ്പു സുൽത്താൻ ആ മഹാന്റെ ചരിത്രം പൂർണ്ണമാകണമെങ്കിൽ പൂർണ്ണയെ ഓർക്കാതിരിക്കാൻ കഴിയില്ല. കേരളത്തിന്റെ ഇന്ത്യയുടെ പാരമ്പര്യം അങ്ങനെയാണ്. അവിടെയാണ് ഇവർ വിഷം ചീറ്റുന്ന ചില വാക്കുകൾ മുസ്ലിമീങ്ങളുടെ പേരിലും ഹിന്ദുക്കളുടെ പേരിലും ചില ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ ഇയാൾ പ്രസംഗിക്കുന്നത്? അയാൾ പറഞ്ഞു കേൾക്കും നിങ്ങൾ. അല്ലേ? സൗണ്ട് കൊടുത്തില്ലേ? എന്തൊരു സൗണ്ട് മിസ്റ്റേക്കാണ്. അതായത് പറഞ്ഞ വിഷയങ്ങൾ പറയാം. പിന്നെ ഇദ്ദേഹം പറയുന്നത് ഒരു അമുസ്ലിം സഹോദരനൊന്നും കൊടുക്കാൻ പാടില്ല. എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇത് പറയുന്നതിന് മുമ്പ് സ്വന്തം നേതാക്കന്മാരെ കുറിച്ച് ചിന്തിക്കേണ്ടത്. ഇതെന്താ? ഇത് സ്വാമിയെ ശരണമയ്യപ്പ അയ്യപ്പൻ വിളക്ക് മഹോത്സവം കടലുണ്ടി അയ്യപ്പൻ വിളക്ക് കമ്മിറ്റി വരവ് ചെലവ് കണക്ക് 2008 കടലുണ്ടിയിൽ നടന്ന അയ്യപ്പൻ വിളക്ക് മഹോത്സവത്തിന്റെ വരവ് ചെലവ് കണക്കാണ്. ഇതിന് സംഭാവന കൊടുത്ത അയ്യപ്പ ഭക്തന്മാർ ആരൊക്കെയാണ്? 1 തൈക്കൂട്ടത്തിൽ ശാരദ 1100 രൂപ, അമ്പാളിപ്പറമ്പിൽ ശിവദാസ് 100 രൂപ, ഇങ്ങനെ പോന്ന് 1, 2, 10, 15, 20, 30, 35 അങ്ങനെ പോയി 40 സംഭാവന കൊടുത്ത ആളുകളെ ലീസ്റ്റാണ് ഈ കാണുന്നത്. 40 ആരാ ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ നിറവേറാനും പ്രയാസങ്ങളൊക്കെ പരിഹരിക്കാനും ഇവിടുന്ന് ദമ്മാജിക്ക് പോയവരൊക്കെ തിരിച്ചു വരാനും ഒരു പ്രയാസമില്ല തിരിച്ചു വരാനും ഇരിക്കട്ടെ മുജാഹിദിന്റെ സംസ്ഥാന പ്രസിഡന്റ് വക എത്ര റുപ്യ കൊടുത്തിട്ടുള്ളത്? കണക്ക് തെറ്റി ചിലപ്പോൾ നാളെ പറഞ്ഞത്ര കൊടുത്തില്ല. 200 റുപ്യ. ആര്? TP അബ്ദുള്ള കോയ മദനി 200 രൂപ. ഇതൊക്കെ നോക്കിയിട്ട് വേണ്ടേ പറയാന്? ഞാൻ അത് മാത്രല്ല, അമ്പലത്തും കൊടുത്തു. ഇതെന്താ? മൈത്രിയുടെ ദേവാലയങ്ങൾ മങ്കട മാണിക്കേടത്ത് മഹാദേവ ക്ഷേത്രത്തിലെ തേങ്ങൊടക്കൽ കർമ്മത്തിന് ആദ്യത്തെ തേങ്ങ കൊടുത്തത് മുജാഹിദിന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന പ്രൊഫസർ മങ്കട അബ്ദുൽ അസീസ് മൗലവി. റവാഹു മലയാള മനോരമ. നിഷേധിക്കാൻ കഴിയുമോ? ഇതൊക്കെ നോക്കിയിട്ട് വേണ്ട ഇതൊക്കെ പ്രസംഗിക്കാൻ? ഇതൊക്കെ ശരിയാണോ എന്നൊന്നല്ല ഞാൻ ഈ പറയുന്നതിനർത്ഥം. അതൊക്കെ പറയണം, ഇതൊക്കെ ഒന്ന് വായിക്കണ്ടേ? എന്നിട്ട് വേണ്ട ഇതൊക്കെ പറഞ്ഞു നടക്കാൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സലഫി സഹോദരങ്ങളോട് ഞങ്ങൾക്ക് സ്നേഹത്തോടെ പറയാനുള്ളത്, എന്തൊക്കെയോ ചിലത് ഉള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സമസ്ത അതേ പറഞ്ഞിട്ടുള്ളൂ. സമസ്ത വേറൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ സ്വന്തം അനുയായികളെ പിടിച്ചു നിർത്തണം, നിയന്ത്രിക്കണം. സ്വന്തമായിട്ട് ഗവേഷണം നടത്താൻ അവസരം കൊടുത്തതിന്റെ പരിണിത ഫലമാണ് ഇന്ന് മുജാഹിദ് പ്രസ്ഥാനം അനുഭവിക്കുന്നത്. ഇതാണ് സമസ്ത പറഞ്ഞിട്ടുള്ളൂ, വേറൊന്നും സമസ്ത പറഞ്ഞിട്ടില്ല. അല്ല അവിടുത്തെ മുജാഹിദുകളൊക്കെ പാടെ ISI എന്നും പറഞ്ഞിട്ടില്ല. ഞാൻ IS എന്താ ഞാൻ പറയാം, വേറെ കാര്യം. സമസ്ത അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എന്തിനാ വെറുതെ ഇല്ലാത്ത പറയുന്നത്? അപ്പൊ ഇവിടെ നടന്നൊരു പാരമ്പര്യം ശരിയാക്കണോ? ഉണ്ടോ? ഒരു ജനതയോടുള്ള അമർഷം, അവരോട് അനീതി കാണിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത്. യഅദിലു, നീതി കാണിക്കണം. അഖറബുൽ തഖ്വ, അത് തഖ്വയോട് യോജിച്ചതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നീതി കാണിക്കൽ മാത്രമേ ഉള്ളൂ, ആത്മബന്ധം പുലർത്തലില്ല. എന്നോട് എനിക്ക് ബന്ധമില്ല തന്നെ നമ്മൾ തെളിയിക്കുന്നത്. അമുസ്ലിമീങ്ങളോടൊന്ന് ബന്ധമെല്ലാം തെളിയിക്കണം. ഒരു മൗലവി പ്രസംഗിക്കണതൊക്കെ വന്നിട്ടേ പറയട്ടെ. നമ്മൾ നീതി കാണിക്കുമ്പോൾ ബന്ധമുണ്ടെന്ന് ആർക്ക് തോന്നരുത്. എനിക്ക് എന്റെ ഏറ്റവും അടുത്ത ഏറ്റവും ക്ലോസ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ മലപ്പുറത്ത് ജോലി ചെയ്ത കാലത്ത് എന്റെ കൂടെ താമസിച്ചിരുന്ന ഒരു മുസ്ലിമാണെന്ന് നാളെ ഒരു സാഹിത്യകാരൻ, ഒരു കലക്ടറോ വേറൊരു നാട്ടിൽ പോയിട്ട് പ്രസംഗിക്കുമ്പോൾ യാത്രയപ്പിന് പ്രസംഗിക്കാൻ ഇടവരരുത്. കണ്ടോ? എന്ത്? എനിക്ക് ഏറ്റവും നല്ല ബന്ധമുള്ള സ്നേഹമുള്ള ആളുകൾ മലപ്പുറത്തുകാരാണെന്ന് ഒരു കലക്ടറോ ഒരു IAS ഓഫീസറോ വേറെ ജില്ലയിൽ പോയിട്ട് പ്രസംഗിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കരുത് എന്ന്. ഞങ്ങൾക്ക് ഇവിടെ ആരെങ്കിലും അമുസ്ലിമീങ്ങളോട് ജോലി എടുക്കുമ്പോൾ നമ്മളൊക്കെ പൊട്ടിച്ച് ഇറക്കി ചെല്ലണം. ഇതൊക്കെയാണോ ഇസ്ലാം? ഇതാണോ ഇസ്ലാം? വിശുദ്ധ ഇസ്ലാം അങ്ങനെ പഠിപ്പിക്കുന്നുണ്ടോ? അല്ലാഹു നിങ്ങളോട് നിരോധിക്കുന്നില്ല. ദീനിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വരാത്ത ആളുകളുമായിക്കൊണ്ട് വലം യുഖ്രിജൂകും മിൻ ദിയാരിക്കും, നിങ്ങളെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാത്ത ആളുകളുമായിക്കൊണ്ട് നിങ്ങൾ അവരോട് ഗുണം ചെയ്യുന്നതിനോ അവരോട് നീതി കാണിക്കുന്നതിനോ അല്ലാഹു ഒരിക്കലും നിരോധിക്കുന്നില്ല. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ അങ്ങനെ പഠിപ്പിക്കുന്നത്. ഇങ്ങോട്ട് നല്ലലക്ക് നിന്നവരോടൊക്കെ മാന്യമായിട്ട് പെരുമാറണം, അവർക്ക് ഗുണം ചെയ്യണം, അവരുടെ നീതി പാലിക്കണമെന്ന ഖുർആൻ പറയുന്നത്. ഇയാൾ ഒന്നും വേണ്ട. എവിടേക്കാണ് ഈ പോകുന്നത്? എവിടേക്കാണ് ഈ സമുദായത്തെ കൊണ്ടുപോകുന്നത്?
അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു ഈ ഉമ്മത്തിനെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഈ രീതിയിലുള്ള വിദണ്ഡവാദങ്ങളാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഈ മുസ്ലിം സമുദായത്തിന്റെ പേരിൽ ഇന്ന് ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ദമ്മാജിലേക്ക് പോയ പ്രസ്ഥാനത്തിന്. എന്നിട്ട് അതൊക്കെ ഇതിന് പിന്തുണ കൊടുക്കുന്നത് ആരാ? ഡോക്ടർ കെ സക്കരിയ സലാഹി. സക്കരിയ സലാഹി അതിനെന്താ കുഴപ്പം? അതിനെന്തോ കുഴപ്പം? എമിനിക്ക് പോണ കുഴപ്പമുണ്ടോ? ആടുമേക്കാൻ പോണ കുഴപ്പമുണ്ടോ? ഈ പറയുന്നതിന് കുഴപ്പമുണ്ടോ? ആ പറയുന്നതിന് കുഴപ്പമുണ്ടോ എന്ന് പറഞ്ഞ് ഈ ശംസുദ്ദീൻ ഭാരത് പ്രസംഗിച്ചതിനൊക്കെ ഇവരുടെ ഷെയ്ഖുൽ ഹദീസ് ആയിട്ട് അറിയപ്പെടുന്ന ഡോക്ടർ കെ സക്കരിയ സലാഹി നാടുനീളെ പ്രസംഗിക്കുമ്പോ നമ്മൾ പറയുന്നതാണ്, അരുത് സഹോദര, ഇതൊന്നും അംഗീകരിക്കരുത്. അല്ലാതെ ഇവിടുത്തെ സലഫികളൊക്കെ IS ആണെന്നുള്ള വാദമൊന്നും നമുക്കില്ല, ഇവരൊക്കെ തീവ്രവാദികളാണെന്നുള്ള വാദമൊന്നും നമുക്കില്ല. പക്ഷേ അനുയായികൾക്ക് സ്വന്തമായിട്ട് ഗവേഷണം ചെയ്യാൻ വേണ്ടി അവസരം കൊടുത്തപ്പോ ഇതുവരെ ഒക്കെ ഷിർക്ക് കുഫ്ർ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ അവിടെ നിന്നൊക്കെ മാറി ഇപ്പൊ ഒക്കെ തീവ്രവാദാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വർഗീയത പറയാൻ തുടങ്ങി. ഇതൊരു അങ്ങനെ ഇരുന്നു, തൊട്ടം പിടിച്ചൊക്കെ ഷിർക്കായിരുന്നു. ഈ അടുത്തൊരു മൗലവി പ്രസംഗിച്ചിട്ടുണ്ട്. എന്താ മൗലവി പറഞ്ഞറിയോ? പ്രസവിക്കാനായ സ്ത്രീയെ, ഗർഭിണിയായ സ്ത്രീയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന ഷിർക്കാണ്. പടച്ചോനെ, മമ്പറത്ത് കൊണ്ടുവന്ന ഷിർക്കാണ് ഇതുവരെ പറഞ്ഞിരുന്നത്. വെളിയങ്ങോട്ട് കൊണ്ടുവന്ന ഷിർക്കാണ് പറയുന്നത്. അവിടെ നിന്നൊക്കെ വിട്ട് ഇപ്പൊ പറയണത് ഹോസ്പിറ്റലിലേക്ക് പോക്കും ഷിർക്കാണ്. കേട്ടോളൂ. പക്ഷെ മനസ്സിലാക്കേണ്ടതുണ്ട്, 9 മാസം ഗർഭാശയത്തിൽ ഒരു കുഞ്ഞിനെ നിർമ്മാണം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ എല്ലാ വാക്സിനേഷനുകളും കൊടുക്കാൻ അറിവും കഴിവുമുള്ളവനാണ് പടച്ചതമ്പുരാൻ. അപ്പോൾ ഈ പുതിയ ചെകുത്താന്മാരുടെ വിഷം എന്തിനാണ് കുഞ്ഞുങ്ങളിലേക്ക് കൊടുക്കുന്നത്? ആരെ പുതിയ ചെകുത്താന്മാരെന്ന് പറഞ്ഞാല്? പുതിയ ചെകുത്താന്മാരെന്നാല് ഹോസ്പിറ്റൽ ഡോക്ടർമാരെ, അവരെ മരുന്ന് നിലവിലുന്നത്. പറയട്ടെ. മാത്രവുമല്ല, പുതിയൊരു ചോദ്യം ഈ സദസ്സിലോട് എനിക്ക് അടിവരയിട്ട് ചോദിക്കാനുണ്ട്. പുതിയ ചോദ്യം ചോദിക്കാണ്. ഇതുവരെ ഓരോ മുജാഹിദ് നേതാക്കന്മാരും ചോദിച്ചിട്ടില്ല. ഇയാൾ ഗവേഷണം നടത്തി കിട്ടിയതാണ്, ആൾക്ക് പുതിയതാണ്. നമ്മൾ ഷിർക്കിനെതിരല്ലേ? ഉറപ്പല്ലേ? നമുക്ക് ആകെ അതല്ലേ പണി ഉണ്ടായിരുന്നുള്ളൂ, ഷിർക്കിനെതിരെ. അള്ളാഹു അല്ലാത്ത ഒരുത്തന് കീഴ്പ്പെടുകയോ അവൻ പറയുന്നത് അവനും കൂടി കൂടിയെങ്കിലേ അള്ളാന്റെ പണി മുഴുവനാകുമെന്നോ വിചാരിക്കുന്ന ഷിർക്കല്ലേ? എങ്കിൽ എന്റെ വിചാരം, എന്റെ കുഞ്ഞിനെ പൂർണ്ണതയോടുകൂടി സൃഷ്ടിച്ച് എല്ലാ വാക്സിനേഷനും കൊടുത്ത് പുറത്തേക്ക് കൊണ്ടുവരാൻ അള്ളാഹു മാത്രം മതി. പോരാ, അള്ളാന്റെ കൂടെ ഡോക്ടർമാരും ഗൈനക്കും കൂടെ കൂടണമെന്നാണ് വിചാരമെങ്കിൽ അത് ഷിർക്കാണ്, കൊടിയ ഷിർക്കാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എന്ത്? ഒരു കുട്ടി പ്രസവിക്കാൻ ഹോസ്പിറ്റലിൽ പോകണമെന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് കൊടിയ ഷിർക്കാണ്, ചെറുതുടിയല്ല, ഭയങ്കര. എന്നിട്ടോ മൂപ്പര് പറയാം, എന്റെ വീട്ടിലാരും ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടാകാറില്ല. കേട്ടോളൂ. നിങ്ങൾ എങ്ങനെ വിശ്വസിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. അത് മൂപ്പർക്കില്ല കേട്ടോ. മൂപ്പർക്ക് പറയണ്ട, മൂപ്പർ പറഞ്ഞു നിങ്ങൾ വിശ്വസിക്കാർക്ക് ചെയ്തോളൂ, കുഴപ്പമില്ല. മൂപ്പര് അഭിപ്രായം പറഞ്ഞുള്ളൂ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ട് ഞാൻ എന്റെ ഭാര്യയോ എന്റെ മക്കളോ എനിക്ക് സ്വാതന്ത്ര്യമുള്ളയിടത്തുള്ള പെൺകുട്ടികളോ ഗർഭം ധരിച്ചാൽ ഒരു ഡോക്ടറെയും കാണാൻ സമ്മതിക്കില്ല. കാരണം ഞാൻ അവരോട് പറയും അത് ഷിർക്കാണ്. കണ്ടോ എന്റെ പ്രിയപ്പെട്ട സലഫി സഹോദര, ഇത് ഷിർക്ക? എവിടേക്കാണ് ഈ പ്രസ്ഥാനത്തെ നിങ്ങൾ കൊണ്ടുപോകുന്നത്? എവിടേക്കാണ് ഈ സമുദായത്തെ കൊണ്ടുപോകുന്നത്? നിങ്ങൾ ഇക്കാലം വരെ പ്രസംഗിച്ചെന്താ? ഈ സുന്നികളെ, സ്ത്രീകളൊക്കെ വീട്ടിൽ നിന്നാ പ്രസവിച്ചത്, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടത് ഞങ്ങളെ ദൈവത്തോണ്ടാണ്. ഇപ്പൊ പറഞ്ഞു അതും ഷിർക്കാണ്. ഇനി എന്താ ചെയ്യാ? അമ്പലത്തുകാരും കൊണ്ടാൻ പറ്റൂല, പുത്തമ്പള്ളിക്കാലും കൊണ്ടാൻ പറ്റൂല, വെളിയങ്ങോട്ടുകാലും കൊണ്ടാൻ പറ്റില്ല, പിന്നെ ഹോസ്പിറ്റലിൽ കണ്ടായിരുന്നു അതും പറ്റൂല, ഷിർക്കാണ്. എന്താ അവിടെ സംഭവിച്ചു പോയത്? എന്താണ് ഇവിടെ സംഭവിച്ചു പോയത്? ഞാൻ പറഞ്ഞില്ലേ, സ്വന്തമായിട്ട് ഗവേഷണം ചെയ്തതിന്റെ പരിണിത ഫലമാണ്. ഇതാണ് സമസ്ത കേരള ജമിയത്തിന് പറഞ്ഞത്. തിരുവനന്തപുരത്ത് വെച്ചുകൊണ്ട് സമസ്തയുടെ സമുന്നതരായ നേതാക്കന്മാര് പത്രസമ്മേളനം നടത്തിയപ്പോ ആ പത്രസമ്മേളനത്തിൽ സമസ്തയുടെ ആലിമീങ്ങൾ പറഞ്ഞതാണ്, വേറൊന്നും പറഞ്ഞിട്ടില്ല. നോക്കൂ നിങ്ങൾ, സമസ്തയുടെ ആലിമീങ്ങൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞ വാക്കെന്താ? സമസ്ത ആലിമീങ്ങൾ പറഞ്ഞത്, സമസ്ത പ്രമേയത്തിൽ പറഞ്ഞ വിഷയം എന്താണ്? ഖുർആനും സുന്നത്തും സ്വതന്ത്രമായി വ്യാഖ്യാനിക്കാൻ അണികൾക്ക് അനുവാദം നൽകിയതാണ് മുജാഹിദ് പ്രവർത്തകർ തീവ്രവാദത്തിലേക്ക് വഴിതെറ്റാൻ കാരണമായതെന്നും ഈ നിലപാട് മുജാഹിദ് പ്രസ്ഥാനം പുനഃപരിശോധിക്കണമെന്നും സമസ്ത പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. ശരിയല്ലേ? ഇത് നമ്മൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഇവരും പറഞ്ഞിട്ടില്ലേ? ഇപ്പൊ ഇവരും പറയാൻ തുടങ്ങി. ഇതാ പുതിയ വിചിന്തനത്തിൽ പറയുന്നു. എന്താ പുതിയ പറയുന്നത്? വിദ്വേഷം പരത്തുന്നവരെ കരുതിയിരിക്കുക. സമുദായത്തിൽ തീവ്രവാദവും വർഗീയതയും വളർത്തുന്ന ചില പണ്ഡിതന്മാരെ ഇറങ്ങിയിട്ടുണ്ട്. സലഫി സമൂഹത്തിന്റെ പേരിൽ അവരങ്ങ് കരുതിയിരിക്കണം. സമസ്ത പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത്
അത്ര വ്യത്യാസമുള്ളൂ. സമസ്ത ആദ്യം പറയും, കുറെ കഴിഞ്ഞപ്പോ നിങ്ങളൊന്ന് ആലോചിക്കും, അപ്പൊ പിന്നെ നിങ്ങളും പറയും. എന്തിനാ അതിന് നിൽക്കണേ? ആദ്യം ഇതിനൊപ്പം കൂടിക്കൂട്ടെ? അറിയാതെ പെട്ടുപോയ സലഫി സഹോദര, ഒന്ന് ചിന്തിക്ക്. നിങ്ങളെ കർമ്മങ്ങളെ കാര്യം പറയേണ്ടതില്ലല്ലോ. കർമ്മങ്ങളൊക്കെ ആകെ മാറി മറിഞ്ഞുപോയി. ഇപ്പൊ ഞാൻ 2 ദിവസം മുമ്പ് സക്കരിയ സലാഹിന്റെ പ്രസംഗം കേട്ടു. എന്താ പ്രസംഗം അറിയോ? സക്കരിയ സലാഹി ഒരു നാട്ടിലൊരു പ്രശ്നം ഉണ്ടായി. എന്താ പ്രശ്നം? കഴിഞ്ഞ റമദാനിക്ക് വിത്റിൽ കുനൂത്ത് ഓതിയപ്പോ പ്രശ്നം ഉണ്ടായി. ഇവർക്ക് ഇത്രയും കാലം കുനൂത്ത് വിദേഹത്തായിരുന്നു, ഇപ്പൊ സുന്നത്തായി. അപ്പൊ സക്കരിയ പറയാണ്, എങ്ങനെ പ്രശ്നം ഉണ്ടാകാതിരിക്കുക? നമ്മൾ ഇക്കാലം വരെ ഓതാത്ത പോതിയതല്ലേ. അപ്പൊ ഓതുന്നതിന് മുമ്പ് നമ്മൾ കാര്യം ചെയ്യണം. ഇത് സക്കരിയ പറയും, ഞാൻ എന്താ ചെയ്തറിയോ? ഞാൻ ആൾക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മൾ ഇക്കാലം വരെ കുനൂത്ത് ഓതൽ വിദേഹത്താന്നാണ് പ്രസംഗിച്ചത് അല്ലേ? ആണ്. എന്നിട്ട് ഞങ്ങളെ ബോധ്യപ്പെടുത്തി. ഇപ്പൊ നമുക്ക് ബോധ്യപ്പെട്ടു അത് സുന്നത്താണ്, അതുകൊണ്ട് ഇന്ന് മുതൽ ഓതാണ്. അപ്പൊ എല്ലാവരും സമ്മതിച്ചു. അത് പറയാതെ ചില മൗലിമാർ പെട്ടെന്ന് കുനൂത്ത് ഓതി, അപ്പൊ പ്രശ്നാവൂലേ? ഈ കുനൂത്ത് വേണ്ടതാണ് അങ്ങോട്ട് പോയത്. എവിടെ? നമ്മളെ പള്ളിക്ക് അല്ലാഹുമ്മഹ്ദിനാഫീമന്നദേ നന്നാക്കണേ, വേണ്ട ഞങ്ങൾക്ക് നന്നാക്കണ്ട അങ്ങോട്ട് പോയത്. അവിടെ ചെന്നപ്പോ പിന്നെ പറയാം അല്ലാഹുമ്മഹ്ദിനാഫീമന്നദേ. പ്രശ്നാവൂലേ? സക്കരിയ സലാഹി പ്രസംഗിച്ച ഞാൻ 2 ദിവസം മുമ്പ് കേട്ട പ്രസംഗമാണ് ഈ പറഞ്ഞത്. അങ്ങനെ ആകെ മാറി മറിഞ്ഞില്ലേ കർമ്മങ്ങളൊക്കെ? തൗഹീദ് ശിർക്ക് ഇങ്ങനെ പുതിയത് ഇങ്ങനെ വരില്ലേ? സക്കരിയ സലാഹിനെ പ്രസംഗിച്ചില്ലേ? 100 വർഷം കഴിഞ്ഞു എന്നല്ലാതെ നമ്മളെ അവസ്ഥ എന്താ? പുതിയത് ഇങ്ങനെ വരിക. എത്ര പറഞ്ഞാലും തീർന്നില്ല. കാരണം ഇല്ലാത്ത ഇങ്ങനെ ഉണ്ടാക്കില്ലെന്ന് ചോദിച്ചത്. ഞാൻ പറയണ്ട, സക്കരിയ സലാഹി എന്ന് പറയട്ടെ ആ കാര്യം ഒന്നും മതിയല്ലോ. അത് എല്ലാത്തിനും ഫിറ്റാണ്. അദ്ദേഹത്തിന് ഒരൊറ്റ ക്ലിപ്പ് തന്നെ, ജാമ്യവും മാനിയുമായൊരു ക്ലിപ്പാ. അദ്ദേഹം പറയട്ടെ. 1 നൂറ്റാണ്ട് പിന്നിട്ടു എന്ന് പറയുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം ഇപ്പൊ വിശദീകരിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ആദർശം എന്താണെന്ന് ഇപ്പഴാ വിശദീകരിച്ചത്. 1 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട്. 1 നൂറ്റാണ്ട് കഴിഞ്ഞ് തലക്കുന്നിപ്പോ തുടങ്ങുള്ളൂ. എന്നിട്ടോ എത്ര പറഞ്ഞാലും ഇവർക്ക് പോകാൻ തിരിഞ്ഞിട്ടില്ല, ശരിയായിട്ടില്ല. എങ്ങനെ തിരിയാ? ഇല്ലാത്തത് ഇങ്ങനെ ഉണ്ടാക്കല്ലേ കേട്ടോ. വിശദീകരിച്ച് മണിക്കൂറുകൾ വിശദീകരിച്ചിട്ടും മൂവർ സംഘത്തിന് തോന്നാൻ ആളുകൾക്ക് ക്ലിയർ ആയില്ലേ ആവൂല. കാരണം ഇല്ലാത്ത ഉണ്ടാക്കല്ലേ. ഇല്ലാത്ത ഇങ്ങനെ ഉണ്ടാക്കല്ലേ. എന്റെ ശബ്ദം കേൾക്കുന്ന സലഫി സഹോദര, ഇത് ഞങ്ങളെ ഇടവണ്ണി പറഞ്ഞതല്ല, ഇത് സക്കരിയ സലാഹി പ്രസംഗിച്ചതാണ്. ഒന്ന് കടക്കുമ്പോ ആലോചിച്ച് നോക്കൂ. ഇന്ന് നിങ്ങൾ കടക്കുമ്പോ ചിന്തിക്ക്, ഞങ്ങൾ എന്തൊക്കെ പുതിയതുണ്ടാക്കി. ഞങ്ങൾ പണ്ട് നബിനെ സുന്നത്തായിരുന്നു, പിന്നെ അത് വിദേഹത്താന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. പണ്ട് ഞങ്ങൾ സ്ത്രീകൾ പള്ളിക്ക് പോകാൻ പാടില്ലായിരുന്നു, പിന്നെ ഞങ്ങൾ പോകാന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. പണ്ട് ഞങ്ങൾ ഖുത്ബ അറബിയിലോ എന്ന് പറഞ്ഞു, പിന്നെ ഞങ്ങൾ മലയാളത്തിനെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ ഖുത്ബ എന്തായി? സുബ്ഹാനല്ലാഹ്, ഇപ്പത്തൊക്കെ പുതിയ മാസികയിലൊക്കെ ഖുത്ബയെ കുറിച്ച് എഴുതുന്നുണ്ട്. എന്താ ഖുത്ബിന്റെ അവസ്ഥയൊക്കെ? സക്കരിയ സലാഹി പറയാ, തെങ്ങുമ്മക്കാറാൻ വരുമ്പോൾ ഓരോരുത്തർ മിമ്പർമക്കണ്ട് വരുന്നത്. എന്നിട്ട് വന്നിട്ട് എന്തെല്ലോ വിളിച്ചു പറയാണ്. എന്താ പറഞ്ഞു? ഓനക്കും അറിയില്ല, കേൾക്കണവർക്കും അറിയില്ല. അതിലും വെച്ച അറബി തന്നെ ഓതലല്ലേ? കാരണം നമുക്ക് സമാധാനിക്കാൻ അറബിയിലായതുകൊണ്ട് തിരിയാത്ത. ഇത് മലയാളത്തിലുള്ള അവസ്ഥയിൽ പറയണേ. നമ്മൾ വെറുതെ ആരോപിക്കല്ല. സക്കരിയ സലാഹി പറയാ, നമ്മളെ പ്രസ്ഥാനത്തിന്റെ അവസ്ഥ എന്താണ്? ഈ പ്രസ്ഥാനം നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രതിസന്ധി എന്താണ്? സക്കരിയ സലാഹി ഒന്ന് പറഞ്ഞോട്ടത്. പക്ഷെ ഉറങ്ങാനായിട്ട് ചാരിയിരിക്കുന്ന ചില ആളുകള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ പറഞ്ഞാണ്. അത് മാത്രല്ല, ഖുതുബകളൊക്കെ ഒരു ചടങ്ങായി മാറിയിരുന്നു. ഇപ്പൊ എന്താ നമ്മളെ പള്ളികളിൽ നടക്കുന്നത്? അറിവുള്ളവരൊക്കെ ഖുതുബിൽ നിന്ന് ഇറക്കിയിട്ട് ചെക്കന്മാരെ എവിടെ? മിമ്പർമേ ജാഹിലികൾ ജാമീന് വരുന്ന ചെക്കന്മാരെ കയറ്റുക. എന്നിട്ട് എന്തെല്ലോ വിളിച്ചു പറയാ. ആളുകളെ ചോദിക്കാം, മുജാഹിദുകൾ അല്ലാത്ത ആളുകളെ ചോദിക്കാം. മിമ്പർക്കും ഖുതുബക്കും ഒക്കെ ഒരു ബലിന്നലി ഞങ്ങളൊക്കെ കൽപ്പിക്കുന്നുണ്ട്. അത് നിങ്ങളിപ്പോ തീരെ ഇല്ലാണ്ടാക്കിയോ? ഒരുത്തം വരുന്നുണ്ടാവില്ല, തെങ്ങുമ കയറാൻ വരുന്ന വഴിയ വരിക, പാന്റൊക്കെ ഇൻസർട്ടാക്കി തിരികി ബെൽറ്റൊക്കെ കെട്ടിയാൽ അവിടത്തൊക്കെ പ്രൊജക്ട് ചെയ്തിട്ട് എന്തിനാ വരുന്നത്? ഖുത്ബോധാൻ വരികയാണേ. ഇന്നലെ നിങ്ങൾ പത്രത്തിൽ വായിച്ചു, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലുള്ള വലിയ സ്ഥാപനങ്ങളിൽ ഇറുകിയ ഫാൻഡുകൾ നിരോധിച്ചു. ഒരു ഖുത്ബക്കോ പറഞ്ഞേ പ്രൊജക്ട് ചെയ്ത് കാണിക്കുക. LCD ക്ലിപ്പല്ലേ ഈ പറയണത്? ഖുത്ബോധാൻ വരുന്ന ഖത്തീബിന്റെ ചേനും കോല പറഞ്ഞ നമ്മളല്ല, ഡോക്ടർ കെ സക്കരിയ സലാഹി. ഇനി അദ്ദേഹം അത് പറയുമ്പോഴേക്ക് ഇപ്പുറത്ത് ഇസ്ലാം മാസിക പറയണു. ഇസ്ലാം മാസിക പറയാണ്, എന്താ നമ്മുടെ മിമ്പറയിലൊക്കെ ഇപ്പോ മിമ്പറ എന്ന് പറഞ്ഞാൽ ഇപ്പൊ സത്യത്തിൽ ഒരു അനൗൺസ്മെന്റിന്റെ വേദിയായി മാറിയിരിക്കുന്നു. ശരിയല്ലേ? മിമ്പറിൽ കയറി കഴിഞ്ഞാൽ ഇപ്പൊ അടുത്തല്ലേ പ്രശ്നം ഉണ്ടായത്? ഇപ്പൊ ഇവിടെ ഒരു കുറ്റ്യാടിയിലും അതുപോലെ മുക്കത്തും കാസർഗോഡ് 3 സമ്മേളനം 3 ഗ്രൂപ്പിന്റെ നടന്നു. അതിലൊരു മൗലവി പ്രസംഗിക്കുക, ഖുത്ബാന പ്രസംഗമാണല്ലോ. അയാൾ കുറ്റ്യാടിക്കാരനാ, കുറ്റ്യാടി ഗ്രൂപ്പിന്റെ ആളാ, ഔദ്യോഗിക കക്ഷിക്കാരനാ. അയാൾ ഖുത്ബയിൽ പറഞ്ഞു, കുറ്റ്യാടിയിൽ അടുത്ത ഞായറാഴ്ച സമ്മേളനം ഉണ്ട്, എല്ലാവരും പങ്കെടുക്കണം. ഖുത്ബയാണ്.
അപ്പൊ സദസ്സിൽ ഒരുത്ത മടവൂർ ഗ്രൂപ്പുകാരുണ്ടാവും. അവൻ പറഞ്ഞു കുറ്റ്യാടി മാത്രമല്ല കാസർഗോഡുണ്ട്, അവിടെയും പങ്കെടുക്കണം പറഞ്ഞു. അപ്പൊ മുക്കത്തേരനുണ്ട് അവിടെ. അവൻ പറഞ്ഞു കാസർഗോഡല്ല മുക്കത്തുണ്ട്, അവിടെയും പങ്കെടുക്കണം. ഇപ്പൊ എത്ര കുത്തുബായി? കുത്തു പറഞ്ഞ് തിരിഞ്ഞാൽ മതിയല്ലോ. നോക്കൂ നിങ്ങൾ, ഇവരെഴുതുന്നു എന്താണ് പവിത്രമായ മസ്ജിദ് മിമ്പറുകളും തരംതാന സംഘടനാ പ്രവർത്തനങ്ങളുടെ വേദിയായി ദുരുപയോഗം ചെയ്യപ്പെടുന്നു. ഇത് നമ്മൾ പണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഇപ്പൊ തോന്നി? തരല്ലേ വ്യത്യാസമുള്ളൂ. ഒന്ന് ഒഴിഞ്ഞിരുന്ന് ആലോചിച്ചു സ്ഥലത്തിൽ പ്രവർത്തനം പറയും. ഇന്ന് കടക്കുമ്പോ ചിന്തിക്ക് നമ്മളെ മെമ്പറിൽ ഇതന്നെയല്ലേ നടക്കുന്നത്. എന്നിട്ട് നിങ്ങൾ വേണമെങ്കിൽ പോന്നാൽ മതി, ഞങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല. ഞങ്ങൾ തബ്ലീഗ് പ്രചരണം മാത്രം, ദഅവത്ത് മാത്രം. മറ്റേ തബ്ലീഗ് കേട്ടോ, ആ ലീഗ് തന്നെ, ഇത് വേറെ ചെയ്യുക. ദഅവത്തെ ഞങ്ങളെ ബാധ്യതയുള്ളൂ. നിങ്ങൾ പോരണമെന്നോ പിടിച്ചു കൊണ്ടുവരണമെന്നോ നിർബന്ധം ഞങ്ങൾക്കില്ല. മാന്യമായി പറഞ്ഞിരുന്നു. ഇന്ന് കടക്കുമ്പോ ഇടവണ്ണക്കാരാകുമ്പോ ഇത് ശക്തമായിട്ടുള്ള സ്ഥലമാണ് ഇവിടെ. അബ്ദുസ്സലാം എന്താ വിധിച്ചത്? അബ്ദുസ്സലാം എന്നെ കുറിച്ച് മറിബാൻ ഖുത്ബയിൽ നായാന്ന് വരെ പറഞ്ഞു നടന്നത്. ഇപ്പൊ സുല്ലമി എങ്ങനെ ആയിരിക്കണം? പഠിച്ചോനെ ഇത് അറബി തന്നെ മതിയായിരുന്നു. അറബിയിലാണെങ്കിൽ അബ്ദുസ്സലാം പോയിരുന്നു. ആരും തിരിഞ്ഞിരുന്നില്ല. എവിടേക്കെത്തി പോക്ക്? എന്റെ പ്രിയപ്പെട്ട സഹോദര, ഒന്ന് ഗൗരവമായിട്ട് ചിന്തിക്കൂ. നോക്കൂ നിങ്ങൾ, അനൗൺസ്മെന്റ് ചെയ്യാനുള്ള വേദിയായി നമ്മുടെ മിമ്പറുകൾ മാറിയിരിക്കുന്നു. ഇസ്ലാഹ് മാസിക എവിടേക്കെത്തി? ഇനി മറ്റുള്ള കർമ്മങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ലേ, പറയുകയാണെങ്കിൽ ഒരുപാട് പറയാണ്ട്. സമയത്തിന്റെ പരിമിതി പോലെ ഞാൻ പറഞ്ഞ കുറച്ച് ക്ലിപ്പും കളിപ്പിക്കാണ്ട്. ഇനി സക്കാത്തിന്റെ കാര്യം എന്തായിരുന്നു? ഒരു സക്കാത്തിന്റെ അവസ്ഥ നമ്മളെ കുറിച്ച് കാര്യമായിട്ട് പറഞ്ഞ മൂല്യമാര് സക്കാത്ത് ഓൽക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് സംഘടിത സക്കാത്ത് വേണ്ടെന്ന് പറഞ്ഞത്. ഇപ്പൊ പുതിയ ഇസ്ലാം മസീൽ പറഞ്ഞു സംഘടിതമായിട്ട് കൊടുക്കലല്ല നല്ലത്, സമസ്തക്കാര് പറയും പോലെ കൊടുക്കല നല്ലത്. 90 കൊല്ലം കഴിയേണ്ടി വന്നു നിങ്ങൾക്കത് പറയാൻ. 90 കൊല്ലം കഴിയേണ്ടി വന്നു. എന്നിട്ട് പറയാണ് നമ്മൾ പണ്ട് ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഇപ്പൊ ഇസ്ലാഹിൽ മറുവിഭാഗത്തിനോട് എന്താ സംഘടിതമായിട്ട് കൊടുക്കാന് KNM-ന്റെ ഫണ്ട് അല്ലെങ്കിൽ KNM-ന്റെ ട്രഷറർ അമീറുൽ മുഅ്മിനീനാണോ അദ്ദേഹത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ? അള്ളാഹു റസൂലിന്റെ കാലത്തും സഹാബാക്കളുടെ കാലത്തൊക്കെ സക്കാത്ത് പിരിച്ചിരുന്നത് കാരണം അമീറുൽ മുഅ്മിനീന്റെ കയ്യിൽ ഏൽപ്പിച്ചത്. എന്നിട്ട് ഈ പുസ്തകത്തിൽ ചോദിക്കാണ് TP അബ്ദുൽ ഖായ മദനി അമീറുൽ മുഅ്മിനീനാണോ അയാളെ കയ്യിൽ ഏൽപ്പിക്കാൻ? നമ്മളല്ല ചോദിക്കണത്. ഖുത്ബന്റെ അവസ്ഥ അങ്ങനെ, സക്കാത്തിന്റെ അവസ്ഥ അങ്ങനെ. തറാവീഹോ 11-നേക്കാൾ ഒരു കാരണവശാലും കൂടാൻ പാടില്ല, ഹറാമാണ്, നിഷിദ്ധമാണെന്ന് അബ്ദുസ്സലാം സ്വല്ലമി അദ്ദേഹത്തിന്റെ ഇളവുകൾ ഇസ്ലാമിക വിധികളുടെ പുസ്തകത്തിൽ എഴുതിയത്. എന്നാൽ പുതിയ ഇസ്ലാം മസീഹ് പറയണ എന്താ? 11-നേക്കാൾ കൂടാം. അതും പോയില്ലേ? എന്താ ഇപ്പം കുറച്ചെടുത്തുള്ളത്? എന്തിനാണ് ചെറുപ്പക്കാരാ എന്റെ ശബ്ദം കേൾക്കുന്ന സലഫി സഹോദര, ഇന്ന് കടക്കുമ്പോ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇനി ഞാൻ പറയാത്ത നിങ്ങൾക്ക് ഓരോ അറിയല്ലോ. ഞങ്ങൾക്കിതിപ്പോ അടിച്ചു വന്നാൽ നമുക്ക് കിട്ടുള്ളൂ, അല്ലെ വല്ല ജിന്നുകളും കൊടുന്നേരണം. നിങ്ങൾക്ക് അറിയാൻ ഒരുപാട് നിങ്ങൾക്ക് അറിയാലോ. ഒന്ന് കടക്കുമെന്ന് ആലോചിക്ക്, പടച്ചോനെ ഞങ്ങൾ ഇതൊക്കെ മാറ്റില്ലേ, എന്തിനാ അതിന്റെ ഒപ്പം നിൽക്കുന്നത്? എന്തിനാണ് ഇതിന്റെ കൂടെ നിൽക്കുന്നത്? ഇവിടെ നല്ലൊരു പാരമ്പര്യമില്ലേ? അൽഹംദുലില്ലാഹ്, എത്ര സുന്ദരമായൊരു പാരമ്പര്യമാണ്. എന്റെ ഇടവണ്ണയിലെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ ഇടവണ്ണയിലെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ദൂരെ നിന്നുകൊണ്ട് ഈ ശബ്ദം ക്ഷമിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് ഗൗരവമായിട്ട് ചിന്തിക്കൂ. നിങ്ങൾക്ക് പല പിഴവും പറ്റിയെന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെട്ടില്ലേ? ഇത് ബോധ്യപ്പെട്ടിട്ടും പിന്നെ എന്തിനാണ് ഇതിന്റെ പിന്നാലെ നിൽക്കുന്നത്? സത്യത്തിന്റെയൊക്കെ തിരിച്ചു വന്നുകൂടെ? ഇനി IS-ന്റെ അവസ്ഥ എന്താ? IS ആര് പിൻഗാമികളാ? ഞാൻ പറയണ്ട. ഇസ്ലാഹ് മാസിക പറയുന്നു ഖവാരിജിയാക്കളെ തനി പകർപ്പാണ് IS. ഖവാരിജിയാക്കളെ എന്താ ഖവാരിജിയാക്കളെ പകർപ്പെന്ന് പറയാൻ കാരണം? ഈ പുസ്തകത്തിന്റെ 34-ാമത്തെ പേജിൽ പറയുന്നു ഖവാരിജിയാക്കൾക്കുണ്ടായിരുന്ന സ്വഭാവം എന്താ? അവർ മുസ്ലിമീങ്ങളുടെ മേൽ കുഫർ ആരോപിച്ചു. അതെന്നെയാണ് ആരും ചെയ്തത്? വഹാബികളും ചെയ്തത്. അതന്നെയാണ് ഇപ്പൊ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതന്നെയാണ് IS ചെയ്യുന്നത്. 2, ആദ്യം കുഫർ ആരോപിച്ചു, പിന്നെ മുസ്ലിമീങ്ങളുമായി യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു. അതല്ലേ വഹാബികളും ചെയ്തത്? നോക്ക് നിങ്ങൾ, ഇതൊക്കെ തമ്മിൽ എന്തൊക്കെയോ ചില ബന്ധങ്ങൾ ഉണ്ടായിത്തീരുക. എന്തിനാണ് ഇതിന്റെ പിന്നാലെ പോകുന്നത്? ഇനിയോ ഖവാരിജിയാക്കൾ ചെയ്തതുപോലെ IS ചെയ്ത മറ്റൊരു പണി എന്താ? പരിശുദ്ധമായ മദീനയിൽ, പുണ്യമദീന, ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനത്തെ പള്ളിയിൽ ഒന്ന് ശബ്ദമുണ്ടാക്കാൻ പോലും പാടില്ല. ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യനബിയുടെ ശബ്ദത്തേക്കാൾ നിങ്ങൾ ശബ്ദമുയർത്താൻ പാടില്ല.
മദീനത്തെ പള്ളിയിൽ രണ്ടാളുകൾ ശബ്ദമുയർത്തിയപ്പോ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വാളെടുത്തില്ലേ, വെട്ടാൻ ചെന്നില്ലേ, ചെന്നിട്ട് ചോദിച്ചില്ലേ, മന്നന്തുമാ, നിങ്ങൾ ആരാടാ? മദീനത്തെ പള്ളിയിൽ പുണ്യനബിന്റെ ഹദറത്തിൽ വെച്ച് ശബ്ദമുയർത്തുന്ന ആരാണ്? അവർ രണ്ടുപേരും പറഞ്ഞു, ഞങ്ങൾ അന്യ നാട്ടുകാരാണ്. ഉമർലാന പറഞ്ഞ വാക്കെന്താ? ലൗ കുന്തുമാ ഫീ ബിലാദിനാ ഹദാ, നിങ്ങൾ രണ്ടുപേരും ഈ നാട്ടുകാരായിരുന്നെങ്കിൽ ലഔജതുകുമാ വജ്അൻ ശദീദാ, ശക്തമായി നിങ്ങളെ ശിക്ഷിക്കുമായിരുന്നു. ആ മദീനത്തെ പള്ളിയിലാണ് IS പോയി ബോംബിട്ടത്. ആ മദീനത്തെ പരിശുദ്ധമായ പള്ളിയുടെ മുന്നിലല്ലേ ചാവേർ സ്ഫോടനമുണ്ടായത്. എന്നിട്ടിതാ ഇന്നത്തെ വിചിന്തനം അതൊക്കെ എഴുതിയിരിക്കുന്നു. മദീനയോടെങ്ങനെ കാണിക്കാൻ പറ്റുമോ? കാണിച്ചില്ലേ? കണ്ടോ, മുജാഹിദിന്റെ പണ്ഡിതൻ ഡോക്ടർ KK സക്കരിയ സലാഹി കാലങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ചതല്ലേ. അയാൾ പ്രസംഗിച്ചു എന്ന് മാത്രമല്ല, ഷെയ്ഖ് മുഖ്ബിൽ, യമനിൽ ഇവർ പോകുന്ന മുഖ്ബിലില്ലേ, അദ്ദേഹത്തിന്റെ ഫത്വയിൽ എന്താ അദ്ദേഹം എഴുതി വെച്ചത്? റസൂലുള്ളാഹിന്റെ ഖബറിന്റെ മുകളിൽ കാണുന്ന ആ കുബ്ബ പോലും തകർത്ത് കളയേണ്ട കുബ്ബയാണ്. ആരെഴുതി വെച്ചു? ഷെയ്ഖ് മുഖ്ബിൽ എഴുതി വെച്ചു. സക്കരിയ സലാഹി കേരളത്തിൽ പ്രസംഗിച്ചു. എന്താണ് തമ്മിലുള്ള ബന്ധങ്ങൾ? എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധങ്ങൾ? ഷെയ്ഖ് മുഖ്ബിൽ പറഞ്ഞു ഹറം തകർക്കേണ്ടതാണ്, അതിന് വലിയ പവിത്രതയൊന്നുമില്ല. ബാലുശ്ശേരി പറഞ്ഞു എന്തിനാണ് കഅബയെ പോയി കെട്ടിപ്പിടിച്ചു നിൽക്കുന്നത്, അതിന് വലിയ കാര്യമൊന്നുമില്ല. എന്തൊക്കെയോ ബന്ധങ്ങൾ ഇവർക്ക് തമ്മിൽ കാണുന്നില്ലേ? എന്തൊക്കെയോ ബന്ധങ്ങൾ. പുണ്യമദീന ആദരിക്കപ്പെടേണ്ടതല്ലേ? പുണ്യമദീന ബഹുമാനിക്കപ്പെടേണ്ടതല്ലേ? മദീനയിലെ മണ്ണ് പോലും തുർബത്തുൽ മദീന, മദീനയിലെ മണ്ണ് പോലും പവിത്രമാണ്. മദീനയിലെ മണ്ണിന് പോലും പവിത്രതയുണ്ട്. നേർച്ച പൊടിയാറ് മണ്ണ് നിൽക്കുന്നത് കേട്ടോ, അതും വേണ്ട. അങ്ങനെ ചില ടീമുകളൊക്കെ ഉണ്ട് മദീനത്തെ മണ്ണ് കൊണ്ടിരുന്ന ആൾക്കാര്, അത് വേണ്ട. മദീനത്തെ മണ്ണിന് പവിത്രതയുണ്ട്, ആ നാടിന് പ്രത്യേകതയുണ്ട്, ആ മദീന പള്ളിക്ക് പവിത്രതയുണ്ട്. അതുകൊണ്ടല്ലേ സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണത്തിനോട് മല്ലിടുന്ന സമയത്ത് തന്റെ പ്രിയപ്പെട്ട മകൻ അബ്ദുള്ളയെ വിളിച്ചിട്ട് പറഞ്ഞല്ലോ, അബ്ദുല്ലാ ഇൻതലിക ഇലാ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ, അബ്ദുല്ലാ നീ ആയിഷ ബിവിന്റെ അടുക്കലേക്കൊന്ന് ചെല്ലണം. എന്നിട്ട് ആയിഷയോട് പറയണം, യസ്തഅദിനു ഉമർ ഇബ്നുൽ ഖത്താബ് ലാ തഖുൽ അമീറുൽ മുഅ്മിനീൻ. അബ്ദുള്ള അവിടെ പോയിട്ട് എന്നെ കുറിച്ച് പറയുമ്പോ ഉമർ എന്ന് പറഞ്ഞാ മതി, അമീറുൽ മുഅ്മിനീൻ സ്ഥാനപ്പേരൊന്നും പറയരുത്. അദബാണത്, അദബാണത്. ഇസ്ലാം അങ്ങനെയാണ്. അദബിന് പ്രാധാന്യം കൊടുക്കുന്ന മതമാണ് ഇസ്ലാം. അദബിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഇസ്ലാം. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബിവിന്റെ അടുക്കൽ പോയിട്ട് ഒരിക്കൽ പോലും അമീറുൽ മുഅ്മിനീൻ പറഞ്ഞയച്ചു എന്ന് പറയരുത്. ഉമർ പറഞ്ഞയച്ചിട്ടുണ്ട്. ഉമർ മരണത്തിനോട് മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. യസ്തഅദിനു ഉമർ ഇബ്നുൽ ഖത്താബ്. ഈ പോയിട്ട് പറയണം, എന്റെ ഉപ്പാക്കൊരാഗ്രഹമുണ്ട്, ഉപ്പാനെ മുത്തുനബിന്റെ പരിശുദ്ധമായ റൗളയുടെ സമീപത്തുനിന്ന് മറവ് ചെയ്യാൻ, റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അരികെ മറവ് ചെയ്യാൻ, സിദ്ദീഖ് തങ്ങളെ ഖബറിന്റെ അരികെ മറവ് ചെയ്യാൻ. അവിടെ ഇനി ഒരു ഖബറിനുള്ള സ്ഥലമേ ഉള്ളൂ. ആ സ്ഥലം ആയിഷ ബിവിയുടെ സ്ഥലമാണ്. ആ സ്ഥലം ഒന്ന് വിട്ടുതരാൻ വേണ്ടി ഒന്ന് ആയിഷ ബിവിയോട് ചോദിക്കത്തുള്ളൂ. എന്തിനാണ് അവിടെ ചോദിക്കുന്നത്? അപ്പുറത്ത് വിശാലമായ ജന്നത്തുൽ ബഖീ ഇല്ലേ? എന്തേ അവിടെ പോയി കിടന്നൂടെ ഉമർ റളിയല്ലാഹു അൻഹുവിനെ? മുത്തുനബിന്റെ അടുത്ത് കിടക്കുമ്പോ അതിന് പ്രത്യേകതയുണ്ട്, അതിന് ബറക്കത്തുണ്ട്. അങ്ങനെയാണ് ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയത്. എന്റെ പ്രിയപ്പെട്ട സലഫി സഹോദര, സ്വഹീഹുൽ ബുഖാരിൽ ഹദീസാണ് ഞാൻ ഈ പറയുന്നത്. എന്നിട്ട് നിങ്ങൾ സക്കരിയ സലാഹിന്റെ ക്ലിപ്പ് കൂടെ കൂട്ടി കേൾക്കേണ്ടതുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ഞാൻ ലാസ്റ്റ് കേൾപ്പിക്കാം. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞേക്കുന്നു, അബ്ദുല്ലാഹി തങ്ങൾ ചെല്ലുന്നു, ആയിഷ ബിവിയോട് പറയുന്നു, ആയിഷ എന്റെ ഉപ്പ ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞയച്ചതാണ്. ഉപ്പ മരണത്തിനോട് മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. ഉപ്പാന്റെ ഖബറ്, ഉപ്പാന്റെ ജനാസ റസൂലുള്ളാഹിന്റെ അടുത്ത് കൊണ്ടുപോയി മറവ് ചെയ്യാൻ ഉപ്പാക്ക് ആഗ്രഹമുണ്ട്. ആ സ്ഥലം നിങ്ങളുടെ പ്രൈവറ്റ് സ്ഥലമാണല്ലോ, ആ സ്ഥലത്തൊന്ന് മറവ് ചെയ്യാ ഉമ്മ സമ്മതം കൊടുക്കുമോ? ആയിഷാബിയോട് സമ്മതം ചോദിക്കാണ്.
ഷെയ്ഖ് മുഖ്ബിൽ എന്താ എഴുതി വെച്ചത്? അദ്ദേഹത്തിന്റെ ഫത്വയിൽ എന്താ പറഞ്ഞത്? എന്തിനാണ് ഇവിടെ ഖബറിന് പ്രാധാന്യം കൊടുക്കുന്നത്? എന്തിനാണ് ഇവിടെ മഹത്വം കൊടുക്കുന്നത്? അതൊക്കെ പൊളിച്ചു മാറ്റേണ്ടതാണെന്ന് ഷെയ്ഖ് മുഖ്ബിൽ എഴുതുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അമീറുൽ മുഅ്മിനീൻ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, എന്റെ ശേഷം ഒരു നബി വരികയാണെങ്കിൽ അതിന് സാധ്യതയുള്ളത് ലഖാന ഉമർ, അത് ഉമറാകുമായിരുന്നു. എന്റെ ശേഷം ഒരു നബിക്ക് ചാൻസ് ഉണ്ടെങ്കിൽ അത് ഉമറാകുമായിരുന്നു പറഞ്ഞ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുകയാണ്, ഇഖ്തദൂ ബില്ലദൈനി മിൻ ബഅദി അബീ ബക്കറിൻ വ ഉമറ. എന്റെ ശേഷം നിങ്ങൾ അനുഗമിക്കേണ്ടത്, എന്റെ ശേഷം നിങ്ങൾ അനുധാവനം ചെയ്യേണ്ടത് സിദ്ദീഖ് തങ്ങളെയാണ്, ഉമറുൽ ഖത്താബ് തങ്ങളെയാണ്. ആ ഉമർ റളിയല്ലാഹു അൻഹുവാണ് ആയിഷ ബിവിയോട് പറയുന്നത്, ആയിഷ ബിവിയോട് സമ്മതം ചോദിക്കുന്നത്, റസൂലുള്ളാഹിന്റെ ഖബറിന്റെ സമീപത്ത് ഒരു ഖബറിനുള്ള സ്ഥലമുണ്ട്, ആ ഖബറിന്റെ സ്ഥലമൊന്ന് വിട്ടുതരുമോ? ഇത് കേട്ടപ്പോ ആയിഷ റളിയല്ലാഹു അൻഹാ, ആ സ്ഥലത്തിന് പ്രത്യേകതയില്ലെങ്കിൽ, ആ സ്ഥലത്തിന് മഹത്വമില്ലെങ്കിൽ ആയിഷ ബീവി എന്താ പറയേണ്ടത്? ആയിക്കോട്ടെ, ആ സ്ഥലം എടുത്തോ, അതിനെന്താ, എനിക്കിപ്പുറത്ത് വേറെ സ്ഥലമുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, അബ്ദുല്ലാ, ആ സ്ഥലം ഞാൻ എനിക്ക് വേണ്ടി മാറ്റിവെച്ചതാണ്. കണ്ടോ, ആയിഷ ബീവിയും കൊതിക്കുന്നു എന്നെ അവിടെ മറവ് ചെയ്യണമെന്ന്. പക്ഷേ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് അങ്ങനെ കൊതിച്ചില്ലേ? അദ്ദേഹം അങ്ങനെ ആഗ്രഹിച്ചില്ലേ? ലഔസിറന്നഹുൽ യൗമ അലാ നഫ്സി, അതുകൊണ്ട് ഞാൻ ഉമർ റളിയല്ലാഹുവിന് വേണ്ടി ആ സ്ഥലം കൊടുക്കാൻ തയ്യാറാ. കേട്ടപ്പോ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു വല്ലാത്ത സന്തോഷമായി. അദ്ദേഹം ഓടി വരികയാണ്. ഓടി വന്നുകൊണ്ട് മഹാനായ ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് വരുമ്പോ, അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വഫാത്തിന്റെ വേളയിലാണ്. അബ്ദുല്ലാഹി തങ്ങൾ കടന്നു വരുമ്പോ ചോദിക്കുന്നു, മോനെ മാലദൈക യാ അബ്ദുല്ലാഹ്, അബ്ദുല്ലാഹ് എന്താണ് നിന്റെ അടുക്കൽ വിവരം? എന്താണ്? ആയിഷ ബീവിന്റെ സമ്മതം കിട്ടിയോ? ഉടൻ തന്നെ അബ്ദുല്ലാഹി തങ്ങൾ പറയുന്നു, ഉപ്പാ, നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ അവിടെ ഖബറടക്കാൻ ആയിഷ ബീവി സമ്മതം തന്നിരിക്കുന്നു. ഉടൻ തന്നെ ഉമർ റളിയല്ലാഹു പറഞ്ഞ വാക്കെന്താ? അൽഹംദുലില്ലാഹ്, 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 മാ കാന ശൈഉൻ അഹമ്മ ഇലയ്യ മിൻ ദാലിക ബഅദൽ ഇസ്ലാം. ഞാൻ മുസ്ലിമായതിന്റെ ശേഷം, ഞാൻ ഇസ്ലാമിലേക്ക് വന്നതിന്റെ ശേഷം എനിക്ക് ഒരുപാട് സ്ഥാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് ഒരുപാട് പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. ഉമറേ, നീ ഒരു വഴിയിലൂടെ പോവുകയാണെങ്കിൽ, ശൈത്താൻ മറ്റൊരു വഴിയിലൂടെ വരികയാണെങ്കിൽ, നിന്നെ കണ്ട ശൈത്താൻ വഴിമാറി പോകും. ഉമറേ, നീ സ്വർഗത്തിലാണ് ഉമറേ, എന്റെ ശേഷം അനുഗമിക്കപ്പെടുന്ന നീയാണ് ഉമറേ. ഒരുപാട് ഒരുപാട് മഹാനായ ഉമറുല്ലാഹിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫയായി ഉമറുല്ലാഹിനെ നിയമിക്കപ്പെട്ടുവെങ്കിലും ഉമറുല്ലാഹി പറയുകയാണ്, അതൊന്നുമല്ല, അതൊന്നുമല്ല, എന്റെ മനസ്സിന്റെ ആനന്ദം, എന്റെ മനസ്സിന്റെ ആഹ്ലാദം, എന്റെ മനസ്സിന്റെ സന്തോഷം റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അരികെ മറവ് ചെയ്യാൻ കഴിഞ്ഞല്ലോ. എന്താ ആനന്ദം പറഞ്ഞത്? മുത്തുനബിയുടെ പരിശുദ്ധമായ ഖബറിന്റെ സമീപത്ത് കടക്കാൻ കഴിഞ്ഞല്ലോ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ആ പരിശുദ്ധമായ ഖബർ, ആ പരിശുദ്ധമായ ഖബറിന്റെ മുകളിൽ കാണുന്ന പച്ച കുബ്ബ, ആ കുബ്ബയെ കുറിച്ച് പറയുന്നു, തച്ച് തകർക്കപ്പെടേണ്ടതാണ്. മഅദല്ലാഹ്. സിദ്ദീഖ് തങ്ങൾ വഫാത്താകുമ്പോ സിദ്ദീഖ് തങ്ങളും കൊതിച്ചതെന്താ? അവിടെ പോയി കിടക്കണമെന്നല്ലേ. സിദ്ദീഖ് തങ്ങൾ ജനാസ കൊണ്ടുപോയപ്പോ തഫ്സീർ റാസിയിലല്ലേ, ആ ജനാസ കൊണ്ടുപോയി റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അരികിലെത്തിയപ്പോൾ വിളിച്ചു പറഞ്ഞില്ലേ, നബിയെ, യാ റസൂലല്ലാഹ്, ദാ സിദ്ദീഖ് തങ്ങളുടെ പരിശുദ്ധമായ ജനാസ അങ്ങയുടെ ഖബറിന്റെ സമീപത്തെത്തിയിരിക്കുന്നു. അതാ അബൂബക്കറും ഫിൽ ബാബി യാ റസൂലല്ലാഹ്. പുണ്യനബിയെ, ഇതാ റസൂലുള്ളാഹി തങ്ങളോട് പറയുകയാണ്, സിദ്ദീഖ് തങ്ങളുടെ ജനാസ ദാ കൊണ്ടുവന്നിരിക്കുന്നു. ഉടൻ തന്നെ മറുപടി കിട്ടിയില്ലേ, കൊണ്ടുവരൂ, ഉള്ളിലേക്ക് കൊണ്ടുവരൂ. അവരൊക്കെ ബഹുമാനത്തോടെ കണ്ട പരിശുദ്ധമായ ഖബർ, ആ കുബ്ബ നമ്മളൊക്കെ കൊതിക്കുന്ന കുബ്ബയല്ലേ. അത് കാണാൻ ആഗ്രഹിക്കാത്തവരുണ്ടോ? അത് കാണാൻ കൊതിക്കാത്തവരുണ്ടോ? ഹജ്ജിന് പോയവർക്കറിയില്ലേ, മക്കയിൽ നിന്ന് ഹജ്ജ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഉംറ കഴിഞ്ഞ് മദീനത്തേക്ക് പോകുമ്പോ ദൂരെ ദിക്കിൽ നിന്ന് പരിശുദ്ധമായ മദീന പള്ളി കാണുമ്പോ, മദീന പള്ളിയുടെ മിനാരങ്ങൾക്കിടയിലൂടെ ആ സുന്ദരമായ പച്ചക്കുബ്ബ ഇങ്ങനെ തെളിഞ്ഞു വരുമ്പോ ഏത് മുസ്ലിം അറിയാതെ പൊട്ടിക്കരഞ്ഞു പോകുന്നു. മദീന കാണുമ്പോൾ എന്റെ മനസ്സ് പൊട്ടുന്നു.
മദീന പള്ളി കാണുമ്പോ പൊട്ടിക്കരഞ്ഞു പോകുന്നു. മഹാനായ ഉമറുൽ ഖാദി അവിടെ പോയി പൊട്ടിക്കരഞ്ഞല്ലേ. ഉമറുൽ ഖാദിയെ കുറിച്ച് എന്താ ഇവരെ മാസിക എഴുതി വെച്ചത്? ഉമറുൽ ഖാദി കേരളം കണ്ട വലിയ നവോത്ഥാന നായകനാണ്. ഇപ്പൊ നോക്കുമ്പോ ഉമറുൽ ഖാദി ഇവരെ നേതാവാ, ഹംബർ ഞങ്ങൾ ഇവരെ നേതാവ്. അൽഹംദുലില്ലാ, ആയിക്കോട്ടെ, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. സൈനുദ്ദീൻ മഖ്ദൂം ഇവരെ നേതാവായിട്ട് ഇപ്പൊ പരിചയപ്പെടുത്തുന്നു. അൽഹംദുലില്ലാ. എന്നാ പിന്നെ അവരെ ആദർശം കൂടി സ്വീകരിച്ച പ്രശ്നം തീർന്നില്ലേ? ഈ പ്രശ്നം ഇവിടെ അവസാനിക്കാലോ. മുഹീദ്ദീൻ ഷെയ്ഖിനെ കുറിച്ചോ നോക്കൂ നിങ്ങൾ. ഇക്കാലം വരെ മുഹീദ്ദീൻ ഷെയ്ഖിനെ കുറ്റപ്പെടുത്തിയ ആളുകൾ ഇപ്പൊ എന്താ മുഹീദ്ദീൻ ഷെയ്ഖിനെ കുറിച്ച് പറയുന്നത്? മുഹീദ്ദീൻ ഷെയ്ഖിന്റെ സ്വാധീനത്താൽ ആയിരക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ. മഹാനായ അജ്മീർ മറവിട്ട് കിടപ്പുള്ള ഖാജ മുഈനുദ്ദീൻ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാൻ മുഖേന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. സൂഫിയാക്കൾ മുഖേന ഇസ്ലാമിലേക്ക് കടന്നു വന്ന് ലക്ഷങ്ങളാണ്. ആര് പറയുന്നു? സുന്നി പ്രസിദ്ധീകരണങ്ങളല്ല, നമ്മുടെ ഇതര സംഘടനകൾ എഴുതി വെച്ചത്. അവരൊന്നും ഇസ്ലാമിലേക്ക് ആളുകൾ വരുത്തിയത് വാളിങ്ങനെ കാണിച്ച് മിരട്ടിയിട്ടല്ല, തീവ്രവാദം പറഞ്ഞിട്ടില്ല. അവരൊക്കെ ഇസ്ലാമിന്റെ സന്ദേശം ശരിയായ രീതിയിൽ ഇവിടെ കാണിച്ചു കൊടുത്തപ്പോ അത് കണ്ടിട്ട് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു. ആ ഉമറുൽ ഖാദി റസൂലുള്ളാഹിന്റെ ഖബറിൽ പോയില്ലേ? അവിടുന്ന് പൊട്ടിക്കരഞ്ഞില്ലേ? അവിടുന്ന് നബിയോട് പറഞ്ഞില്ലേ? അക്റമൽ ഖുറമ അലൈതബികും ഉമറുൽ ഫഖീറുൽ മുർതജീൽ ജനാബികും. നീണ്ട കവിതകൾ ആലപിച്ചില്ലേ? അത് കാണാൻ കൊതിക്കാത്തവരുണ്ടോ? ആ പച്ചക്കുബ്ബ മനസ്സിലേക്ക് ഇങ്ങനെ തെളിഞ്ഞു വരുമ്പോഴൊക്കെ അറിയാതെ പറഞ്ഞു പോകുന്നില്ലേ? അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. റസൂലുള്ളാഹിന്റെ ഖബറിന്റെ മേൽ ഒരു സ്മരണ എന്നൊക്കെ അതിങ്ങനെ കാണുമ്പോൾ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്നില്ലേ മുത്തുനബിയെ? ആ പുണ്യനബിയെ ഓർക്കാൻ ഒരു കാരണമായി തീരുന്നില്ലേ? ഇവരൊക്കെ എങ്ങനെയല്ലേ ഇവരെ പള്ളികളെ സ്മരിക്കപ്പെടാൻ മിനാരമുണ്ടാക്കുന്നു, കുബ്ബയുണ്ടാക്കുന്നു, ഇവരെ സ്ഥാപനങ്ങൾക്ക് സ്മാരകങ്ങൾ ഉണ്ടാക്കുന്നു, കുബ്ബയുണ്ടാക്കുന്നു. എങ്കാ മുത്തുനബിയുടെ പരിശുദ്ധമായ ഖബറിന്റെ മുകളിലെ കുബ്ബ എന്നും മുസ്ലിമീങ്ങൾ അവിടെ ചെല്ലുമ്പോ ഹജ്ജിന് പോയവർക്കറിയില്ലേ? അറിയാതെ പൊട്ടി കരഞ്ഞു പോകാറില്ലേ? അത് കാണുമ്പോ അറിയാതെ വാവിട്ട് കരഞ്ഞു പോകാറില്ലേ? മദീനയിലെ സിയാറയെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോ ആ മദീനയോട് വിട പറയുമ്പോ ആ പച്ചക്കുബ്ബയിലേക്ക് ഒന്നുകൂടി നോക്കിപ്പോകാറില്ലേ? അറിയാതെ കണ്ണിലൂടെ വെള്ളം ഒഴുകിപ്പോകാറില്ലേ? ഏത് മുസ്ലിമിന്റെ മനസ്സാ പൊട്ടാതിരിക്കുക? ഏത് മുസ്ലിമിന്റെ മനസ്സാ അവിടെ ചെല്ലുമ്പോ വിതുമ്പാതിരിക്കുക? ആരാണറിയാതെ കരയാതിരിക്കുക? ആരാണ് അവിടുന്ന് സലാം പറയാതിരിക്കുക? ആരും വിതുമ്പിപ്പോകുന്ന രംഗമല്ലേ? പൊട്ടിക്കരഞ്ഞു പോകുന്ന രംഗമല്ലേ? ഒരു മുസ്ലിമിന്റെ മനസ്സ് പൊട്ടുന്ന രംഗമല്ലേ? എന്നാൽ ആ കുബ്ബയെ കുറിച്ച് ഷെയ്ഖ് മുഖ്ബിൽ അത് തകർക്കണമെന്ന് പറഞ്ഞെങ്കിൽ ഡോക്ടർ കെ സക്കരിയ സലായും പ്രസംഗിക്കുന്നു. ആ കുബ്ബ തച്ച് തകർക്കേണ്ട കുബ്ബയാ. ഏത് കുബ്ബ? മുത്തുനബിയുടെ ഖബറിന്റെ മുകളിൽ കാണുന്ന കുബ്ബ തച്ച് തകർക്കേണ്ട കുബ്ബയാ. അപ്പൊ അദ്ദേഹത്തിനോട് ചോദ്യം, എന്നാ പിന്നെന്താ നിങ്ങൾ തകർക്കാത്തത്? അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി, സൗദി ഭരിക്കുന്നത് ഞങ്ങളല്ല. സൗദിയുടെ അധികാരമെങ്ങാനും ഞങ്ങൾക്ക് കിട്ടിയാൽ, KNM കേരള നദ്വത്തുൽ മുജാഹിദിനെ കിട്ടിയാൽ പിറ്റേ ദിവസം ആദ്യത്തെ വികസനം റസൂലുള്ളാഹിന്റെ ഖബറിന്റെ മുകളിൽ കടന്ന കുബ്ബ തച്ച് തകർക്കലാണ്, തരിപ്പണമാക്കലാണ്. എവിടേക്കാണ് ഇവരാളുകൾ കൊണ്ടുപോകുന്നത്? കേൾക്കും നിങ്ങൾ, അദ്ദേഹം പറയട്ടെ. പറയാണ്, ഞങ്ങൾ എന്താ തകർക്കാത്തത്? സൗദിയിലെ ഒരുപാട് ജാറങ്ങൾ തകർത്ത നിങ്ങൾ ആര് സൂചി ഭരണകൂടം എന്താണ് ആ കുബ്ബ തകർക്കാത്തത്? എടോ, സൗദിയിലെ ഭരണം ഞങ്ങൾക്കൊന്നല്ലല്ലോ. ഞങ്ങൾക്ക് തകർക്കാൻ KNM ഭരണം കിട്ടിയാലല്ലേ ഞങ്ങൾക്ക് തകർക്കാൻ കഴിയുള്ളൂ. KNM ഭരണം കിട്ടിയാൽ പിറ്റേന്ന് ഞങ്ങൾ ആ കുബ്ബ തകർക്കും. KNM ഭരണം കിട്ടിയാൽ പിറ്റേ ദിവസം ആ കുബ്ബ തകർക്കും. KNM ഭരണം കിട്ടിയാൽ പിറ്റേ ദിവസം തകർക്കും. എന്ത് തകർക്കുന്ന പറയണത്? മുത്തുനബിയുടെ പരിശുദ്ധമായ ഖബറിന്റെ മുകളിൽ കാണുന്ന പച്ചക്കുബ്ബ അത് തകർത്ത് തരിപ്പണമാക്കി കളയും. IS ചെയ്യുന്ന പണി ഇതല്ലേ? IS മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ IS ഏറ്റവും കൂടുതലുള്ള പ്രദേശം, അതിന്റെ തൊട്ടടുത്ത പ്രദേശം ഏതാ? ഇസ്രായേലാണ്. IS എന്നവരെ കൊണ്ടുപോയി ഇസ്രായേലിൽ ഒരു ബോംബിട്ടിട്ടുണ്ടോ? കാരണം ISന്റെ ലക്ഷ്യം ഇവിടുത്തെ ഇസ്രായേലിനെ തകർക്കലല്ല, മുസ്ലിമീങ്ങളെ സംരക്ഷിക്കലല്ല, മുസ്ലിമീങ്ങളെ തകർക്കലാണ്. പക്ഷേ ചില ആളുകൾ അറിയാതെ പെട്ടുപോകുന്നു. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇയാൾ പറയാണ് തകർക്കേണ്ടത്. അപ്പൊ പിന്നെ അദ്ദേഹത്തിനുള്ള ചോദ്യം, എന്നാ പിന്നെ നിങ്ങൾക്ക് സൗദിയിൽ സ്വാധീനമുണ്ടല്ലോ, ആ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് തകർത്തുകൂടെ?
അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി, ഞങ്ങൾ അങ്ങനെ സൗദിയിൽ ഞങ്ങൾ സ്വാധീനൊക്കെ ഉപയോഗിച്ച് തകർക്കാൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ കുറെ ഖുറാഫികൾ നെഞ്ചത്തടിച്ചുകൊണ്ട് അവിടെ പോയി ചാകും, അങ്ങനെ കുറെ എണ്ണം ചത്തു പോണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ തകർക്കാത്തത്. മറ്റാൾ ശവം എഴുതിയതുപോലെ മുസ്ലിമീങ്ങളെ കുറിച്ച് ഉപയോഗിക്കുന്ന വാക്ക് കുറെ ഖുറാഫികൾ അവിടെ പോയിട്ട് നെഞ്ചത്തടിച്ച് ചാകും, അങ്ങനെ കുറെ എണ്ണം ചത്തു പോണ്ട. ഇതൊക്കെ ഒരു മതസംഘടനയ്ക്ക് യോജിച്ച ശൈലിയാണോ? ഇതൊക്കെ ഒരു മതപ്രബോധകന്റെ നാവിലൂടെ വരേണ്ട ശൈലിയാണോ? എന്റെ പ്രിയപ്പെട്ട സലഫി സഹോദരന്മാർ ശ്രദ്ധിക്കുക. ഇതൊക്കെ വേണ്ടാന്നല്ലേ ഞങ്ങൾ പറയുന്നുള്ളൂ, ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കല്ലോ. ഈ രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കുമ്പോ അരുത് സഹോദര, അരുത്, ഇങ്ങനെയൊന്നും പറയരുത്, ഇങ്ങനെയൊന്നും ചെയ്യരുത്, ഇത് പറയേണ്ട ബാധ്യത ഞങ്ങൾക്കില്ലേ? ഇതല്ലേ എസ്കേസ് ചെയ്യുന്നുള്ളൂ. പറയട്ടെ, പറഞ്ഞു പക്ഷെ അത് തകർക്കാൻ തന്നെ സൗദി എംബസിയുടെ മുമ്പിൽ പോയിട്ട് കോൺസുലേറ്റ് മുമ്പിൽ പോയിട്ട് കുറെ ഖുറാഫികൾ നെഞ്ഞത്തടിച്ച് ചാവും, റസൂലുള്ളാഹിന്റെ ഖബർ വിളിക്കണോ എന്നും പറഞ്ഞിട്ട്. അങ്ങനെ കുറെ എണ്ണം ചത്തുപോണ്ടാന്ന് വിചാരിച്ചിട്ട് സൗദി ഗവൺമെന്റ് അത് അവിടെ നിലനിർത്തിയിരിക്കുന്നു എന്ന് മാത്രമല്ല. ഞങ്ങളെങ്ങാനും സൗദിയിൽ സ്വാധീനം ഉപയോഗപ്പെടുത്തി തകർക്കാൻ പുറപ്പെട്ടാൽ കുറെ ഖുറാഫികൾ നെഞ്ചത്തടിച്ച് ചാകും, അങ്ങനെ കുറെ എണ്ണം ചത്തു പോണ്ടാന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിതൊന്നും ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. ഇതൊക്കെയാണ് ഒരു മതസംഘടനയുടെ പ്രവർത്തനം എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ഒരു മതസംഘടനയുടെ ദഅവത്ത്. ഇതാണോ നവോത്ഥാനം എന്ന് പറയുന്നത്? എന്റെ പ്രിയപ്പെട്ട സലഫി സഹോദര, ഒന്ന് കിടക്കുമ്പോ ചിന്തിക്കൂ, നിങ്ങൾക്ക് പറ്റിയ പ്രസ്ഥാനമാണോ ഇത്? ഇത് പരലോകത്തേക്ക് പോകാൻ പറ്റുന്ന പ്രസ്ഥാനമാണോ? ഇതുമായി കൊണ്ടുപോയാൽ പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയുമോ? ഇവിടെ നോക്കൂ നിങ്ങൾ, എത്ര നല്ല പാരമ്പര്യം, എത്ര നല്ല മഹാന്മാർ. ഇടമണ്ണയിലുള്ള എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു അനാവശ്യമായിട്ട് വല്ലതും പറയാൻ കഴിയുമോ? ഇല്ല. കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച് വല്ല മോശമായിട്ട് പറയാൻ കഴിയുമോ? നിങ്ങൾ ഒരു ക്ലിപ്പ് കൂടി കണ്ട് ഞാൻ നിർത്താൻ പോവുകയാണ്. സമസ്ത ന്യായമീങ്ങൾ ഇന്നലകളിലൂടെ ജീവിച്ചുപോയ ശംസുൽ ഉലമയെ പോലെയുള്ള ആളുകൾ, റഈസുൽ മക്കീം കണ്ണിയത്ത് ഉസ്താദിനെ പോലുള്ള ആളുകൾ, അവർക്ക് എത്ര നല്ലവരാണ്. നിങ്ങൾക്ക് തന്നെ അറിയില്ലേ, നിങ്ങളും നിങ്ങളെ യോഗങ്ങൾ രഹസ്യമായിട്ടാണല്ലോ സമ്മതിക്കുന്നല്ലോ. ശിഹാബ് തങ്ങൾ വലിയ മഹാനാണ് എങ്കിൽ ആ ശിഹാബ് തങ്ങൾ സമസ്തക്കാരനായിരുന്നില്ലേ? ആ ശിഹാബ് തങ്ങൾ സുന്നിയായിരുന്നില്ലേ? നിങ്ങൾ സമ്മതിക്കുന്നു ശംസുൽ ഉലമ വലിയ മഹാനാണ്. കേരളത്തിലെ ഒരു ബിദഈ സംഘടന കുറെ മഹാരഥന്മാരെ പരിചയപ്പെടുന്ന ഒരു പുസ്തകം എഴുതിയപ്പോൾ അതിൽ ഒന്നാമത്തെ പേരാരതാ ശിഹാബ് തങ്ങൾ, മറ്റൊന്നതാരാ ശംസുൽ ഉലമ. അവർക്കറിയാം അവർ വലിയ മഹാന്മാരാണ്. ഇനി അറിയാന്ന് മാത്രമല്ല, നിങ്ങളെ വേദികൾ നിങ്ങൾ തന്നെ പ്രസംഗിച്ചിട്ടില്ലേ, കേരളത്തിൽ പടച്ചവനെ കുറിച്ച് പേടിയുള്ള, ഇൽമുള്ള, വറഉള്ള, സൂക്ഷ്മതയുള്ള ആളുകളൊക്കെ സമസ്തന്റെ കൂടെയാണുള്ളത്. നിങ്ങൾ പ്രസംഗിച്ചിട്ടില്ലേ? നിങ്ങൾക്കറിയുന്ന കാര്യമില്ലേ? കേൾക്കും നിങ്ങൾ. നമ്മൾ പണ്ഡിതന്മാരായ ആളുകൾ, നമ്മളെ മറുപക്ഷത്തിരിക്കുന്ന പണ്ഡിതന്മാരായ ആളുകള്, അതില് ഇപ്പൊ കേരളത്തില് അത്യാവശ്യം തഹ്ഖീഖുള്ള പണ്ഡിതന്മാരുള്ളത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ തന്നെ. കണ്ടോ തഹ്ഖീഖുള്ള ആലിമികൾ? ഏത് ആലിമുൽ ഗൂഗിളല്ല ഈ പറയണത്. തഹ്ഖീഖുള്ള പണ്ഡിതന്മാർ. ഒരു മസ്അല പ്രശ്നം വന്നാൽ ആ മസ്അല ചർവണം നടത്താൻ കഴിവുള്ള നല്ല തഹ്ഖീഖുള്ള പണ്ഡിതന്മാരുള്ള സമസ്തയിലാണ്. ഇവരുള്ളവർ അവിടെ ഉള്ളത്. ഈ പടച്ചോനെ കുറിച്ച് പേടിയുള്ള വറഉള്ളവരോ, നിങ്ങളെ നേതാവ് ഐദി തങ്ങൾ പ്രസംഗിച്ച പ്രസംഗങ്ങൾ ഞാൻ കേൾപ്പിക്കുന്നത് പറയട്ടെ. നല്ല ഭയഭക്തിയുള്ള പണ്ഡിതന്മാർ സമസ്തയിലുണ്ട്. കണ്ടോ, നല്ല നല്ല പടച്ചോനെ പേടിയുള്ള ഒരു സമസ്തയിലുണ്ട്. അതിന്റെ ഇപ്പൊ നിക്കല്ലേ നല്ലേ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് സക്കരിയ സലാഹിനെ കുറിച്ച് നിങ്ങൾ കാഴ്ചപ്പാടെന്താ? പറയണ്ട, മനസ്സ് കരുതിയാൽ മതി. അബ്ദുസ്സലാം സുല്ലമിയെ കുറിച്ച് നിങ്ങൾ കാഴ്ചപ്പാടെന്താ? മനസ്സ് കരുതി നോക്കി. അബ്ദുറഹ്മാൻ സലഫിയെ കുറിച്ച് നിങ്ങളുടെ വിശ്വാസം എന്താ? അതിലുള്ളവരെ വിശ്വസിക്കും. നിങ്ങൾ പറയണ്ട, സക്കരിയ സലാഹി തുറന്നു പറയും നമ്മളെ നേതാക്കന്മാരുടെ അവസ്ഥ എന്താണെന്ന്. ആദ്യം തന്നെ പറയണ്ടേ, നമ്മളൊക്കെ നേതാക്കന്മാരുടെ അവസ്ഥ എന്താ? നമ്മളെ നേതാക്കന്മാരെ കണ്ട ഒരൊറ്റൊന്നും മുജാഹിദക്ക് വരില്ല. ഇവരെ പുസ്തകത്തിൽ പറയുന്നു, മുഹ്യിദ്ദീൻ ഷെയ്ഖിനെ കണ്ടിട്ട്, അജ്മീർ ഷെയ്ഖിനെ കണ്ടിട്ട്, ഇന്നറുകളിൽ കിടിഞ്ഞുപോയ മഹാന്മാരെ കണ്ടിട്ട് 10,000 ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു. സക്കരിയ സലാഹി പറയാ, നമ്മളെ കണ്ടിട്ട് ഒറ്റ നിധിക്ക് വരില്ല. കേട്ടോളൂ. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നമ്മളെ കണ്ടിട്ട് ആരെങ്കിലും മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വരുന്നുണ്ടോ? മുജാഹിദുകളായി നാട്ടിൽ അറിയപ്പെടുന്ന ആളുകൾ, KNM-ന്റെ ISM-ന്റെ ഒക്കെ ആളുകൾ, അവരുടെ ജീവിത വിശുദ്ധി കണ്ടിട്ട് ഈ പ്രസ്ഥാനത്തിലേക്ക് വരുന്നത് വളരെ കുറച്ച് മാത്രമാണ്. കാരണം എന്താ അറിയോ? മുമ്പ് മുജാഹിദുകൾ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് അതിന്റേതായ ക്വാളിറ്റി ഉണ്ടായിരുന്നു. കാരണം അന്ന് ഒരു കുനൂത്ത് ഓതിയിരുന്നു, നബിദിനം ആഘോഷിച്ചിരുന്നു, സ്ത്രീകളെ പള്ളി കൊണ്ട് സംഭവിച്ചിരുന്ന അറബിയിലെ ഹുതുബ കുറച്ചൊക്കെ ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഇപ്പോഴോ
ഇപ്പൊ ആള് കൂടിയപ്പോ എന്ത് സംഭവിച്ചിട്ട് ക്വാളിറ്റി കുറഞ്ഞു. ക്വാളിറ്റി കുറഞ്ഞ ചപ്പും ചവറും ഒക്കെ ഇതിലേക്ക് കയറി വന്നു. കണ്ടോ, ചപ്പും ചവറൊക്കെ ഇങ്ങോട്ട് വന്നു, നല്ലതൊക്കെ സംസ്ഥാനപ്പം നിന്നു. കൊറേ ചപ്പും ചവറായി കയറി കൂടി. ആ ചപ്പും ചവർ വന്നപ്പോഴേ ഇവര് പിളരാൻ തുടങ്ങിയത്. എന്നിട്ടോ പ്രത്യേകിച്ച് ഒരു പഠനമോ അല്ലെങ്കിൽ അന്വേഷണമോ നടത്താതെ കുറെ ആളുകൾ ഇതിലേക്ക് ഇങ്ങനെ വലിഞ്ഞു കയറി വന്നു. ഓനൊക്കെ പ്രസിഡന്റും സെക്രട്ടറിയും മേഖലാ സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും ഒക്കെ ആയിട്ട് അങ്ങനെ പോയി സംസ്ഥാനത്തിൽ വരെ എത്തി. അപ്പൊ സംസ്ഥാനത്ത് ഇരിക്കുന്ന ആളുകളൊക്കെ ഇവിടുന്ന് പോയ കുറച്ച് ചപ്പ് ചവറുകളാവും. എന്നിട്ട് അയാൾ പറഞ്ഞു, ശരിക്കും ശ്രദ്ധിച്ചോളൂ, മുജാഹിദ് പെടുന്ന സമയത്ത് അധികം മഹല്ലവർക്ക് ആൾക്കാരില്ലല്ലോ, ഇടവണ്ണി കുറച്ചൊക്കെ ആൾക്കാരുണ്ടെന്നല്ല, ഇവിടെ മുട്ട എവിടെ ആളില്ലല്ലോ. അപ്പൊ ഇപ്പൊ 8 ഗ്രൂപ്പായി. 8 ഗ്രൂപ്പൊക്കെ ചുരുങ്ങിയത് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കണേ എത്ര ആൾ വേണം? ഒരു പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറി 3 ആൾ ഒരു ഗ്രൂപ്പ് വേണ്ടേ? 3 ആള് വേണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾ ഒരു 3 ആൾ വെച്ചുണ്ടാക്കണേ തന്നെ എത്ര ആൾക്കാർ വേണം? ഒരു 10-24 ആൾക്കാരിലും വേണ്ട. എവിടെ ഉള്ളത്? അപ്പൊ പിന്നെ കിട്ടിയനൊക്കെ പിടിച്ച് പ്രസന്റ് ആക്കി. ഒന്നും അല്ലോനൊന്നല്ല. സക്കരിയ പറയാ, ഓൻ ആ നാട്ടിൽ ഏറ്റവും മോശപ്പെട്ടാണ്, എന്നാലും വേണ്ടില്ല, ഏറ്റവും മോശപ്പെട്ട ചപ്പെങ്കിൽ ചപ്പ് മുജാഹിദിന് കിട്ടിയല്ലേ ഞങ്ങൾ സ്ഥാനം കൊടുത്തു. കേട്ടോളൂ. പ്രത്യേകിച്ച് സംഘടന പുലർന്ന സന്ദർഭത്തിൽ നമുക്കറിയാം, KNM-നെ അനുകൂലിക്കുന്ന ഒരു കള്ളിത്തറിയാണ് നാട്ടിലെങ്കിലും ഓനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാണ്. കാരണം എന്താ, ആരും ഇല്ലല്ലോ അവിടെ. ഒരാളെങ്കിലും ഉണ്ടാകട്ടോ, അത്ര ഗുണമുള്ളവനൊന്നല്ല, എന്നാലും KNM-നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചപ്പെങ്കിൽ ചപ്പ്. ഒരു ചപ്പെങ്കിൽ ചപ്പ്. ഈ ചപ്പിനെ പിടിച്ച് പ്രസിഡന്റ് ആക്കി അല്ലെ എന്ന നിലക്ക്. പിന്നെ മാനേജ്മെന്റ് കോട്ടയിൽ എത്തുകയാണ്. സംഘടനയിൽ മേഖലാ സെക്രട്ടറി ആവും, ജില്ലയും മേഖലയും ജില്ലയും ഒന്നുമില്ല, നേരിട്ട് സംസ്ഥാനത്തൊക്കെ എത്തുകയാണ്. കണ്ടോ ഏത് ഈ ചപ്പ? സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടറിക്ക് ഈ ചപ്പാണെന്ന് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട സലഫി സഹോദര, ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ, ഞങ്ങളൊന്നും ഞങ്ങളെ വാക്കുകൊണ്ടൊന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങളെ വകയായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഉദ്ധരിച്ചൊക്കെ നിങ്ങളെ ക്ലിപ്പുകളാണ്, വായിച്ചതൊക്കെ നിങ്ങളെ പുസ്തകങ്ങളാണ്. എന്തൊക്കെയോ പൊരുത്തക്കേടുകൾ സംഭവിച്ചു പോകുന്നില്ലേ, എന്തൊക്കെയോ കുരുത്തക്കേടുകൾ സംഭവിച്ചു പോകുന്നില്ലേ? ഇന്ന് കടക്കുമ്പോ നിന്റെ മനസ്സിലെ കടന്നു വരട്ടെ, ശരിയല്ലേ? കണ്ണിയത്ത് ഉസ്താദ് എത്ര മഹാനാ, ഒരു കറാത്ത് പോലും ഇന്നേ വരെ കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച് ആരോപിക്കാൻ പോലും ഒരാൾക്കും കഴിഞ്ഞിട്ടില്ലെങ്കിൽ ശംസുല്ലം എത്ര വലിയ ആലിമാണ്. ആലിമാണെന്ന് മാത്രമല്ല, കേരളത്തിന്റെ ആലിമല്ല, ആലിമുൽ ആലിം എന്നല്ലേ ലോക പണ്ഡിതന്മാര് ശംസുല്ലമയെ കുറിച്ച് പറഞ്ഞെങ്കിൽ അത്ര വലിയ മഹാരഥന്മാരായ പണ്ഡിതന്മാര് സൈനുദ്ദീൻ മഖ്ദൂമിനെ പോലെയുള്ള, മമ്പറം തങ്ങളെ പോലെയുള്ള, വെളിയങ്കോട്ട് മറൽ ഖാദിയെ പോലെയുള്ള ആ മഹാന്മാരെ കാണിച്ചൊരു മാർഗം ഇവിടെ ഉണ്ടാകുമ്പോ എന്തിനാണ് ചെറുപ്പക്കാരാ ഇനി മറ്റൊന്നിനെ കുറിച്ച് ആലോചിക്കുന്നത്? പെട്ടുപോയവരൊന്ന് കടന്നിറങ്ങുമ്പോ ഒന്ന് മനസ്സിലേക്ക് കടന്നു വരട്ടെ. ഞാൻ ഈ പറഞ്ഞതൊക്കെ ഒന്ന് മനസ്സിൽ ചിന്ത വരട്ടെ. ഉസ്താദുമാര് പ്രസംഗിച്ചൊക്കെ ഒന്ന് ചിന്ത വരട്ടെ. എന്നിട്ട് നാളെ ഒന്ന് ചിന്തിക്ക് സഹോദര. പോകണ്ടേ ഈ ലോകത്തോട് വിട പറയണ്ടേ? എന്തിനാണ് ഈ വാശിയൊക്കെ? എന്തിനാണ് ഈ വൈരാഗ്യമൊക്കെ? എന്തിനാണ് ഈ സംഘടനാ പ്രശ്നമൊക്കെ? ഇതൊക്കെ ഇന്ന് കണ്ടാ കണ്ടോ, നാളെ കണ്ടോളണമെന്നില്ലല്ലോ. ഏത് സമയത്തും എവിടെ വെച്ചും എപ്പോഴും ഭരിക്കാമല്ലോ. അവിടെ ചെല്ലുമ്പോ, പരലോകത്ത് ചെല്ലുമ്പോ സാലിഹീങ്ങളെ കൂടെ നിന്നാൽ, മഹത്തുക്കളെ കൂടെ നിന്നാൽ ഖുർആൻ പറഞ്ഞില്ലേ, കൂനൂ മഅസ്സാദിഖീൻ, സത്യസന്ധരോടുകൂടെ നിൽക്കാൻ, കൂടെ നിന്നാ രക്ഷപ്പെടാ. ചെറുപ്പക്കാരാ, പരലോകത്തെ കുറിച്ചുള്ള ചിന്തയുണ്ടെങ്കിൽ മാറി ചിന്തിച്ചോ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും എണീറ്റ് നിർമുസലാത്തിൽ ദുആ ചെയ്യാം. ഒരുപാട് ആളുകൾ ഇവിടെ സഹായിച്ചിട്ടുണ്ട്, എല്ലാവർക്കും വേണ്ടി ഒരുപാട് ദുആ ചെയ്യാൻ എല്ലാവരുടെ ആൾക്കാർ അറിയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. എല്ലാവരും ഒന്ന് കുറഞ്ഞ സമയം കൊണ്ട്, ഞാൻ നീട്ടിക്കൊണ്ടുപോകില്ല, നമ്മളെ സമയം അതിക്രമിച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ നമ്മുടെ കേരള ഇസ്ലാമിക് ക്ലാസ്സിലൂടെ നമ്മുടെ ഭവനയുടെ തങ്ങളും ലത്തീഫമാനെ കൂടിയിട്ട് നമ്മളെ ഈ സന്ദേശം ലോകമൊട്ടുക്കും എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ ഇതിനു വേണ്ടി രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്നവരാണ്. അതോടൊപ്പം തന്നെ ക്ലാസ് റൂമിന്റെ പ്രവർത്തകന്മാർ, യൂട്യൂബിന്റെ പ്രവർത്തകന്മാർ, അവരൊക്കെ നമ്മുടെ സന്ദേശം ലോകമൊട്ടുക്കും എത്തിക്കുന്നവരാണ്. അല്ലാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാൻ എല്ലാവരും ആത്മാർത്ഥമായിക്കൊണ്ട് ആമീൻ പറയാം.